ഗുഡ് ഈവനിങ് ഓൾ. ഇന്നത്തെ സബ്ജക്ട്സ് എന്ന് പറയുന്നത് കുറച്ച് സബ് ടോപ്പിക്കുകളാണ്. പീഡിയാട്രിക്സ്, സൈക്യാട്രി, അങ്ങനെ എല്ലാ സബ് ടോപ്പിക്സ് ആണ്. അപ്പൊ നിങ്ങൾക്ക് എക്സാമിന് ഇതിൽ നിന്ന് ചിലപ്പോൾ ഒരു ക്വസ്റ്റ്യൻ കിട്ടാം, ചിലപ്പോൾ അതേ സബ്ജക്റ്റിൽ നിന്ന് ക്വസ്റ്റ്യൻ കിട്ടാതിരിക്കാം. എന്നാലും ഇപ്പൊ ഇതൊരു കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ ആണ്. അപ്പൊ ഈവൻ 1 മാർക്ക് ഇസ് ഇമ്പോർട്ടൻറ്റ്. ദാറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ യുവർ ഫ്യൂച്ചർ ഇൻ ദിസ് എക്സാം. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഇത് നമ്മൾ കുറച്ച് ഈസി, പിന്നെ ഇതിന്റെ ഈ സബ് ടോപ്പിക്സ് എന്ന് പറഞ്ഞാൽ കുറച്ച് ഈസി ആയിട്ട് നമുക്ക് പഠിച്ചെടുക്കാനും പറ്റുന്ന, ബിക്കോസ് 1-2 ദിവസം മതിയാവും നിങ്ങൾക്ക് ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് ഒരു നോട്ട് പ്രിപ്പയർ ചെയ്ത് വെച്ചാൽ അത് എക്സാമിന്റെ മുന്നിൽ ഒന്ന് റിവൈസ് ചെയ്യുക, അത്രേ ആവശ്യം വരുന്നുള്ളൂ. അപ്പൊ ടൈം കൺസ്യൂമിങ്ങും അല്ല. പിന്നെ ഇപ്പൊ നമ്മള് മെയിൻ സബ്ജക്ട്സ് ഒരു മന്ത്സ്, ചിലപ്പോൾ ഒരു വീക്സ് അല്ലെങ്കിൽ മന്ത്സ് എടുത്ത് പഠിച്ചിട്ട് ഒരു 5-6 ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യുന്നതിനേക്കാൾ കുറച്ചും കൂടി ഒരു ഈസിയാണ് ഇത് വളരെ ഷോർട്ട് ടൈമിൽ ഒരു ക്വസ്റ്റ്യൻ കിട്ടുക എന്നുള്ളത്. ഓക്കെ, അങ്ങനെ നോക്കുമ്പോൾ കുറച്ച് ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ പീഡിയാട്രിക്സ്. പിന്നെ ഇത് കുറെ ടോപ്പിക്സ് ഉള്ളതുകൊണ്ട് അപ്പം കുറച്ച് ഹെക്ടിക് ആയിരിക്കും ഇത് കേട്ട് 2 hours ഇത് കേട്ടിരിക്കാൻ തന്നെ കുറച്ച് ഹെക്ടിക് ആയിരിക്കും, ബിക്കോസ് ഇങ്ങനെ ടോപ്പിക് ചേഞ്ച് ചെയ്ത് പോകുന്നുണ്ട്. ഓക്കെ, ഫസ്റ്റ് പീഡിയാട്രിക്സ്. അപ്പൊ പീഡിയാട്രിക്സിൽ ഞാൻ ഇവിടെ കുറച്ച് ജനറൽ പീഡിയാട്രിക്സിന്റെ ആണ് ഇത് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. അപ്പൊ അല്ലാതെ അതിന്റെ ബാക്കി ടോപ്പിക്സ് ഇപ്പൊ സിസ്റ്റമിക്കില് എല്ലാത്തിന്റെയും കൂടെ പീഡിയാട്രിക്സ് ഓവർലാപ്പ് ചെയ്ത് വരുന്നുണ്ട്. അപ്പൊ ബാക്കി ടോപ്പിക്സ് ഒക്കെ അതാത് കൺസേൺ സബ്ജക്ട്സിൽ അതിന്റെ കൂടെ കിട്ടും. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ്. അപ്പൊ ഇതിന്റെ ജനറൽ പീഡിയാട്രിക്സിന്റെ സ്റ്റാർട്ടിംഗ് ആണ്. അപ്പൊ ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ ക്വാണ്ടിറ്റേറ്റീവ് ഇൻക്രീസ് ഇൻ ഫിസിക്കൽ സൈസ് ഓഫ് ദ ബോഡി. അപ്പൊ അത് നമ്മൾ അത് മെഷറബിൾ ആണ്, ദാറ്റ് ഇസ് ക്വാണ്ടിറ്റേറ്റീവ്. അപ്പൊ വെയിറ്റ്, അപ്പൊ എന്ത് വെച്ചിട്ടാണ് നമ്മളത് ഗ്രോത്ത് അസസ് ചെയ്യുന്നത്? വെയിറ്റ്, ഹൈറ്റ് ഓർ ലെങ്ത്, ഹെഡ് സർക്കംഫറൻസ്. ഇപ്പൊ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ക്വാളിറ്റേറ്റീവ് പ്രോസസ് ആണ്. ദാറ്റ് ഇസ് അത് പ്രോഗ്രസീവ് അക്വസിഷൻ ഓഫ് സ്കിൽ ആൻഡ് ഫങ്ഷണൽ കപ്പാസിറ്റി ആണ്. അപ്പൊ ഇത് നമ്മൾ കമ്മിങ് ടു ദ ഗ്രോത്തിന്റെ ഫസ്റ്റ് നമ്മൾ വെയിറ്റ് ആണ്. ഒരു അപ്രോക്സിമേറ്റ് ബർത്ത് വെയിറ്റ് അറൌണ്ട് 3 kg ആയിരിക്കും. അപ്പൊ ഇത് ഇങ്ങനെ തന്നെ ചോദിക്കാറുണ്ട് MCQസിന്. ബർത്ത് വെയിറ്റ് ഡബിൾസ് ബൈ വിച്ച് മന്ത്? ഇപ്പൊ ബർത്ത് വെയിറ്റ് ഡബിൾസ് ബൈ 5th മന്ത്. ബർത്ത് വെയിറ്റ് ട്രിപ്പിൾ ആകുന്നത് ഫസ്റ്റ് ഇയർ ഓഫ് ലൈഫിലാണ്. ബർത്ത് വെയിറ്റ് ക്വാഡ്രപ്പിൾസ് ബൈ 2nd year. ഇനി കമ്മിങ് ടു ദ ഹെഡ് സർക്കംഫറൻസ്. ഹെഡ് സർക്കംഫറൻസ് അറ്റ് ബർത്തിൽ 35, ഓൾമോസ്റ്റ് 35 ആയിരിക്കും. ഹെഡ് സർക്കംഫറൻസ് റാപ്പിഡ്ലി ഇൻക്രീസ് ചെയ്യുന്നത് ആദ്യത്തെ 1 ഇയറിലാണ്. ആദ്യത്തെ 3 മാസം 2 സെന്റിമീറ്റർ പെർ മന്ത് വെച്ചിട്ട് കൂടും. പിന്നെ 3 to 6 മന്തിൽ 1 സെന്റിമീറ്റർ വെച്ചിട്ട് കൂടും. പിന്നെ 6 to 12 മന്തിൽ 1 ഇയർ വരെ 0.5 സെന്റിമീറ്റർ വെച്ചിട്ട് കൂടും. അങ്ങനെ ഒരു 1 ഇയർ ആകുമ്പോഴത്തേക്ക് 45 to 47 സെന്റിമീറ്റർ ആകും. ഒരു ചൈൽഡ് അറ്റൈൻസ് ഇറ്റ്സ് അഡൾട്ടിന്റെ ഹെഡ് സർക്കംഫറൻസിന്റെ അത്രയും അറ്റൈൻ ചെയ്യുന്നത് അറൌണ്ട് 6 ഇയർ ആകുമ്പോഴാണ്. അറൌണ്ട് 55. 5 ഇയറിൽ 52 to 55 അതൊക്കെയാണ് നോർമൽ ലിമിറ്റ് വരുന്നത്. 5 ഇയറിൽ 50 to 51 സെന്റിമീറ്റർ ആകും. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ഇയർ ഓഫ് ലൈഫിലാണ് റാപ്പിഡ് ഹെഡ് സർക്കംഫറൻസ് ഇൻക്രീസ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് വളരെ സ്ലോലി. ഓക്കെ, ആവറേജ് ബർത്ത് ലെങ്ത് ഓഫ് എ ന്യൂ ബോൺ ബേബി 50 സെന്റിമീറ്റർ ആയിരിക്കും. ലെങ്ത് അറ്റ് 1 ഇയർ 75 സെന്റിമീറ്റർ. ലെങ്ത് അറ്റ് 4 ഇയർ 100 സെന്റിമീറ്റർ. അപ്പൊ ഈ 4 ഇയറിലെ ആ ഒരു മൈൽ സ്റ്റോൺ ചേഞ്ചസ് അല്ലെങ്കിൽ ഈ ഗ്രോത്ത് ഹൈറ്റ് ഒക്കെ പലപ്പോഴും MCQ ചോദിച്ചു കണ്ടിട്ടുണ്ട്. ഇതൊരു വെയിറ്റ് ഹൈറ്റ് കണ്ടുപിടിക്കാനുള്ള ഒരു അറൌണ്ട് ഏകദേശ ഒരു വെയിറ്റും ഹൈറ്റും ചൈൽഡിന്റെ ഓരോ ഏജിലും കണ്ടുപിടിക്കാനുള്ള ഫോർമുലാസ് ആണ്. അപ്പൊ അത് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. അത് എക്സാമിന് ചോദിക്കണമെന്നില്ല, അല്ലാതെ തന്നെ നമുക്കിപ്പോ ക്ലിനിക്കൽ പ്രാക്ടീസിലും എല്ലായിടത്തും യൂസ്. പെട്ടെന്ന് ഒരു ചൈൽഡിനെ അസസ് ചെയ്യണം, അല്ലെങ്കിൽ ഡോക്ടർ നമ്മുടെ കുഞ്ഞിന്റെ വെയിറ്റ് ഓക്കെ ആണോ അല്ലെങ്കിൽ ഹൈറ്റ് ഓക്കെ ആണോ എന്ന് ഒരാൾ ചോദിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്ത് പറയാൻ പറ്റുന്ന ഒരു യൂസ്ഫുൾ ഫോർമുല ആയതുകൊണ്ട് ഒന്ന് ഇൻക്ലൂഡ് ചെയ്തേ ഉള്ളൂ കേട്ടോ. ചോദിച്ചും കണ്ടിട്ടുണ്ട്, ഇടയ്ക്ക് ചോദിക്കാം. ഇപ്പോ ഫോർമുല ടു ഗെറ്റ് അപ്രോക്സിമേറ്റ് വെയിറ്റ് ഓഫ് എ ചൈൽഡ് 3 to 12 മന്ത്. അപ്പൊ 1 ഇയറിന് താഴെയുള്ള കുട്ടിയാണെങ്കിൽ ഏജ് ഇൻ മന്ത്സ് പ്ലസ് 9/2. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 7 മന്ത് ആയിട്ടുണ്ടെങ്കിൽ 7 + 9 എന്ന് പറയുമ്പോഴത്തേക്ക് ഓൾമോസ്റ്റ് എത്ര 13/2. അപ്പൊ അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, ദെൻ 1 to 6 ഇയേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് 2 into age + 8.
അപ്പൊ ഒരു 3 kg ആണെങ്കിൽ 3 year ആണെങ്കിൽ 2 into 3 6 plus 8 almost 14 അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. 1 to 12 ഇയറിലാണെങ്കിൽ 8 into 7 minus 5 the whole divided by 2. Okay. Then around ഇത് മൂന്നും വെയിറ്റിന്റെ ഫോർമുലാസ് ആണ്. Then height കണ്ടുപിടിക്കാനുള്ളത് 2 to 12 ഇയേഴ്സിൽ height in centimeter is equal to age in years into 6 plus 77. Okay. Then coming to the fontanelle. Then posterior fontanelle normally closes by ഇതൊരു hot topic ആണ് MCQ-ല്. അത് repeatedly ചോദിക്കുന്നുണ്ട്. 1 to 2 weeks, 2 to 3 months, 6 months, 12 to 18 months. ഏതാ ആൻസർ? 2 to 3 months. Yes. 2 to 3 months. Then anterior fontanelle? 12 to 18 months. 12 to 18 months. നമുക്ക് around posterior fontanelle 2 months എന്നും anterior fontanelle around 2 year എന്നും ഓർത്തു വെക്കാം. അപ്പോ ഡിലൈഡ് ക്ലോഷർ ഓഫ് ഫോണ്ടനelle ഏത് കണ്ടീഷനിലാണ് വരുന്നത് വെച്ചാൽ കൺജനൈറ്റൽ ഹൈപ്പോതൈറോയിഡിസം, വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി, ഡൗൺ സിൻഡ്രോം, ഹൈഡ്രോസെഫാലസ്, ഇൻക്രീസ്ഡ് ഇൻട്രാക്രൈനിയൽ പ്രഷർ. നമുക്ക് ഇപ്പൊ ഒരു 2 months കഴിഞ്ഞ് അല്ലെങ്കിൽ 3 months 4 months ആയിട്ടും ഇപ്പം പോസ്റ്റീരിയർ ഫോണ്ടനelle ക്ലോസ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ട 2 ടെസ്റ്റുകൾ ഏതൊക്കെയാണ്? ഒന്ന് TSH, തൈറോയിഡും വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസിയും നമ്മൾ ചെക്ക് ചെയ്യണം. ഓക്കെ. ഇനി ഡെവലപ്മെന്റൽ, ഇപ്പൊ ഇത്രയും നേരം പറഞ്ഞത് ഗ്രോത്ത് ആണ്. ഇനി അടുത്ത് ഡെവലപ്മെന്റൽ മൈൽ സ്റ്റോൺസ് ആണ്. അപ്പൊ ഈ ഡെവലപ്മെന്റൽ മൈൽ സ്റ്റോൺസ് ക്വസ്റ്റ്യൻസിൽ ഫ്രീക്വന്റ്ലി ചോദിക്കുന്നതാണ് MCQ. അപ്പൊ ഏത് വേണോ ചോദിക്കാം. അപ്പൊ ഇതിൽ നമ്മൾ മെയിൻലി 4 areas ഓഫ് ഡെവലപ്മെന്റ് ആണ് ഉള്ളത്. ഒന്ന് ഗ്രോസ് മോട്ടോർ, ഫൈൻ മോട്ടോർ, ലാംഗ്വേജ്, സോഷ്യൽ ഡെവലപ്മെന്റ്. ഈ 4 areasലാണ് നമ്മൾ ഡെവലപ്മെന്റ് അസസ് ചെയ്യുന്നത്. ഓക്കെ. അപ്പൊ അതിൽ ഗ്രോസ് മോട്ടോർ എന്ന് പറഞ്ഞാൽ നമ്മുടെ മൂവ്മെന്റ്സ്, നമ്മൾ നോർമൽ ബോഡി, ഇത് 3 months ഹോൾഡ് ഹെഡ് സ്റ്റഡി, അതെല്ലാവർക്കും അറിയായിരിക്കും ഈ മൈൽ സ്റ്റോൺസ് ഒക്കെ. എന്നാലും ഒന്ന് ഓർത്ത് വെക്കാം. ചിലപ്പോൾ 4 months റോൾ ഫ്രം ഫ്രണ്ട് ടു ബാക്ക്, 6 months സിറ്റ്സ് വിത്ത് സപ്പോർട്ട്, 8 months സിറ്റ്സ് വിത്തൗട്ട് സപ്പോർട്ട്. അതൊക്കെ ചോദിക്കാറുണ്ട് കേട്ടോ. വിത്ത് സിറ്റ്സ് വിത്തൗട്ട് സപ്പോർട്ട് ഏത് മന്ത് ആണ് എന്നൊക്കെ ഉള്ളത്. 12 months സ്റ്റാൻഡ്സ് വാക്സ് വിത്ത് സപ്പോർട്ട്, 15 months വിത്തൗട്ട് സപ്പോർട്ട് വാക്ക് ചെയ്യും. 2 years walk upstairs 1 step at a time. 1 step at a time എന്ന് പറയുമ്പോൾ ആദ്യം കുട്ടികൾ കണ്ടിട്ടില്ലേ, ആദ്യം ഒരു കാലം ആദ്യം എടുത്തു വെക്കും, പിന്നെ രണ്ടാമത്തെ കാലം അതേ സ്റ്റെപ്പിലേക്ക് എടുത്തു വെക്കും, പിന്നെ അടുത്ത സ്റ്റെപ്പ് കയറുന്നത് ഒരെണ്ണം എടുത്തു വെക്കും, രണ്ടാമത്തത് അതിലേക്ക് എടുക്കും, അങ്ങനെ കയറുന്നതാണ് 2 years. 3 years ആകുമ്പോഴത്തേക്ക് മറ്റേ വലിയ ആൾക്കാരെ പോലെ ഓൾട്ടർനേറ്റ് ഫീറ്റിൽ കയറാൻ പഠിക്കും. ഇപ്പൊ 3 years പെഡൽസ് ട്രൈസൈക്കിൾ, അതൊരു ഇമ്പോർട്ടന്റ് മൈൽ സ്റ്റൈൽ ആണ്, അത് ചോദിക്കാറുണ്ട് എക്സാമിന്. 4 years ഹൂപ്സ് ഓൺ 1 foot, 1 foot ഇത് പഠിക്കും. 5 years സ്കിപ്പ്. അതിൽ 9 months ക്രോൾസ്, അതും ഒന്ന് ഇടയ്ക്ക് ചോദിക്കുന്ന ഒരു മൈൽ സ്റ്റോൺ ആണ് കേട്ടോ. ഇനി അതിൽ ഫൈൻ മോട്ടോറിൽ റിപ്പീറ്റഡ്ലി ചോദിക്കുന്ന ഒരു സാധനമാണ് പിൻസർ ഗ്രാബ്സ്. ഇപ്പൊ 6 months ട്രാൻസ്ഫർ ഒബ്ജക്ട് ഫ്രം ഹാൻഡ് ടു ഹാൻഡ്, ഒരു കയ്യിൽ നിന്ന് അടുത്ത കയ്യിലേക്ക് മാറ്റാൻ പഠിക്കും. 9 months ആകുമ്പോഴത്തേക്കാണ് പിൻസർ ഗ്രാസ്പ് ബിഗിൻ ചെയ്യുന്നത്. ഇപ്പൊ പിൻസർ ഗ്രാബ്സ് എന്താന്ന് വെച്ചാല്, നമുക്ക് ഈ ചെറിയ ചെറിയ ഒബ്ജക്ട്സ് ഹോൾഡ് വിത്ത് അവർ തമ്പ് ആൻഡ് ഇൻഡെക്സ് ഫിംഗർ, രണ്ട് ഇങ്ങനെ പെറുക്കി എടുക്കാന്ന് പറയില്ല. അപ്പൊ നമ്മുടെ തമ്പും ഇൻഡെക്സ് ഫിംഗറും കൊണ്ട് പെറുക്കി എടുക്കാൻ പഠിക്കുന്നത് 9 months സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോഴാണ് 9 months നമ്മൾ ഫിംഗർ ഫുഡ്സ് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് കൊടുക്കുന്നത്. അപ്പൊ പിൻസർ ഗ്രാഫ്സ് ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് ഫിംഗർ ഫുഡ് കൊടുക്കണം എന്ന് പറയും. 1 year ഒക്കെ ആകുമ്പോഴത്തേക്കും വെച്ചാൽ കൈ കൊണ്ട് ചെറുതായിട്ട് പെറുക്കി കഴിക്കാൻ പറ്റുന്ന ചെറിയ സാധനങ്ങൾ ഇങ്ങനെ പാത്രത്തിൽ ബോക്സിൽ ഇട്ട് കൊടുക്കും. ഓക്കെ. അപ്പൊ 12 months മെച്ചൂർ പിൻസർ ഗ്രാസ്പ്. അപ്പൊ ഇതിനകത്ത് നിന്ന് ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന ക്വസ്റ്റൻ അതാണ്, മോസ്റ്റ് ഇമ്പോർട്ടന്റ്. പിന്നെ ഈ ക്യൂബിന്റെ കണക്കുകളും ചോദിച്ചു കണ്ടിട്ടുണ്ട്. 18 months ബിൽഡ് ടവർ ഓഫ് 3 to 4 cube, 2 years 6 cube, 3 years 9 to 10 cubes. അപ്പൊ അതൊന്ന് ഓർത്ത് വെക്കണം, അത് പലയിടത്തും റിപ്പീറ്റഡ്ലി ചോദിക്കുന്നുണ്ട്. പിന്നെ ഇത് 2 years വെർട്ടിക്കൽ ലൈൻസ് ഡ്രോ ചെയ്യാൻ പഠിക്കും. 3 years ആകുമ്പോഴത്തേക്ക് സർക്കിൾ കംപ്ലീറ്റ് ആവണമെങ്കിൽ 3 years ആകണം. ഓക്കെ. 4 years കോപ്പീസ് ക്രോസ്, 5 years കോപ്പീസ് ട്രയാങ്കിൾ, സ്ക്വയർ. സോഷ്യൽ ഡെവലപ്മെന്റ് അതും ഇമ്പോർട്ടന്റ് ആണ്. സോഷ്യൽ സ്മൈൽ എപ്പോഴാന്നുള്ളത് റിപ്പീറ്റഡ്ലി ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. 2 months ആണ്. 9 months സ്ട്രേഞ്ചർ ആങ്സൈറ്റി, 12 months വേവ്സ് ബൈ ടാറ്റ, അതൊക്കെ പറയുന്നത്.
പിന്നെ പ്ലേ മീൻസ് അതർ സോഷ്യൽ ആക്ടിവിറ്റി വരുമ്പോൾ 2 ഇയറിൽ പാരലൽ പ്ലേ ആണ്. പാരലൽ പ്ലേ എന്ന് പറയുമ്പോൾ ഇപ്പോൾ 2-3 കുട്ടികളെ നമ്മൾ ഒരു റൂമിലാക്കി കഴിഞ്ഞാൽ അവർ തന്നെ അങ്ങ് കളിച്ചുകൊണ്ടിരിക്കും, മറ്റൊരിടത്ത് ഇന്ററാക്ട് ചെയ്യത്തില്ല, എല്ലാവരും അവരവരുടെ രീതിയിൽ അവർ കളിക്കും. അതാണ് പാരലൽ പ്ലേ എന്ന് പറയുന്നത്. 3 ഇയർ ആകുമ്പോൾ കുറച്ച് മറ്റവരടുത്ത് ഇന്ററാക്ട് ചെയ്തിട്ട് കളിക്കാൻ പഠിക്കും, കോപ്പറേറ്റീവ് പ്ലേ. 4 ഇയർ ആകുമ്പോൾ ഗ്രൂപ്പ് പ്ലേ പഠിക്കും. ഓക്കെ, ദെൻ കമ്മിങ് ടു ദ ലാംഗ്വേജ്. ലാംഗ്വേജ് നമുക്ക് എല്ലാവർക്കും അറിയായിരിക്കും, നമ്മൾ വീട്ടിലെ കുട്ടികളെ കാണുന്നതാണ്. എന്നാലും ഈ ചോദിക്കുന്ന ചിലപ്പോൾ ഇത് ചോദിക്കാറുണ്ട്. 2 ഇയറിൽ 2 വേർഡ് സെന്റൻസ്, അത് ഓർത്ത് വയ്ക്കുക. 3 ഇയറിൽ 3 വേർഡ് സെന്റൻസ്. Then growth is best assessed by serial weight measurement, serial length measurement, serial anthropometric measurements on a growth chart, developmental milestone. ഏതാ ആൻസർ വരുന്നത്? എങ്ങനെയാണ് നമ്മൾ അസസ് ചെയ്യുന്ന ഗ്രോത്ത്? സീരിയൽ ആൻസർ ഓപ്ഷൻ സി ആണ്, സീരിയൽ ആന്ത്രോപോമെട്രിക് മെഷർമെന്റ് ഓൺ എ ഗ്രോത്ത് ചാർട്ട്. അപ്പൊ നമ്മൾ ഗ്രോത്ത് ചാർട്ടിൽ സീരിയൽ ആയിട്ട് ഈ പറഞ്ഞ ആന്ത്രോപ്പോ ലെങ്ത്, ഹൈറ്റ്, ഹെഡ് സർക്കംഫറൻസ്, അതൊക്കെ അതിനാണ് ആന്ത്രോപ്പോമെട്രിക് മെഷേഴ്സ്. അത് സീരിയലി മെഷർ ചെയ്യും, എന്നിട്ട് അതൊരു ഗ്രോത്ത് ചാർട്ടിൽ പ്ലോട്ട് ചെയ്തിട്ടാണ് നമ്മൾ ഗ്രോത്ത് അസസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഗ്രോത്തിൽ മെയിൻ ഇനി ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണ് സ്റ്റണ്ടിങ്ങും വേസ്റ്റിങ്ങും. സ്റ്റണ്ടിങ് എന്ന് പറഞ്ഞാൽ ഹൈറ്റ് കുറയാന്നുള്ളതാണ്. അപ്പം നമ്മുടെ ഏജിന് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഹൈറ്റ് അറ്റൈൻ ചെയ്യുന്നില്ല, ലോ അല്ലെങ്കിൽ ഇനാഡിക്കേറ്റ് ഹൈറ്റ് ഫോർ ഏജ് ആണ്. ദാറ്റ് ഇസ് ഇൻഡിക്കേറ്റ് ക്രോണിക് മാൽന്യൂട്രീഷൻ. ഓക്കെ, അത് ഇമ്പോർട്ടന്റ് ആണ്, ക്രോണിക് മാൽന്യൂട്രീഷൻ. ദെൻ വേസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ലോ ഇനാഡിക്കേറ്റ് വെയിറ്റ് ഫോർ ഹൈറ്റ്, നമ്മുടെ ഹൈറ്റിനനുസരിച്ച് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള വെയിറ്റ് ഗെയിൻ ചെയ്യുന്നില്ല. അപ്പൊ ഹൈറ്റ് നോർമൽ ആയിട്ടുണ്ട്, അതെന്ന് പറയുമ്പോഴത്തേക്ക് അപ്പം ക്രോണിക് മാൽന്യൂട്രീഷൻ ഒന്നും ഇല്ല, കുഞ്ഞ് നോർമൽ ഗ്രോത്ത് അറ്റൈൻ ചെയ്ത് വന്നിട്ടുണ്ട്. ബട്ട് ആ സമയത്ത് എന്തോ ഒരു പ്രഷർ അല്ലെങ്കിൽ എന്തെങ്കിലും കാരണം കൊണ്ട് വെയിറ്റ് കുറഞ്ഞു പോകുന്നതാണ്. അപ്പോൾ അത് അക്യൂട്ട് മാൽന്യൂട്രീഷൻ ആണ്. അപ്പൊ അത് മേ ബി ഇപ്പൊ ഒരു ഡയറിയ അല്ലെങ്കിൽ റെക്കറന്റ് അപ്പർ റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ ഒക്കെ വന്നാൽ തന്നെ പെട്ടെന്ന് ഒരു വെയിറ്റ് ഗെയിൻ ചെയ്യാതെ താഴേക്ക് പോകും. അപ്പൊ അതാണ് ഇൻഡിക്കേറ്റ് അക്യൂട്ട് മാൽന്യൂട്രീഷൻ, അത് ഓർത്ത് വെക്കേണ്ടതാണ്. വേസ്റ്റിംഗ് ഇൻഡിക്കേറ്റ് അക്യൂട്ട് മാൽന്യൂട്രീഷൻ, സ്റ്റണ്ടിങ് ഇൻഡിക്കേറ്റ് ക്രോണിക് മാൽന്യൂട്രീഷൻ. ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മുടെ ഇപ്പൊ ഒരു റീസെന്റ് ചോദിച്ച എക്സാമിനുള്ള ക്വസ്റ്റ്യൻ ആണ്, നമുക്ക് അതിലേക്ക് പിന്നെ തിരിച്ചു വരാം. സിവിയർ അക്യൂട്ട് മാൽന്യൂട്രീഷൻ. സിവിയർ അക്യൂട്ട് മാൽന്യൂട്രീഷൻ എന്ന് പറഞ്ഞാൽ അതിന്റെ WHO ഈ ഒരു 3 ക്രൈറ്റീരിയാസ് ഉണ്ടെങ്കിലാണ് അതിനെ നമുക്ക് സിവിയർ അക്യൂട്ട് മാൽന്യൂട്രീഷൻ എന്ന് വിളിക്കുന്നത്. ഇപ്പൊ വെയിറ്റ് ഫോർ ഹൈറ്റ്, ലെങ്ത്. വെയിറ്റ് ഫോർ ഹൈറ്റ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞു, അതിന്റെ ലെസ് ദാൻ 3 സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആയിരിക്കണം. ഇവിടെ സ്റ്റണ്ടിങ് പറഞ്ഞില്ലേ, അവിടെ ഇതില് 2 സ്റ്റാൻഡേർഡ് ഡീവിയേഷന് താഴെ ആകുമ്പോഴാണ് നമ്മൾ സ്റ്റണ്ടിങ് പറയുന്നത്. അപ്പൊ 2 to 3 ആണെങ്കിൽ മോഡറേറ്റ് വേസ്റ്റിംഗ്, അതുപോലെ സ്റ്റണ്ടിങ്ങും 2 to 3 സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ മോഡറേറ്റ് വേസ്റ്റിംഗും, ലെസ് ദാൻ 3 ആണെങ്കിൽ സിവിയർ വേസ്റ്റിംഗ്, അതുപോലെ സ്റ്റണ്ടിങ്ങിൽ ലെസ് ദാൻ -3 വരുവാണെങ്കിൽ സിവിയർ സ്റ്റണ്ടിങ് ആണ്. അതാണ് എന്ന് പറഞ്ഞാൽ വെയിറ്റ് ഫോർ ഹൈറ്റ് എന്ന് പറയുന്നത് ലെസ് ദാൻ 3 സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആയിരിക്കണം. പിന്നെ മിഡ് അപ്പർ ആം സർക്കംഫറൻസ് എന്ന് പറയുമ്പോൾ ലെസ് ദാൻ 11.5, അത് 6 to 50 month ഓൾഡ് ചൈൽഡിലാണ് കേട്ടോ, ഒരു 4 വയസ്സ് വരെ. ദെൻ ബൈലാറ്ററൽ പിറ്റിംഗ് എഡിമ. പിറ്റിംഗ് എഡിമ ഇൻഡിക്കേറ്റ് പ്രോട്ടീൻ ഡെഫിഷ്യൻസി. ഇതാണ് സിവിയർ അക്യൂട്ട്, ഇത് ഇമ്പോർട്ടന്റ് ആണ്. സിവിയർ അക്യൂട്ട് മാൽന്യൂട്രീഷൻ എപ്പോഴും ചോദിക്കുന്നതാണ്. അപ്പൊ അതിന് കുറച്ച് സിംറ്റംസ് ഉണ്ട്, സിവിയർ വേസ്റ്റിംഗ്, മസിൽ ലോസ്, പൂർ അപ്പറ്റൈറ്റ് ഒക്കെ ഉണ്ടായിരിക്കും. Coming to this question regarding the assessment of growth and malnutrition in children, which of the following statement is correct? ഇതിപ്പോ നമ്മുടെ അസിസ്റ്റന്റ് പ്രൊഫസർ ക്വസ്റ്റ്യൻ ആണെന്ന് തോന്നുന്നുണ്ട്. ഇപ്പൊ വെയിറ്റ് ഫോർ ഏജ് ഇസ് ബെസ്റ്റ് ഇൻഡിക്കേറ്റർ ഫോർ സ്റ്റണ്ടിങ് ആൻഡ് റിഫ്ലെക്സ് ലോങ് ടേം ക്രോണിക് മാൽന്യൂട്രീഷൻ. അത് കറക്റ്റ് ആണോ? അത് വെയിറ്റ് ഫോർ ഏജ് നമ്മൾ നേരത്തെ അതെ ഹൈറ്റ് ഫോർ ഏജ്. അപ്പൊ അത് ഫാൾസ് ആണ്, അത് ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. ഇപ്പൊ വെയിറ്റ് ഫോർ ഹൈറ്റ്, ദാറ്റ് ഇസ് വേസ്റ്റിംഗ് ഇസ് സെൻസിറ്റീവ് ഇൻഡിക്കേറ്റർ ഓഫ് അക്യൂട്ട് മാൽന്യൂട്രീഷൻ ഓർ റിസൺ വെയിറ്റ് ലോസ്. അത് കറക്റ്റ് അല്ലേ? Then mid upper arm circumference less than 11.5 centimeter is used to identify severe acute malnutrition. Correct അല്ലേ? Correct. Yes. The main symptom of marasmus are wasting, liver enlargement, hypoalbuminemia, edema and steatosis. Correct ആണോ?
Incorrect. ഇൻകറക്റ്റ് ആണ്. ഓക്കെ, അല്ല. കറക്റ്റ് അല്ല. അപ്പൊ നമ്മുടെ ആൻസർ 2 and 3 ആണ് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്സ്. ഓക്കെ, പ്രോട്ടീൻ എനർജി മാൽന്യൂട്രീഷൻ. അതറിയാലോ, PMS സ്പെക്ട്രം ഓഫ് ഡിസീസ് ആണ്. അതിന്റെ ഒരെൻഡിൽ മെറാസ്മസും നെക്സ്റ്റ് എൻഡിൽ കോഷിയോർക്കർ ആണ്. അപ്പൊ മെറാസ്മസ് എന്ന് പറഞ്ഞാൽ മെയിൻലി കാലറി ഡെഫിഷ്യൻസി. പിന്നെ അങ്ങേ അറ്റത്ത് കോഷിയോർക്കർ എന്ന് പറഞ്ഞാൽ മെയിൻലി പ്രോട്ടീൻ ഡെഫിഷ്യൻസി. അപ്പൊ അതിന് കുറച്ച് ഡിഫറൻസ് ഉണ്ട്. അതും ഒരു ഹോട്ട് ടോപ്പിക് ആണ്, എപ്പോഴും ചോദിക്കാറുള്ളതാണ്. അപ്പൊ അതൊന്ന് കറക്റ്റ് ആയിട്ട് ഓർത്ത് വയ്ക്കാം. അപ്പൊ മറാസ്മസ് എന്ന് പറഞ്ഞാൽ ഇൻഫന്റ് അപ് ടു 1 year ഉള്ളവരൊക്കെയാണ് നമ്മുടെ 1 year ആണ് അത് എഫക്ട് ചെയ്യുന്നത്. കോഷിയോർക്കർ 1 to 5. അപ്പൊ ഇതിന്റെ മെറാസ്മസിന്റെ അപ്പിയറൻസ് സിവിയർ വേസ്റ്റിംഗ്, ഒരു ഓൾഡ് മാൻ അപ്പിയറൻസ് ആയിരിക്കും. അങ്ങനത്തെ ഒരു മങ്കി ലൈക്ക് ഫേഷ്യസ്. ഈ കോഷിയോർക്കറിലാണെങ്കിൽ എഡിമയാണ് മെയിൻ പ്രിഡോമിനന്റ് സിംറ്റം. എഡിമ ഓഫ് ദ ഫേസ്, എഡിമ ഓഫ് ദ ലെഗ്സ് ഒക്കെ ഉണ്ടാവും. അപ്പോ ബോഡി വെയിറ്റ് റിലേറ്റീവ്ലി പ്രിസർവ്ഡ് ആയിരിക്കും ബിക്കോസ് ഓഫ് ദിസ് എഡിമ. ഇപ്പോൾ മെറാസ്മസിൽ സിവിയർ മസിൽ വേസ്റ്റിംഗ് ഉണ്ടാവും, കോഷിയോർക്കറിൽ മസിൽ വേസ്റ്റിംഗ് ഉണ്ടാവും, പക്ഷെ അത്ര എവിഡന്റ് ആയിരിക്കത്തില്ല. ഇപ്പോൾ മെറാസ്മസിൽ റെഡ്യൂസ്ഡ് സബ്ക്യൂട്ടേനിയസ് ഫാറ്റ് സിവിയർലി ലോസ്റ്റ് ആയിരിക്കും, മറ്റേ കോഷിയോർക്കറിൽ അത്രയ്ക്കും ലോസ്റ്റ് ആയിരിക്കത്തില്ല. ഇപ്പൊ മെറാസ്മസിൽ ഹെയറും സ്കിന്നും ഒക്കെ നോർമൽ ആയിരിക്കും. മെന്റൽ സ്റ്റാറ്റസും മെറാസ്മസിൽ കുട്ടി അലേർട്ട് ആയിരിക്കും. അത്രയും വേസ്റ്റിങ്ങും ഇതുമൊക്കെ ഉണ്ടെങ്കിലും മെന്റൽ ക്ലിയർ ആയിരിക്കും, അലേർട്ട് ആയിരിക്കും. ഇൻ കോഷിയോർക്കറിലേക്ക് വന്ന ഹെയർ ചേഞ്ചസ് പ്രോമിനന്റ് ആണ്. അതിൽ ഈസിലി പ്ലക്കബിൾ ഡീപിഗ്മെന്റഡ് ഹെയർ ആയിരിക്കും. പിന്നെ ബോഡി നോക്കുമ്പോൾ തന്നെ അതിൽ ഫ്ലേക്കി പെയിൻ ഡെർമറ്റോസിസ് ഉണ്ടാവും, അത് ചോദിക്കാറുണ്ട് സ്ഥിരമായിട്ട്. പിന്നെ സ്ഥിരം ചോദിക്കുന്നതാണ് ഫാറ്റി ലിവർ. ഫാറ്റി ലിവർ ഏതാ പ്രസന്റ്? കോഷിയോർക്കറിൽ ലിവറിൽ ഫാറ്റ് ഡെപ്പോസിഷൻ ഉണ്ടാവും. പിന്നെ കുറച്ച് നിയോനാറ്റൽ റിഫ്ലെക്സസ് ഇമ്പോർട്ടന്റ് ആണ്. അതിൽ മോറോ റിഫ്ലെക്സും അസിമെട്രിക് ടോണിക് നെക്ക് റിഫ്ലെക്സും ഒക്കെ കുറച്ച് ചോദിക്കാറുണ്ട്. ഇപ്പൊ ഇതെല്ലാം നിയോനാറ്റൽ റിഫ്ലെക്സ് എന്ന് പറയുമ്പോൾ കുഞ്ഞ് ജനിക്കുമ്പോൾ ഉണ്ടാകുന്ന കുറച്ച് റിഫ്ലെക്സുകളാണ്. അത് കുറച്ച് കഴിയുമ്പോൾ ഒരു 4 to 6 months ഓരോന്നും എപ്പോഴാണ് എബോളിഷ് ചെയ്യുന്നതെന്നും ചില സമയത്ത് ചോദിക്കാറുണ്ട്. അത് അത്ര ഇമ്പോർട്ടന്റ് അല്ല. എന്തായാലും മോറോ റിഫ്ലെക്സ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അതിന്റെ കമ്പോണൻസും ചിലപ്പോൾ ചോദിക്കും. അപ്പൊ എന്താ വെച്ചാൽ സഡൻ ലോസ് ഓഫ് സപ്പോർട്ട്. ചെറിയ കുട്ടികളുണ്ടെങ്കിൽ നോക്കിയാൽ മതി, ചെറുതായിട്ട് നമ്മൾ താഴെ ഇടാൻ പോകുന്ന പോലെ ഒരു ആക്ഷൻ ഇങ്ങനെ കാണിക്കുമ്പോൾ പെട്ടെന്ന് സ്റ്റാർട്ട് കഴിഞ്ഞിട്ടും, എന്നിട്ട് ആം സബ്ഡക്ട് ആൻഡ് എക്സ്റ്റെൻഡ്, കാലും കൈയും അങ്ങ് എക്സ്റ്റെൻഡ് ചെയ്ത് നിവർത്തി പിടിക്കും, എന്നിട്ട് പെട്ടെന്ന് ഫ്ലെക്സ് ചെയ്യും. അതാണ് മോറോ റിഫ്ലെക്സ്. ഡിസപ്പിയേഴ്സ് ബൈ 4 to 6 months. റൂട്ടിംഗ് റിഫ്ലെക്സ് അറിയാം, നമ്മൾ ചെറുതായിട്ട് ചീക്കിലൊക്കെ ഒന്ന് തൊട്ട് കൊടുക്കുമ്പോഴത്തേക്ക് ഒരു റൂട്ടിംഗ് ഉണ്ടാകും. ഇപ്പൊ 4 months ഇങ്ങനെ ആ സൈഡിലേക്ക് പെട്ടെന്ന് തിരിഞ്ഞു വരും എവിടെയാണോ തൊടുന്നത്. സക്കിംഗ് റിഫ്ലെക്സ് നമ്മൾ ചെറുതായിട്ട് ടങ്ങിലോ അവിടെ എവിടെയെങ്കിലും ടച്ച് ചെയ്യുമ്പോൾ സക്ക് ചെയ്യും. പാമാർ ഗ്രാസ്പ്, പാമിൽ ടച്ച് ചെയ്യുമ്പോൾ നമ്മുടെ കൈ എന്തുകൊണ്ടാണോ ടച്ച് ചെയ്യുന്നത് അത് ഗ്രാസ്പ് ചെയ്യും. അതാണ് എസിമെട്രിക് ടോണിക് നെക്ക് റിഫ്ലെക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ തല ഏതെങ്കിലും ഒരു സൈഡിലേക്ക് തിരിക്കുമ്പോൾ ആ സൈഡിലുള്ള ഫേസ് ഏത് സൈഡിലാണോ വരുന്നത് ആ സൈഡിലുള്ള കൈയും കാലും എക്സ്റ്റെൻഡ് ആവും, ഓപ്പോസിറ്റ് സൈഡിലുള്ള കൈയും കാലും ഫ്ലെക്സ് ആവും. ഓക്കെ, സ്റ്റെപ്പിംഗ് റിഫ്ലെക്സ് അറിയാലോ, നമ്മൾ 2 മാസം വരെ എടുത്ത് ഇങ്ങനെ മുകളിലേക്ക് നിർത്താൻ ശ്രമിക്കുമ്പോൾ താഴെ സ്റ്റെപ്പ് ചെയ്യും. ഓക്കെ, അതർ ടോപ്പിക്സ് ഇൻ പീഡിയാട്രിക്സ് എന്ന് പറയുമ്പോൾ ജനറൽ പീഡിയാട്രിക്സിൽ ആണ് ഇപ്പം നമ്മൾ കഴിഞ്ഞത്. പിന്നെ നിയോനറ്റോളജിയിൽ നമ്മൾ അപ്വാർ സ്കോർ നോക്കണം. കർണിക്ടറസ് കുറച്ച് ഇമ്പോർട്ടന്റ് ആണ്, അത് നോക്കി വെക്കണം, അതിന്റെ ലെവല്, പിന്നെ അതിന്റെ ബേസൽ ഗാംഗ്ലിയ സ്റ്റെയിനിങ് അതൊക്കെ നോക്കണം. പിന്നെ ബാക്കിയുള്ള ഇമ്മ്യൂണൈസേഷൻ ഒക്കെ നമുക്ക് SPM കിട്ടുന്നതാണ്. പീഡിയാട്രിക് ഇൻഫെക്ഷൻസ് എല്ലാം മെഡിസിനിൽ പഠിക്കും. ഇപ്പൊ സിസ്റ്റമിക്കില് ഓരോന്നിലും ചിലപ്പോൾ ഇപ്പൊ ന്യൂറോയില് ഫെബ്രൈൽ ഇൽനെസ്, കൺജനൈറ്റൽ CVS കൺജനൈറ്റൽ ഹാർട്ട് ഡിസീസ്, കിഡ്നിയിൽ നെഫ്രോട്ടിക് സിൻഡ്രോം, ഇതൊക്കെ അതിനകത്ത് തന്നെ പഠിക്കും. പിന്നെ ജനറൽ ആൻഡ് മെറ്റബോളിക് ഡിസോർഡേഴ്സ് ഉണ്ട്. അത് മെറ്റബോളിക് എന്ന് പറയുമ്പോൾ ഫിനൈൽ കീറ്റോണൂറിയ ഒക്കെ ബയോകെമിസ്ട്രിയിൽ കിട്ടുന്നതാണ്. പിന്നെ അനൂപ്ലോയിഡി, ഡൗൺ സിൻഡ്രോം, അതൊക്കെ അതിന്റെ ഫീച്ചേഴ്സ് ഒക്കെ പഠിച്ചു വെക്കാം. ഓക്കെ, ദെൻ ഗോയിങ് ടു സൈക്യാട്രി. സൈക്യാട്രിയിൽ മെയിൻ ആയിട്ട് നമുക്ക് ആ ഒരു ക്ലാസിഫിക്കേഷൻ DSM ക്ലാസിഫിക്കേഷൻ എന്നുള്ളതാണ് മെയിൻ ആയിട്ട്. നമ്മൾ അതിന്റെ ആ ഒരു ഡിവിഷൻ ഒന്ന് നോക്കി വെച്ചാൽ മാത്രം മതിയാവും. ഓക്കെ, അപ്പൊ ഈ DSM ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഡയഗ്നോസ്റ്റിക് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ മാനുവൽ ഓഫ് മെന്റൽ ഡിസോർഡർ ആണ്. അതൊരു മാനുവൽ പബ്ലിഷ്ഡ് ബൈ അമേരിക്കൻ സൈക്യാട്രിക് അസോസിയേഷൻ പബ്ലിഷ് ചെയ്യുന്ന ഒരു മാനുവൽ ആണ്. അപ്പൊ നമ്മള് വേൾഡ് വൈഡ് അതിനകത്തുള്ള ഡയഗ്നോസ്റ്റിക് ക്രൈറ്റീരിയ അല്ലെങ്കിൽ മാനേജ്മെന്റ് ഗൈഡ് ലൈൻസ് ആണ് ഫോളോ ചെയ്യുന്നത്.
ഇപ്പത്തെ ലാസ്റ്റ് ഇപ്പൊ നമ്മൾ ഫോളോ ചെയ്യുന്ന DSM-5 ആണ്. അത് 2013 വന്നതാണ്. പിന്നെ അത് 2022 ഒന്ന് റിവൈസ് ചെയ്തിട്ടുണ്ട്. അപ്പം പഴയ DSM-ലൊക്കെ കുറച്ച് ക്ലാസിഫിക്കേഷൻ വേറെ ആയിരുന്നു. പക്ഷെ ഈ DSM-5 മുതൽ ഓൾ മെന്റൽ ഡിസോർഡറിനെ 20 ഡയഗ്നോസ്റ്റിക് കാറ്റഗറീസ് ആയിട്ട് അവർ തിരിച്ചിട്ടുണ്ട്. അപ്പൊ അതിൽ ഞാൻ എല്ലാം ഒന്നും ഇതിൽ എഴുതിയിട്ടില്ല. അപ്പൊ ബാക്കി ആ 20 എണ്ണം ഒന്ന് നോക്കി വെക്കണം. അപ്പൊ അതിൽ ചിലപ്പോൾ ഈ DSM-ൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നൊക്കെ തന്നെ MCQs ആയിട്ട് ചോദിക്കുന്നുണ്ട്. അപ്പൊ അതിൽ ഒന്നാമത്തെ ന്യൂറോ ഡെവലപ്മെന്റൽ ഡിസോർഡേഴ്സ് ആണ്. രണ്ടാമത്തെ ഷിസോഫ്രീനിയ സ്പെക്ട്രം ഡിസോർഡേഴ്സ്, ദെൻ ബൈപോളാർ ആൻഡ് റിലേറ്റഡ് ഡിസീസ്, ഡിപ്രസീവ് ഡിസോർഡേഴ്സ്, anxiety disorders, obsessive compulsive disorders, trauma and stress related disorders, eating disorder, personality. ഇനിയും കുറച്ചെണ്ണം ഉണ്ട്. ഞാനൊരു 10 എണ്ണമാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഇപ്പൊ ന്യൂറോ ഡെവലപ്മെന്റിൽ എന്തൊക്കെയാ വരുന്നത്? ഇന്റലക്ച്വൽ ഡിസബിലിറ്റി. അപ്പൊ അതിൽ IQ, നോർമൽ IQ ഒക്കെ നോക്കി വെക്കണം കേട്ടോ. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എഴുതിയിട്ടില്ല. പക്ഷെ നമ്മൾ നോർമൽ IQ വരെ ചിലപ്പോൾ സിമ്പിൾ ക്വസ്റ്റ്യൻസ് ഒക്കെ അതുവരെ ചോദിക്കാറുണ്ട്. ഇപ്പൊ ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡേഴ്സ്, ADHD. ഇപ്പൊ റീസെന്റ് ക്വസ്റ്റ്യൻസിലൊക്കെ ഈ ഓട്ടിസത്തിന്റെ ഫീച്ചേഴ്സും ADHD ഫീച്ചേഴ്സും ഒക്കെ കാണുന്നുണ്ട്. അപ്പൊ അതും ഒന്ന് നോക്കി വെക്കണേ. ലേണിംഗ് ഡിസോർഡേഴ്സ്, ഇതാണ് ന്യൂറോ ഡെവലപ്മെന്റില്. പിന്നെ ഷിസോഫ്രീനിയ സ്പെക്ട്രം. ഷിസോഫ്രീനിയം, ഷിസോ എഫക്റ്റീവ് ഡിസോർഡറും ഡെലൂഷണൽ ഡിസോർഡേഴ്സ് ഒക്കെയാണ് അതിന്റെ അണ്ടറിൽ വരുന്നത്. അപ്പൊ ഇതിനകത്ത് ഈ ഷിസോഫ്രീനിയയിലെ എല്ലാ പോസിറ്റീവ് സിംറ്റംസും അതുപോലെ നെഗറ്റീവ് സിംറ്റംസും പിന്നെ നമ്മുടെ ഈ ഫസ്റ്റ് റാങ്ക് സിംറ്റംസും ഒക്കെ പഠിച്ചു വെക്കണം കേട്ടോ. അതെല്ലാം ഒന്ന് ഓർത്ത് വെക്കണം. അത് ചിലപ്പോൾ ചോദിക്കും വിച്ച് വൺ ഈസ് പോസിറ്റീവ് സിംറ്റം, നെഗറ്റീവ് സിംറ്റം എന്നൊക്കെ. അപ്പൊ അതിന്റെ മോസ്റ്റ് ക്യാരക്ടറിസ്റ്റിക് ഷിസോഫ്രീനിയയുടെ സിംറ്റം എന്ന് വെച്ചാൽ ഡെലൂഷൻസ് ആണ്. ഡെലൂഷനിൽ തന്നെ മോസ്റ്റ് കോമൺ ഡെലൂഷൻ പെർസിക്യൂട്ടറി ഡെലൂഷൻ ആണ്. പിന്നെ ഹാലൂസിനേഷനിൽ ഇത് ചോദിക്കാറുണ്ട്. മോസ്റ്റ് കോമൺ ഹാലൂസിനേഷൻ ഏതാണ്? അത് ഓഡിറ്ററി ഹാലൂസിനേഷൻ ആണ്. അപ്പം പോസിറ്റീവ് സിംറ്റംസ് ഏതൊക്കെയാണ്? ഡെലൂഷൻ, ഹാലൂസിനേഷൻ, ഡിസോർഗനൈസ്ഡ് സ്പീച്ച് ആൻഡ് ഡിസോർഗനൈസ്ഡ് ബിഹേവിയർ. അപ്പൊ അതിൽ കാറ്ററ്റോണിക് ബിഹേവിയർ, ഡിഫറെന്റ് പോസ്ചർ ഒക്കെ അറ്റൈൻ ചെയ്യുന്ന കാറ്ററ്റോണിക്, അതൊക്കെ ഉണ്ട്. ഷിസോഫ്രീനിയ വെരി ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ നമ്മൾ സൈക്കാട്രിസ്റ്റിന് ചോദിക്കുന്നെങ്കിൽ ഒന്നുകിൽ മേജർ ഡിപ്രഷൻ അല്ലെങ്കിൽ ഷിസോഫ്രീനിയ, ഇതിന്നൊക്കെ ആയിരിക്കും കൂടുതൽ ക്വസ്റ്റ്യൻ വരിക. ഇപ്പൊ നെഗറ്റീവ് സിംറ്റംസ് ഒരു 5A ആണ്. അൺഹിഡോണിയ, എഫക്റ്റീവ് ഫ്ലാറ്റനിങ്, അസോസിയേറ്റ്, അതൊക്കെ ഒന്ന് നോക്കി വെച്ചാൽ മതി കേട്ടോ. അപ്പൊ ഇതിന്റെ ഡയഗ്നോസിസ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇതിൽ ഏതെങ്കിലും എനി ഓഫ് ദ ഈ ഡെലൂഷൻ അല്ലെങ്കിൽ ഈ പോസിറ്റീവ് സിംറ്റം അല്ലെങ്കിൽ നെഗറ്റീവ് സിംറ്റംസ് എന്ന് ഏതെങ്കിലും 2 സിംറ്റംസ് പ്ലസ് ഫങ്ഷണൽ ഡിറ്റീരിയോറേഷൻ, നമ്മുടെ എന്ന് വെച്ചാൽ നമ്മുടെ നോർമൽ വർക്ക്, എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ നമ്മുടെ ഒക്കുപേഷൻ ഒന്നും കണ്ടിന്യൂ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ, അത് പെർസിസ്റ്റിംഗ് ഫോർ മോർ ദാൻ 6 months. അപ്പൊ അതാണ് അതിന്റെ ഷിസോഫ്രീനിയയുടെ ഡയഗ്നോസ്റ്റിക് ക്രൈറ്റീരിയ. ഈ പോസിറ്റീവ് സിംറ്റം, നെഗറ്റീവ് സിംറ്റം ഏതെങ്കിലും 2 സിംറ്റംസ് മോർ ദാൻ 6 months. അപ്പൊ അതിൽ 1 to 6 months, 6 months കുറവാണെങ്കിൽ നമ്മൾ തന്നെ ഷിസോഫ്രീനിഫോൺ ഡിസോർഡർ എന്ന് പറയും. ലെസ് ദാൻ 1 month ആണെങ്കിൽ ബ്രീഫ് സൈക്യാട്രിക് ഡിസോർഡർ എന്ന് പറയും. ഓക്കെ. ദെൻ ഈ ഫസ്റ്റ് റാങ്ക് സിംറ്റംസ് ഓർത്ത് വെക്കണം. തോട്ട് ഇൻസെഷൻ, തോട്ട് വിത്ഡ്രോവൽ, ബ്രോഡ്കാസ്റ്റിംഗ്, ദെൻ പാസിവിറ്റി ഫെനോമന, ഡെലൂഷണൽ പെർസെപ്ഷൻ, ഇതൊക്കെ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. ഇതെന്താണെന്നും ചിലപ്പോൾ ചോദിക്കാറുണ്ട്, എന്താ തോട്ട് വിത്ഡ്രോവൽ അങ്ങനെയൊക്കെ. ദെൻ ബൈപോളാർ ആൻഡ് റിലേറ്റഡ് ഡിസോർഡർ. ബൈപോളാർ അറിയാലോ നമുക്ക്. ഇറ്റ് ഈസ് എ മൂഡ് ഡിസോർഡർ ആണ്. ക്യാരക്ടറൈസ്ഡ് ബൈ എപ്പിസോഡ്സ് ഓഫ് മാനിയ ഓർ ഹൈപ്പോമാനിയ. ഒന്നുകിൽ മാനിയ അല്ലെങ്കിൽ ഹൈപ്പോമാനിയ, ഓൾട്ടർനേറ്റിംഗ് വിത്ത് ഡിപ്രഷൻ. ഇപ്പൊ ഇടയ്ക്ക് മാനിയയുടെ എപ്പിസോഡ് വരും, പിന്നെ അത് കഴിഞ്ഞിട്ട് ഡിപ്രഷന്റെ എപ്പിസോഡ്. അപ്പൊ അത് മാറി മാറി വരുന്നതിനാണ് ബൈപോളാർ എന്ന് പറയുന്നത്. 2 എക്സ്ട്രീംസ് വരുന്നതാണ്. അപ്പൊ അത് ബൈപോളാർ 1 ഉണ്ട്. അതിനകത്ത് ഒരു മാനിക് എപ്പിസോഡെങ്കിലും വേണം, എന്നാലേ നമുക്ക് ബൈപോളാർ 1 ക്ലാസിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. ബൈപോളാർ 2 എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു ഹൈപ്പോമാനിയാക് എപ്പിസോഡ്സ് മതി, പ്ലസ് മേജർ ഡിപ്രഷനും കൂടെ വേണം. ഇപ്പൊ സൈക്ലോതൈമിക് ഡിസോർഡർ എന്ന് പറയുമ്പോഴത്തേക്ക് ഈ ഹൈപ്പോമാനിക്കും ഡിപ്രസീവ് സിംറ്റംസ് ഇതുപോലെ തന്നെ ഓൾട്ടർനേറ്റീവ് ആയിട്ടുണ്ട്. ബട്ട് നമ്മുടെ ശരിക്കും ബൈപോളാർ എന്ന് പറയാനുള്ള ഒരു ക്രൈറ്റീരിയ മീറ്റ് ചെയ്യുന്നുമില്ല. അങ്ങനത്തെ ഒരു ഇതിനെ നമ്മൾ സൈക്ലോതൈമിക് ഡിസോർഡർ എന്ന് വിളിക്കും. ഇതെല്ലാവർക്കും അറിയാം. സിംറ്റംസ് ഓഫ് മാനിയ ആൻഡ് ഡിപ്രഷൻ എന്ന് പറയുന്നത് ഇതൊക്കെ ചോദിക്കാറുണ്ട് കേട്ടോ. ഇതിൽ പ്രത്യേകിച്ച് അൺഹിഡോണിയ. അപ്പൊ ഈ ഡിപ്രഷന്റെ
മെയിൻ കോർ സിംറ്റം ഏതാന്ന് ചോദിക്കാറുണ്ട്. അത് പെർസിസ്റ്റന്റ് ലോ മൂഡും അൺഹിഡോണിയാണ്, ലോസ് ഓഫ് പ്ലഷർ. ഓക്കെ, മാനിയ എന്തൊക്കെ ഉണ്ടാവും? എലിവേറ്റഡ് മൂഡ്, ഇൻക്രീസ്ഡ് എനർജി ഓർ ആക്ടിവിറ്റി ഉണ്ടാവും, റെഡ്യൂസ്ഡ് നീഡ് ഫോർ സ്ലീപ്പ്, ഫ്ലൈറ്റ് ഓഫ് ഐഡിയാസ്, എപ്പോഴും ഒരു ഐഡിയന്ന് വേറൊരു ഐഡിയ. ഇപ്പോൾ ഒരു തോട്ട് മൈൻഡ് വരുമ്പോൾ അത് നിർത്തിയിട്ട് പെട്ടെന്ന് അടുത്തൊരു തോട്ടിലേക്ക്, അല്ലെങ്കിൽ നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു കാര്യം പറഞ്ഞുകൊണ്ടിരിക്കും, ഒരു വിത്തിൻ 2-3 മിനിറ്റ്സ് കഴിയുമ്പോൾ നെക്സ്റ്റ് ഉടനെ അടുത്ത ടോപ്പിക് അങ്ങനെ അങ്ങനെ ചാടി ചാടി പോകും. അതാണ് ഫ്ലൈറ്റ് ഓഫ് ഐഡിയ. പിന്നെ ഇൻക്രീസ്ഡ് സെൽഫ് കോൺഫിഡൻസ് ആയിരിക്കും. പിന്നെ റിസ്കി ബിഹേവിയർ, എന്ത് റിസ്ക് വേണോ എടുക്കാൻ തയ്യാറായിരിക്കും. ഡിസ്ഇൻഹിബിഷൻ ആണ്. ഇൻഹിബിഷൻ എന്ന് പറയുന്ന ഒരു കാര്യം ഉണ്ടാവില്ല അവർക്ക്. ഇൻക്രീസ്ഡ് സോഷ്യബിലിറ്റി, സെക്ഷൽ ആക്ടിവിറ്റി. ദെൻ ഇൻ സിവിയർ കേസസിൽ പോകുമ്പോൾ സൈക്കോട്ടിക് സിംറ്റംസും ഉണ്ടാവും. ഇതൊക്കെ മാനിയഡ് സിംറ്റംസ് ആണ്. ഡിപ്രഷന്റെ മെയിൻ സിംറ്റം പെർസിസ്റ്റന്റ് ലോ മൂഡും അൺഹിഡോണിയാണ്. പിന്നെ ഈ മാനിയയുടെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. പിന്നെ സൂയിസൈഡൽ തോട്ട്സും ഉണ്ടാവും. ദെൻ ബൈപോളാർ കഴിഞ്ഞിട്ട് ഇത് ഡിപ്രഷൻ, മേജർ ഡിപ്രസീവ് ഡിസോർഡർ. അതും മൂഡ് ഡിസോർഡർ ആണ്. മൂഡ് ഡിസോർഡറിൽ രണ്ടെണ്ണാണുള്ളത്, ഡിപ്രസീവ് മേജർ ഡിപ്രസീവ് ഡിസോർഡറും ബൈപോളാറും. ഇപ്പൊ മേജർ ഡിപ്രസീവ് ഡിസോർഡർ എന്ന് പറയുന്നെങ്കിൽ നമ്മൾ ഡിപ്രഷന്റെ മോർ ദാൻ 5 സിംറ്റംസ് ഫോർ അറ്റ്ലീസ്റ്റ് 2 വീക്സ് വിത്ത് ഫങ്ഷണൽ ഇമ്പയർമെന്റ്. ഓക്കെ, ഇപ്പൊ നമുക്ക് മേജർ ഡിപ്രഷൻ എന്ന് പറയണമെങ്കിൽ നമ്മൾ ഇപ്പൊ പറഞ്ഞില്ലേ ഡിപ്രഷന്റെ സിംറ്റംസ്, അതിൽ ഏതെങ്കിലും 5 എണ്ണത്തിന് മുകളിൽ ഒരു 2 വീക്സിന് മുകളിൽ പെർസിസ്റ്റന്റ് ആയിരിക്കണം. ഓക്കെ, ഇപ്പൊ കോർ സിംറ്റം ഓഫ് ഡിപ്രഷൻ ഏതാണ്? ഡിപ്രസ്ഡ് മൂഡും അൺഹിഡോണിയാണ്. പെർസിസ്റ്റന്റ് ഡിപ്രസീവ് ഡിസോർഡർ എന്ന് പറഞ്ഞാൽ ഈ ഡിപ്രസീവ് സിംറ്റംസ് ഒരു കുറഞ്ഞ അളവിൽ, അപ്പൊ മേജർ ഡിപ്രഷന്റെ അത്രയും അളവിൽ ഉണ്ടാവില്ല, ഒരു കുറഞ്ഞ അളവിൽ സിവിയർ ആയിട്ട് പെർസിസ്റ്റ് ചെയ്യും മോർ ദാൻ 2 ഇയേഴ്സ്. മോസ്റ്റ് ഇമ്പോർട്ടന്റ് റിസ്ക് ഫാക്ടർ ഫോർ സൂയിസൈഡ്, അതിപ്പോ റീസെന്റ് ഒരു മെഡിക്കൽ ഓഫീസർ ടെസ്റ്റിലാണെന്ന് തോന്നുന്നു ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇമ്പോർട്ടന്റ് റിസ്ക് ഫാക്ടർ ഫോർ സൂയിസൈഡ് ഡിപ്രഷൻ ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ് റിസ്ക് ഫാക്ടർ. Then anxiety disorders. Which one of the following is not associated with generalized anxiety? Okay, A, difficulty in concentrating, excessive worry about things and difficulty to control, muscle tension, flight of ideas. ഏതാണ്? ഇതിനകത്ത് ഡിഫിക്കൽട്ടി ഇൻ കോൺസെൻട്രേറ്റിംഗ് അതൊക്കെ ഉണ്ടാവും. അപ്പൊ ഇതില് നമുക്ക് ഇതിനകത്ത് ഫിറ്റ് ആവാത്ത ഫ്ലൈറ്റ് ഓഫ് ഐഡിയ ആണ്. ഫ്ലൈറ്റ് ഓഫ് ഐഡിയ ഇസ് എ സിംറ്റം ഓഫ് മാനിയ. അപ്പൊ അത് ആങ്സൈറ്റി ഡിസോർഡർ, ആങ്സൈറ്റി എന്ന് പറഞ്ഞാൽ ന്യൂറോസിസ് ആണ്, അത്ര സൈക്കോസിന്റെ അത്രയൊന്നും ഇല്ല. അപ്പൊ ഈ ഫ്ലൈറ്റ് ഓഫ് ഐഡിയാസ് അതിൽ ഉണ്ടാവില്ല. അപ്പൊ ബാക്കി എല്ലാ സിംറ്റമും നമ്മുടെ ആങ്സൈറ്റി ഡിസോർഡറിന്റെ സിംറ്റംസ് ആണ്. അപ്പൊ അത് ഇങ്ങനെ ചോദിക്കാറുണ്ട്. ഇപ്പൊ ജനറലൈസ്ഡ് ആങ്സൈറ്റി ഡിസോർഡറിൽ മെയിൻ ആയിട്ട് നമ്മൾ അറിയേണ്ട സൈക്കോളജിക്കൽ സിംറ്റം ഉണ്ടാവും, അതിന്റെ ഒപ്പം തന്നെ ഫിസിക്കൽ സിംറ്റംസും ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ജനറലൈസ്ഡ് ആങ്സൈറ്റി ഡിസോർഡർ പ്രസന്റ് വിത്ത് പെർസിസ്റ്റന്റ് എക്സസീവ് ആങ്സൈറ്റി ആൻഡ് വറി accompanied by both psychological and physical symptom. അപ്പൊ ഇത് ഇങ്ങനെ റിപ്പീറ്റഡ്ലി ചോദിക്കാറുണ്ട് കേട്ടോ, വിച്ച് വൺ ഇസ് നോട്ട് പ്രസന്റ് ഇൻ ജനറൽ ആങ്സൈറ്റി എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അതിൽ സൈക്കോളജിക്കൽ സിംറ്റം നമ്മൾ അറിയണം, ഫിസിക്കൽ സിംറ്റംസും അറിയണം. ഓക്കെ, ഡിഫിക്കൽട്ടി കൺട്രോളിങ് വറി, ഫീലിംഗ് റെസ്റ്റ്ലെസ്നെസ്, ദാറ്റ് ഇസ് ഓൾവേസ് കോൺസ്റ്റന്റ്ലി ഫീലിംഗ് ഓൺ എഡ്ജ്, എന്നുവെച്ചാൽ എപ്പോഴും റെസ്റ്റ്ലെസ് ആണ്, അങ്ങനത്തെ ഒരു ഫീലിംഗ് ഉണ്ടാവും. പിന്നെ കോൺസെൻട്രേഷൻ ഡിഫിക്കൽട്ടി ഉണ്ടാവും. പിന്നെ എപ്പോഴും എന്തോ വരാൻ പോകുന്നുണ്ട് എന്നുള്ള ഒരു ഇംപെൻഡിങ് ഫീലിംഗ് ഓഫ് ബാഡ് ഇഫക്റ്റ്, ഫീലിംഗ് ഓഫ് ഇംപെൻഡിങ് ബാഡ് ഇവന്റ്. ഓക്കെ, പിന്നെ സ്ലീപ്പ് ഡിസ്റ്റർബൻസസ്. Then physical symptoms include palpitations, fatigue, tremor, dry mouth, dizziness, shortness of breath, muscle tension, then headache, GI discomfort, that is loose stools, അങ്ങനെയൊക്കെ വരാം. Okay, then obsessive compulsive disorder. അപ്പൊ ഇത് നമുക്ക് എല്ലാവർക്കും അറിയാം. അതിനകത്തൊരു 2 പാർട്ടുണ്ട്, ഒബ്സഷനും കമ്പൾഷനും. ഒബ്സഷൻ എന്ന് പറഞ്ഞാൽ ഒരു റെക്കറന്റ് അൺവാണ്ടഡ് തോട്ട്, അല്ലെങ്കിൽ ഒരു ഇമേജ് ഓർ അർജ്, അല്ലെങ്കിൽ എന്തെങ്കിലും നമുക്കൊരു തോട്ട് അതിങ്ങനെ റെക്കറന്റ് ആയിട്ട് അൺവാണ്ടഡ് ആണെന്ന് അറിയാമെങ്കിൽ അത് റെക്കറന്റ് ആയിട്ട് മൈൻഡിൽ വന്നുകൊണ്ടേയിരിക്കും. അതിൽ മോസ്റ്റ് കോമൺ ഒബ്സഷൻ എന്ന് പറയുന്നത് എല്ലാവർക്കും കാണുന്ന ഫിയർ ഓഫ് കണ്ടാമിനേഷൻ ആണ്. പിന്നെ ഡൗട്ട്, ഇപ്പം എപ്പോഴും ഞാൻ വാതിലടച്ചോ ഞാൻ മറന്നോ എന്നുള്ളൊരു ഡൗട്ട്. പിന്നെ അടുത്ത വെച്ചാൽ ഒരു സിമെട്രി, എന്ത് കാര്യം ചെയ്താലും അതിനൊരു സിമെട്രിക്കൽ ആയിരിക്കണം, അല്ലെങ്കിൽ ഞാൻ വെച്ച സാധനം അതേ സ്ഥലത്ത് തന്നെ ഇരിക്കണം, അവിടുന്ന് മാറാൻ പാടില്ല, അങ്ങനെയൊക്കെയുള്ള ഒരു ഒബ്സഷൻ.
അതാണ് അതിന്റെ ഒബ്സസീവ് പാർട്ട്. ഈ ഒബ്സഷൻ ആണ് അത് ലീഡിങ് ടു കമ്പൾഷൻ ഓഫ് റിപ്പറ്റേറ്റീവ് ബിഹേവിയർ. അപ്പൊ എന്തെങ്കിലും ഇപ്പൊ ഒബ്സഷൻ വരുമ്പോഴത്തേക്കും ആങ്സൈറ്റി വരും. ആ ആങ്സൈറ്റിനെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇറ്റ് കമ്പൾസസ് ടു ഡു എ റെപ്പറ്റേറ്റീവ് ബിഹേവിയർ. ലൈക്ക് ഇപ്പോൾ ഫിയർ ഓഫ് കണ്ടാമിനേഷൻ ഉണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും പോയിട്ട് ഹാൻഡ് വാഷിംഗ്, റിപ്പീറ്റഡ് ഹാൻഡ് വാഷിംഗ് ചെയ്തുകൊണ്ടിരിക്കും. ഈ 2 പാർട്ടാണ് അതിനകത്തുള്ളത്. അതിന്റെ ട്രീറ്റ്മെന്റ് ചോദിക്കാറുണ്ട്. ഒബ്സസീവ് കമ്പൾസീവ് ഡിസോർഡറിന്റെ CBT, കോഗ്നിറ്റീവ് ബിഹേവിയറൽ തെറാപ്പിയാണ്. Then trauma and stress related disorders. പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ അത് ചോദിക്കാറുണ്ട്. അപ്പൊ അതില് DSM അതിന്റെ ഡയഗ്നോസ്റ്റിക് ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ഒരു ട്രോമ എക്സ്പോഷർ ഉണ്ടായിരിക്കണം, പിന്നെ സിംറ്റംസ് പെർസിസ്റ്റിംഗ് ഫോർ മോർ ദാൻ 1 month, പിന്നെ കോസസ് സിഗ്നിഫിക്കന്റ് ഡിസ്റ്റൻസ് ഓഫ് ഫങ്ഷണൽ ഇമ്പയർമെന്റ്. ഓക്കെ, അപ്പൊ ട്രോമ എക്സ്പോഷർ ഉണ്ടാവണം, സിംറ്റംസ് മോർ ദാൻ 1 month ഉണ്ടായിരിക്കണം. അപ്പൊ എന്നിട്ട് ഈ സിംറ്റംസ് ഏതൊക്കെയാ വരുന്നത്, ഈ കോർ സിംറ്റംസും ചോദിക്കാറുണ്ട് ഇതിന്റെ. ഒന്ന് ഫ്ലാഷ് ബാക്ക്, അവോയ്ഡൻസ്. ഫ്ലാഷ് ബാക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ട്രോമയുടെ എക്സ്പീരിയൻസ് വീണ്ടും വീണ്ടും ഉറങ്ങുമ്പോഴോ അല്ലെങ്കിൽ ഡ്രീമിലോ അല്ലെങ്കിൽ വെറുതെ ഇരിക്കുമ്പോൾ തന്നെ വീണ്ടും വീണ്ടും ആ ട്രോമ ഒക്കർ ചെയ്യുന്നതായിട്ട്, ഇപ്പൊ ഒരു ആക്സിഡന്റ് ഒക്കെ ആണെങ്കിൽ വീണ്ടും വീണ്ടും ആക്സിഡന്റ് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കും, അതിലേക്ക് എക്സ്പോസ് ആകുന്ന പോലെ ഒരു ഫീൽ വന്നുകൊണ്ടിരിക്കും. പിന്നെ അവോയ്ഡൻസ്. അവോയ്ഡൻസ് എന്ന് പറയുമ്പോൾ ആ സർക്കംസ്റ്റാൻസിലുള്ള ആ പീപ്പിളിനെയോ പ്ലേസസിനോ അല്ലെങ്കിൽ അത് ആ ആക്സിഡന്റ് അല്ലെങ്കിൽ അത് ഓർമ്മിപ്പിക്കുന്ന എന്തൊരു സിറ്റുവേഷനും അല്ലെങ്കിൽ ആ ആൾക്കാരെ പോലും അവോയ്ഡ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി. നെഗറ്റീവ് ചേഞ്ചസ് ഇൻ കോഗ്നിഷൻ ആൻഡ് മൂഡ്. അപ്പൊ മൂഡ് ഡിസ്റ്റർബൻസ്, ഇപ്പൊ ഇതെല്ലാം വരുമ്പോൾ ഒരു മൂഡ് ഡിസ്റ്റർബൻസ് ഉണ്ടാവും. അപ്പൊ ഒന്നിലും ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല, സോഷ്യൽ ആക്ടിവിറ്റീസ് ഒന്നും എൻഗേജ് ആകത്തില്ല, അങ്ങനത്തെ ഒരു നെഗറ്റീവ് ഇതായിരിക്കും. പിന്നെ ഒരു അതിന്റെ അസോസിയേറ്റ് ആയിട്ട് ഹൈപ്പർ അറൗസൽ, ഹൈപ്പർ റിയാക്ടിവിറ്റി. ഇപ്പൊ ഓൾവേസ് വിജിലന്റ് ആയിരിക്കും, ചെറിയൊരു സൗണ്ട് കേട്ടാൽ തന്നെ ഭയങ്കരമായിട്ട് ഓവർ റിയാക്ട് ചെയ്യും. അതാണ് അതിന്റെ ഫ്ലാഷ് ബാക്ക്, അവോയ്ഡൻസ്. അത് 2 ഓർത്ത് വെക്കണം കേട്ടോ. ഈറ്റിംഗ് ഡിസോർഡേഴ്സ് ഒരു എന്തായാലും ഹോട്ട് ടോപ്പിക് ആണ്. അപ്പോ ഇത് സ്ഥിരമായിട്ട് എല്ലാ ക്വസ്റ്റ്യൻസിലും കാണുന്നതാണ് അനോറെക്സിയ നെർവോസ. അപ്പൊ ഇത് എല്ലാവർക്കും അറിയായിരിക്കും, അത് എന്തായാലും ഒന്ന് പറഞ്ഞു പോകാം. അപ്പൊ ഇതിന് 2ലുള്ള വെച്ചാൽ ഇന്റൻസ് ഫിയർ ഓഫ് ഗെയിനിങ് വെയിറ്റ് ആണ്. പിന്നെ 2 പാർട്ടുണ്ട്. ഒന്ന് ഈ ഗെയിനിങ് വെയിറ്റ്, ഇന്റൻസ് ഫിയർ ഉണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ബോഡി വെയിറ്റ് അല്ലെങ്കിൽ ഷേപ്പിനെ പറ്റി ഒരു ഡിസ്റ്റർബ്ഡ് പെർസെപ്ഷൻ എന്നാണ് നമുക്ക് കിട്ടുന്നത്. വെച്ചാൽ തെറ്റായ ഒരു ഫോൾസ് പെർസെപ്ഷൻ. അപ്പൊ നമുക്ക് ഭയങ്കരമായിട്ട് മെലിഞ്ഞിരിക്കുകയാണെങ്കിലും പിന്നെയും തോന്നും കുറച്ച് എന്റെ ബോഡി ഫാറ്റ് ആണ്, എനിക്ക് പിന്നെയും മെലിയണം, എന്റെ ബോഡി ഷേപ്പ് ശരിയല്ല, ഇനി ശരിക്കും ഷേപ്പ് ശരിയാക്കണം എന്ന് മെന്റലി ഉള്ളൊരു ഫീലിംഗ് ഉണ്ടാവും. അപ്പൊ അത് ശരിയാക്കാൻ വേണ്ടി എന്ത് ചെയ്യും, എക്സസീവ് എക്സസൈസ് ചെയ്യും, എനർജീന്റെ ഒക്കെ ഫുഡ് ഭയങ്കരമായിട്ട് റെസ്ട്രിക്ട് ചെയ്യും. അപ്പോൾ ലീഡിങ് ടു മാർക്ഡ് വെയിറ്റ് ലോസ് ഉണ്ടാവും, വെരി ലോ BMI ആയിരിക്കും. അപ്പൊ ഇതൊക്കെ അത് വരുമ്പോൾ കുറെ കോംപ്ലിക്കേഷൻസ് ഉണ്ടാവും. അപ്പൊ എന്തായാലും ഇപ്പം സബ്ക്യൂട്ടേനിയസ് ഫാറ്റ് ഒക്കെ ലോസ് ആകും, അപ്പൊ ലീഡിങ് ടു ഹൈപ്പോതെർമിയ, പിന്നെ ബ്രാഡിക്കാർഡിയ, ഹൈപ്പർടെൻഷൻ, അങ്ങനെ കുറെ കോംപ്ലിക്കേഷൻസ് ഉണ്ടാവും. പിന്നെ ഈ ലാനുഗോ ഹെയർ ഇമ്പോർട്ടന്റ് ആണ്, അത് ചോദിക്കും, ലാനുഗോ ഹെയർ പ്രസന്റ് ഇൻ. പിന്നെ അമിനോറിയ, അതെല്ലാവർക്കും അറിയാം, ആ ക്വസ്റ്റ്യൻ ആണ് റെഗുലർലി ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അമിനോറിയ ഏതിലാണുള്ള അമിനോറിയ ആണോ മെനറേജി ആണോ, എന്താണ് അനോറെക്സിയ നെർവോസ വരുന്നത് എന്നുള്ള. പിന്നെ ഒരു കോംപ്ലിക്കേഷൻ ഓഫ് അനോറെക്സിയ നെർവോസ എന്ന് പറഞ്ഞാൽ കാർഡിയാക് അരിത്മിയ. ദാറ്റ് മീൻസ് ഈ നമ്മുടെ ഇലക്ട്രോലൈറ്റ് ഇംബാലൻസ് ഉണ്ടാവും, വിച്ച് ലീഡ്സ് ടു കാർഡിയാക് അരിത്മിയ, ദാറ്റ് മേ കോസ് സഡൻ ഡെത്ത്. ദെൻ ബുലിമിയ നെർവോസ എന്ന് പറഞ്ഞാൽ റെക്കറന്റ് ബിഞ്ച് ഈറ്റിംഗ് ആണ്. പ്ലസ് അതിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് കോമ്പൻസേറ്ററി ബിഹേവിയർ ഉണ്ടാവും. എന്ന് വെച്ചാൽ നമ്മൾ സെൽഫ് ഇൻഡ്യൂസ്ഡ് വോമിറ്റിംഗ്, കുറെ ബിഞ്ച് ഈറ്റിംഗ് എന്ന് വെച്ചാൽ ലാർജ് എമൗണ്ട് ഓഫ് ഫുഡ് അറ്റ് എ ടൈം വിത്ത് സെൻസ് ഓഫ് ലോസ് ഓഫ് കൺട്രോൾ. അപ്പൊ നമുക്ക് നോർമലി നമ്മൾ ഫുഡ് കഴിക്കുമ്പോഴത്തേക്ക് കുറച്ച് കഴിക്കുമ്പോൾ നമുക്കൊരു ഫീലിംഗ് ഉണ്ടാവും, മതി, കുഴപ്പമില്ല, നിർത്താം എന്നുള്ളൊരു ഫീലിംഗ്. ഇവർക്ക് ആ ഫീലിംഗ് ഉണ്ടാവില്ല. ഈ ബിഞ്ച് ഈറ്റിംഗ്, ബിഞ്ച് ഡ്രിങ്കിങ് എന്നൊക്കെ കേട്ടില്ല. അപ്പൊ ആൽക്കഹോൾ, ഒത്തിരി ആൽക്കഹോൾ അറ്റ് എ ടൈം എടുക്കുന്നതാണ് ബിഞ്ച് ഡ്രിങ്കിങ്. അതുപോലെയാണ് ബിഞ്ച് ഈറ്റിംഗ്, ലാർജ് എമൗണ്ട് ഓഫ് ഫുഡ്. അപ്പൊ സെൻസ് ഓഫ് ലോസ് ഓഫ് കൺട്രോൾ ആണ്. അപ്പൊ അത് നിർത്തേണ്ടത് എന്നുള്ള ആ ഒരു കൺട്രോൾ ഇല്ല. അപ്പൊ അത് ചെയ്തിട്ട് പിന്നെ അതിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സെൽഫ് ഇൻഡ്യൂസ്ഡ് വോമിറ്റിംഗ് ആണ്, ലാക്സേറ്റീവ് അല്ലെങ്കിൽ ലൂസ് മോഷൻ അങ്ങനെ പോകാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഡയൂററ്റിക്സ്, അല്ലെങ്കിൽ ഫാസ്റ്റിംഗ് എടുക്കും, അല്ലെങ്കിൽ എക്സസൈസ് എടുക്കും, അങ്ങനെയൊക്കെ കോമ്പൻസേറ്റീവ് ബിഹേവിയർ. ഇത് 2 ഉള്ളതാണ് ബുലിമിയ നെർവോസ. ഇനി ഒരു ഇതല്ലാണ്ട്
ഒരു ബിഞ്ച് ഈറ്റിംഗ് ഡിസോർഡർ എന്ന് പറഞ്ഞിട്ട് ഒരു സാധനം കൂടെ ഉണ്ട് ഈറ്റിംഗ് ഡിസോർഡറിൽ. അപ്പൊ ആ ബിഞ്ച് ഈറ്റിംഗ് ഡിസോർഡറിൽ ബിഞ്ച് ഈറ്റിംഗ് ഉണ്ടാവും, ബട്ട് അതിന് കോമ്പൻസേറ്ററി ബിഹേവിയർ ഉണ്ടാവത്തില്ല. അപ്പം റിസൾട്ടിങ് ഇൻ ഓവർ വെയിറ്റ്. ഇതില് ഇപ്പൊ ഈ കോമ്പൻസേറ്ററി ബിഹേവിയറും കൂടെ എടുക്കുന്നതുകൊണ്ട് ബോഡി വെയിറ്റ് നിയർ നോർമൽ ആയിരിക്കും. ഇപ്പൊ DSM-5 അനുസരിച്ചിട്ട് അറ്റ്ലീസ്റ്റ് വൺസ് വീക്ക്ലി ഫോർ 3 months ബിഹേവിയർ ഉണ്ടെങ്കിലാണ് നമ്മൾ ബുലിമിയ നെർവോസ ആയിട്ട് ഡയഗ്നോസ് ചെയ്യുന്നത്. Then risk factors for suicide. അപ്പോ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ ഈ പ്രീവിയസ് സൂയിസൈഡ് അറ്റംപ്റ്റ് ഉണ്ടെങ്കിൽ അതൊരു സ്ട്രോങ് പ്രെഡിക്കേറ്റർ ആണ്. പിന്നെ സൈക്കാട്രിക് ഇൽനെസ്സിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് റിസ്ക് ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഡിപ്രസീവ് ഡിസോർഡർ ആണ്. അപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞു. പിന്നെ ബാക്കി അതർ സൈക്കാട്രിക്, ബൈപോളാർ, ഷിസോഫ്രീനിയ, അതെല്ലാം പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് ഒക്കെ സൂയിസൈഡ് റിസ്ക് ഫാക്ടർ ആണ്. ഇത് റിപ്പീറ്റഡ്ലി ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. പിന്നെ സബ്സ്റ്റൻസ് മിസ്യൂസിൽ ഏറ്റവും കൂടുതൽ ആൽക്കഹോൾ ആണ്. ആൽക്കഹോൾ മിസ്യൂസ് ചെയ്യുന്നവർക്ക് സൂയിസൈഡൽ ടെൻഡൻസി ഉണ്ടാവും. പിന്നെ മെയിൽ സെക്സ് കുറച്ച് സൂയിസൈഡ് റേറ്റ് കൂടുതലാണ്. ദാറ്റ് ഈസ് കംപ്ലീറ്റഡ് സൂയിസൈഡ്. എന്നാൽ അറ്റംപ്റ്റഡ് സൂയിസൈഡ് ആണെങ്കിൽ ഫീമെയിൽസിലാണ്. അറ്റംപ്റ്റ് ചെയ്യും പക്ഷെ കംപ്ലീറ്റ് ആവൂല. മെയിൽസ് ആണെങ്കിൽ അറ്റംപ്റ്റ് ചെയ്താൽ അത് കംപ്ലീറ്റ് ആകും. ഓക്കെ. പിന്നെ അൺഎംപ്ലോയ്മെന്റ്, സോഷ്യൽ ഐസൊലേഷൻ, ഹോപ്പ്ലെസ്നെസ്, ഫാമിലി ഹിസ്റ്ററി ഓഫ് സൂയിസൈഡ് ഒക്കെ ഇത് പലപ്പോഴും റിസ്ക് ഫാക്ടേഴ്സ് ഓഫ് സൂയിസൈഡ് ഇൻക്ലൂഡ് എന്ന് പറഞ്ഞിട്ട് ചോദിക്കാറുണ്ട്. Going to ophthalmology, ഇത് കുറച്ചിങ്ങനെ ടോപ്പിക് ബൈ ടോപ്പിക് പോകുന്നതുകൊണ്ട് കുറച്ച് ഹെക്ടിക് ആണ്. ബട്ട് ഇത് നിങ്ങൾക്ക് ഒന്നും കൂടി കേൾക്കാനുള്ള ഒരു അവസരം ഉണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ഇപ്പൊ റിപ്പീറ്റ് ചെയ്ത് കേട്ട് കഴിഞ്ഞാൽ കുറച്ചും കൂടി കിട്ടുമായിരിക്കും. ഇപ്പോൾ ഒഫ്താൽമോളജി പോകുന്നതിന് മുമ്പ് നമുക്ക് ഒരു ബേസിക് ഐന്റെ ഒരു ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ പറയാം. അല്ലെങ്കിൽ അത് ടേംസ് ചിലപ്പോൾ നമ്മൾ എന്തായാലും കോളേജിൽ ഉഴപ്പി വിടുന്ന സബ്ജക്റ്റ് ആണ് ഒഫ്താൽമോളജി എന്ന് പറയുന്നത്. ഐ എല്ലാവർക്കും അറിയായിരിക്കും, അനാട്ടമി പഠിക്കുന്നുണ്ട്. നമുക്ക് ഐന് മെയിൻ ആയിട്ട് 3 ലെയേഴ്സ് ആണ് ഉള്ളത്. ഏറ്റവും ഔട്ടർ ലെയർ എന്ന് പറയുമ്പോഴത്തേക്ക് ഫൈബ്രസ് ലെയർ ആണ്. അപ്പൊ അതിന്റെ ഫ്രണ്ട് പാർട്ട് ആണ് വരുന്നത് കോണിയ. സ്ക്ലീറ ആണ് ഏറ്റവും ഔട്ടർ ലെയർ. അതിന്റെ ഫ്രണ്ട് പാർട്ട് 1/6 ഓഫ് ദ സ്ക്ലീറ ഫോംസ് ദ കോണിയ. അത് കഴിഞ്ഞ് ബാക്ക് പാർട്ടിനെ മുഴുവൻ നമ്മൾ സ്ക്ലീറ എന്നാ വിളിക്കുക. അതിന്റെ മിഡിൽ ലെയർ വാസ്കുലർ ലെയർ ആണ്. അതിന്റെ അകത്തുള്ളത് അത് യുവിയ എന്ന് പറയുന്നത്. ഓക്കെ. അതിന്റെ ഏറ്റവും ഫ്രണ്ട് പാർട്ടിലേക്ക് വരുമ്പോൾ ഇതിനൊക്കെ മോഡിഫൈ ചെയ്തിട്ട് കുറച്ച് സ്ട്രക്ചേഴ്സ് ഉണ്ടാവും. അപ്പോഴാണ് നമ്മുടെ ഈ നമ്മൾ കാണുന്ന ഐ ഉണ്ടാകുന്നത്, ഫുൾ ഐ ഗ്ലോബ്. അപ്പം ഫ്രണ്ട് പാർട്ടിൽ യുവിയയിൽ മോഡിഫിക്കേഷൻ വരുന്നത് ഐറിസ്. നമ്മുടെ പ്യൂപ്പിൾ അല്ലേ, പ്യൂപ്പിളിന്റെ ചുറ്റും ഇരിക്കുന്ന ആ കറുത്ത സാധനമാണ് ഐറിസ്. ബ്ലാക്ക്, നമുക്ക് ബ്ലാക്ക്, അതർ കൺട്രീസിന് ഇപ്പൊ പല കളർ ഉണ്ടല്ലോ, ബ്രൗൺ, ബ്ലൂ, ആ സാധനമാണ് ഐറിസ്. അപ്പൊ അത് കഴിഞ്ഞ ഐറിസിന്റെ കോർണറിൽ എത്തുമ്പോ ഒരു സിലിയറി ബോഡി ഉണ്ട്. ഓക്കെ. അതും യുവി ആണ് ഫോം ചെയ്യുന്നത്. അപ്പൊ ഇന്നർ ലെയർ ആണ് ന്യൂറോണൽ ലെയർ, ദാറ്റ് ഇസ് റെറ്റിന, ഫോംസ് ബൈ nerve ടിഷ്യൂ. ഓക്കെ. എന്നിട്ട് ഈ പ്യൂപ്പിളിന്റെ പുറകില്, ഐറിസിന്റെ പുറകിലായിട്ടാണ് ലെൻസ് ഫിറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഈ ലെൻസിന്റെയും ഐറിസിന്റെയും ഇടയ്ക്കായിട്ട് ഒരു ആംഗിൾ ഉണ്ട്. നമ്മൾ ഇറിഡോകോണിയൽ ആംഗിൾ എന്ന് വിളിക്കും അതിനെ. കോർണിയയുടെയും ഐറിസിന്റെ ഇടയ്ക്കായിട്ടാണ് ആംഗിൾ, ഇറിഡോകോണിയൽ ആംഗിൾ. ഓക്കെ. ദെൻ കോർണിയയുടെ പുറകില് ഐറിസിന്റെ മുന്നിലുമായിട്ട് ഒരു സ്പേസ് ഉണ്ട്. അതിനെ നമ്മൾ ആന്റീരിയർ ചേംബർ എന്നാണ് വിളിക്കുന്നത്. ഓക്കെ. ഏകദേശം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ. ഇത് നമ്മുടെ ലെൻസിന്റെ സ്ട്രക്ചർ ആണ്, അകത്തിരിക്കുന്ന ലെൻസ്. അപ്പൊ അത് നമ്മുടെ കാറ്ററാക്ട് പഠിക്കുമ്പോൾ ഇത് ഇമ്പോർട്ടന്റ് ആണ്. അതുകൊണ്ടാണ് അത് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകുന്നത്. അപ്പൊ ലെൻസിന് ഇന്നർ ഒരു ന്യൂക്ലിയസ് ഉണ്ട്, ഔട്ടറിൽ ഒരു കോർട്ടെക്സ് ഉണ്ട്, പിന്നെ പുറത്തൊരു ക്യാപ്സ്യൂളും ഉണ്ട്. ക്യാപ്സ്യൂളില് ആന്റീരിയർ ക്യാപ്സ്യൂളും ഉണ്ട്, പോസ്റ്റീരിയർ പാർട്ടിൽ പോസ്റ്റീരിയർ ക്യാപ്സ്യൂളും ഉണ്ട്. ഓക്കെ. ന്യൂക്ലിയസ് ഉണ്ട്, കോർട്ടെക്സ് ഉണ്ട്, ക്യാപ്സ്യൂൾ ഉണ്ട്. ക്യാപ്സ്യൂളിൽ ആന്റീരിയർ ക്യാപ്സ്യൂൾ ഉണ്ട്, പോസ്റ്റീരിയർ ക്യാപ്സ്യൂൾ ഉണ്ട്. ഇപ്പൊ നമ്മൾ അതിൽ പഠിക്കേണ്ട കോമൺ ടോപ്പിക് കാറ്ററാക്ട്, ഗ്ലോക്കോമ, പിന്നെ റിഫ്രാക്റ്റീവ് എറേഴ്സ്, ദെൻ കോർണിയൽ ഡിസീസസ്, പിന്നെ കൺജക്ടൈവൽ ഡിസീസസ്, ഓപ്റ്റിക്, പിന്നെ നെർവ്. ഓരോ ഏതൊക്കെ പാർട്ട് ഉണ്ടോ അതിന്റെയൊക്കെ ഓരോ ഡിസീസസ് പഠിക്കണം. ഇപ്പൊ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ ടൈം ഷോർട്ടേജ് ഉള്ളത് കൊണ്ട് നമുക്കൊന്ന് ഒരു അഡ്ജസ്റ്റ്മെന്റ് പറഞ്ഞു പോവാം. ഫസ്റ്റ് കാറ്ററാക്ട്.
കാറ്ററാക്ട് എന്ന് പറഞ്ഞാൽ അറിയാലോ എല്ലാവർക്കും, ഒപ്പേസിഫിക്കേഷൻ ഓഫ് ക്രിസ്റ്റലൈൻ ലെൻസ് ആണ്, കോസസ് പെയിൻലെസ് പ്രോഗ്രസീവ് വിഷ്വൽ ലോസ്. അത് ഇപ്പൊ നമുക്ക് മോസ്റ്റ്ലി ഒഫ്താലെന്ന് ചോദിച്ചാൽ ഒരു ഹിസ്റ്ററി ഒക്കെ ആയിരിക്കും ചോദിക്കുന്നത്, പെയിൻലെസ് പ്രോഗ്രസീവ് വിഷ്വൽ ലോസ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ മോസ്റ്റ് കോമൺ കോസ് ഓഫ് കാറ്ററാക്ട് എന്ന് പറഞ്ഞാൽ ഏജ് റിലേറ്റഡ് ചേഞ്ചസ് ആണ്, അത് ചോദിക്കാറുണ്ട്. പിന്നെ നമുക്ക് ക്ലാസിഫിക്കേഷൻ ഓഫ് കാറ്ററാക്ട് വരുമ്പോഴാണ് നേരത്തെ ലെൻസ് കാണിച്ചതിന്റെ ഇമ്പോർട്ടൻസ്. അപ്പൊ ക്ലാസിഫിക്കേഷൻ നമുക്ക് പലതരത്തിൽ കാറ്ററാക്ടിനെ ക്ലാസിഫൈ ചെയ്യാം. ഏജ് വെച്ചിട്ട് ഇപ്പൊ കൺജനൈറ്റൽ കാറ്ററാക്ട്, ഏജ് റിലേറ്റഡ് പിന്നീട് വരുന്ന കാറ്ററാക്ട്, അങ്ങനെ പിന്നെ കോസ് വെച്ചിട്ട് കാറ്ററാക്ടിനെ ക്ലാസിഫൈ ചെയ്യാം, സെക്കൻഡറി കാറ്ററാക്ട്, കോംപ്ലിക്കേറ്റഡ് കാറ്ററാക്ട്, അങ്ങനെയൊക്കെ. ഇപ്പൊ നമുക്ക് ഇവിടെ ഞാൻ പറയുന്ന അനാറ്റമിക്കൽ ലൊക്കേഷൻ വെച്ചിട്ട് കുറച്ച് ഇമ്പോർട്ടന്റ് ആണ് അതിന്റെ ക്ലാസിഫിക്കേഷൻ. അപ്പൊ അത് ഒന്നാമത്തെ ന്യൂക്ലിയർ സ്ക്ലെറോസിസ്, ദാറ്റ് ഇസ് ആ ന്യൂക്ലിയസിനെ നേരത്തെ കാണിച്ചില്ല, ന്യൂക്ലിയസിനെ ബാധിക്കുന്നതാണ് ന്യൂക്ലിയർ കാറ്ററാക്ട്, അതാണ് ന്യൂക്ലിയർ സ്ക്ലെറോസിസ് എന്ന് പറയുന്നത്. അപ്പൊ ഏജ് റിലേറ്റഡ് കാറ്ററാക്ട് ഉണ്ടാകുന്നത് ഈ ന്യൂക്ലിയർ സ്ക്ലെറോസിസ്, അപ്പൊ ന്യൂക്ലിയസിലാണ്. അതിൽ നമ്മുടെ ഇപ്പൊ ഏജ് നോർമൽ കാറ്ററാക്ട് നമുക്ക് എല്ലാവർക്കും വരുന്ന ഏജ് ഓവർ ആകുമ്പോൾ വരുന്ന കാറ്ററാക്ട് ന്യൂക്ലിയർ കാറ്ററാക്ട് ആണ്, ന്യൂക്ലിയർ സ്ക്ലെറോസിസ്. അപ്പൊ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഈ സെക്കൻഡ് സൈറ്റ് ഉണ്ടാവും. ഇപ്പൊ ഇത് നമ്മളൊരു 40s ഒക്കെ ആകുമ്പോഴത്തേക്ക് നമ്മുടെ ഷോർട്ട് സൈറ്റ് നമുക്ക് കണ്ടിട്ടില്ല, എല്ലാവരും അടുത്ത് വെച്ച് വായിക്കുമ്പോൾ മൊബൈലൊക്കെ അടുത്ത് നോക്കുമ്പോൾ കാണാൻ പറ്റുന്നില്ല, കുറച്ച് ദൂരെ പിടിച്ച് നോക്കിയാലേ കാണാൻ പറ്റുള്ളൂ. ഒരു 40 ഇയേഴ്സിലാകുമ്പോഴത്തേക്ക് പ്രിസ്ബയോപ്പിയ, നോർമൽ പ്രിസ്ബയോപ്പിക് ചേഞ്ച് വന്നിട്ട് അങ്ങനെ ഉണ്ടാവും. അപ്പൊ അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് അതും ഏജ് കഴിഞ്ഞ് 50s 55 60s കാറ്ററാക്ട്, ഇപ്പം ഏജ് റിലേറ്റഡ് കാറ്ററാക്ട് വരും. അപ്പൊ ന്യൂക്ലിയർ സ്ക്ലിറോസിസ്, ന്യൂക്ലിയർ കാറ്ററാക്ട് വരുമ്പോൾ ലെൻസിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടും. അപ്പൊ ശരിക്കും പറഞ്ഞാൽ അവിടെ ഒരു മയോപ്പിയ ഉണ്ടാവും, മയോപ്പിക് ഷിഫ്റ്റ് ഉണ്ടാവും. അപ്പൊ ശരിക്കും നമ്മൾക്ക് ഈ അടുത്ത് വെച്ച് വായിക്കുമ്പോൾ കുറച്ചും കൂടി കാണാൻ പറ്റും. അപ്പൊ നമ്മൾ വിചാരിക്കും നമ്മുടെ കാഴ്ച ഇത്രയും നാൾ ഉണ്ടായിരുന്നില്ല, ഇപ്പൊ തിരിച്ചു കിട്ടിയെന്ന് വിചാരിക്കും. അപ്പൊ അതെന്തുകൊണ്ടാണ്? അത് കാറ്ററാക്ട്, ന്യൂക്ലിയർ കാറ്ററാക്ട് വരുന്നുണ്ട്. അതിനെയാണ് നമ്മൾ സെക്കൻഡ് സൈറ്റ് എന്ന് പറയുന്നത്. അപ്പൊ അത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടുന്നുണ്ട്, ലെൻസിന് ഒരു മയോപ്പിക് ഷിഫ്റ്റ് ഉണ്ടാവും. അപ്പൊ ഒരു സെക്കൻഡ് സൈറ്റ് പിന്നെയും നമുക്ക് അടുത്ത് വെച്ച് വായിച്ചാൽ കാണാൻ പറ്റും. ഓക്കെ. ദെൻ കോർട്ടിക്കൽ കാറ്ററാക്ട്, അത് കോർട്ടക്സിൽ വരുന്നതാണ്. കോർട്ടിക്കൽ കാറ്ററാക്ടിന്റെ ഷേപ്പ് ഓൾവേസ് വെഡ്ജ് ഷേപ്ഡ് ഒപ്പേസിറ്റി ആയിരിക്കും, അത് ചോദിക്കാറുണ്ട്. ദെൻ പോസ്റ്റീരിയർ സബ് ക്യാപ്സുലാർ കാറ്ററാക്ട് ഉണ്ടാകുന്നത് സ്റ്റീറോയിഡ് യൂസിലും ഡയബറ്റിസിലുമാണ്. ഓക്കെ, അതും MCQ ചോദിക്കുന്നുണ്ട്. ആന്റീരിയർ സബ് ക്യാപ്സുലാർ കാറ്ററാക്ട്, ട്രോമ, ഇൻഫ്ലമേഷൻ. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ന്യൂക്ലിയർ കാറ്ററാക്ട് ഏജ് റിലേറ്റഡ് ആണ്. ദെൻ പോസ്റ്റീരിയർ സബ് ക്യാപ്സുലാർ സ്റ്റീറോയിഡ് യൂസിൽ ഡയബറ്റിസിൽ. ദെൻ കുറച്ച് നെയിംഡ് കാറ്ററാക്ടുകൾ ഉണ്ട്. അത് സ്നോ ഫ്ലേക്ക് കാറ്ററാക്ട്, റോസറ്റെ ഷേപ്ഡ് കാറ്ററാക്ട്, അങ്ങനെയൊക്കെ. സ്നോ ഫ്ലേക്ക് ഡയബറ്റിസിലാണ്, അത് നമ്മൾ നേരത്തെ പറഞ്ഞു പോസ്റ്റീരിയർ സബ് ക്യാപ്സുലാർ ആണ്. ദെൻ റോസറ്റെ ഷേപ്ഡ് കാറ്ററാക്ട് ബ്ലൈൻഡ് ട്രോമയിലാണ് ഉണ്ടാകുന്നത്. ദെൻ സൺഫ്ലവർ കാറ്ററാക്ട് അസോസിയേറ്റഡ് വിത്ത് വിൽസൺ ഡിസീസ്. ഇതൊക്കെ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കാൻ ചിലപ്പോൾ ചോദിച്ചാലായി. അപ്പൊ ഈ കൺജനൈറ്റൽ റുബല്ല സിൻഡ്രോമിലും നമ്മുടെ ഏജ് റിലേറ്റഡ് കാറ്ററാക്ട് പോലെ ന്യൂക്ലിയർ കാറ്ററാക്ട് ആണ് ഉണ്ടാകുന്നത്. അതിനെ ബ്ലൂബെറി മഫിൻ എന്ന് പറയും. ഇപ്പൊ കൺജനൈറ്റൽ റുബല്ല സിൻഡ്രോം സ്ഥിരമായിട്ട് അതൊരു ഹോട്ട് ടോപ്പിക് ആണ് MCQന്റെ. അത് ഇറ്റ്സ് എ ട്രയാഡ് ഓഫ് കൺജനൈറ്റൽ കാറ്ററാക്ട്, സെൻസറി ന്യൂറൽ ഡെഫ്നെസ് ആൻഡ് കൺജനൈറ്റൽ ഹാർട്ട് ഡിസീസ്. ഈ കൺജനൈറ്റൽ ഹാർട്ട് ഡിസീസിൽ മോസ്റ്റ് കോമൺലി അസോസിയേറ്റ് ചെയ്തിരിക്കുന്നത് PDA, പേറ്റന്റ് ഡക്ടസ് ആർട്ടീരിയോസിസ് ആണ്. അതും ചോദിക്കാറുണ്ട്. ഏത് ഹാർട്ട് ഡിസീസ് ആണ് കൺജനൈറ്റൽ റുബല്ല സിൻഡ്രോമിലെ മോസ്റ്റ് കോമൺ അസോസിയേഷൻ? ട്രീറ്റ്മെന്റ് ഓഫ് കാറ്ററാക്ട് എന്തായാലും വിനോ സർജിക്കൽ ട്രീറ്റ്മെന്റ് ആണ്. റിമൂവൽ ഓഫ് ഒപ്പേക് ലെൻസിനെ മാറ്റും, പ്ലസ് IOL ഇൻട്രാക്കുലർ ലെൻസ് ഇംപ്ലാന്റേഷൻ. ദെൻ ഇപ്പൊ നടത്തുന്ന മോഡേൺ കാറ്ററാക്ട് സർജറി ഫേക്കോ എമൾസിഫിക്കേഷൻ ആണ്. ദെൻ ഇപ്പൊ പോസ്റ്റ് ഓപ്പറേറ്റീവ് കാറ്ററാക്ട് സർജറി, ഇപ്പൊ ഇതൊരു പോസ്റ്റീരിയർ ക്യാപ്സുലാർ ഒപ്പേസിഫിക്കേഷൻ എന്ന് പറയുന്നത് കാറ്ററാക്ട് സർജറി കഴിഞ്ഞിട്ടൊരു കോംപ്ലിക്കേഷൻ ആണ്. അപ്പൊ വെച്ചാൽ നമ്മൾ കാറ്ററാക്ട് സർജറി ഒക്കെ കഴിഞ്ഞ് കുറെ നാള് കാഴ്ചയൊക്കെ കുഴപ്പമില്ലായിരുന്നു, പ്രോബ്ലം ഒന്നുമില്ല. പക്ഷെ കുറെ ദിവസം കഴിയുമ്പോഴത്തേക്ക് അന്ന് പഴയതുപോലെ തന്നെ, അപ്പൊ കാറ്ററാക്ട് വന്നപ്പോ എങ്ങനെയാണോ ഇരുന്നത് അതുപോലെ പെയിൻലെസ് പ്രോഗ്രസീവ് വിഷ്വൽ ലോസ് ഇങ്ങനെ ഉണ്ടാവും. അപ്പൊ നമ്മൾ കാറ്ററാക്ട് അപ്പൊ പോകുമ്പോഴത്തേക്ക് നമ്മൾ നോക്കുമ്പോൾ അതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ക്യാപ്സ്യൂളില്ലേ, നമ്മൾ ലെൻസ് ആയിരിക്കും അതിന്റെ ന്യൂക്ലിയസ് ആയിരിക്കും എടുത്ത് മാറ്റുന്നത്. അപ്പൊ പോസ്റ്റീരിയർ ക്യാപ്സ്യൂൾ അവിടെ ഉണ്ടാവും. അപ്പൊ അതിനകത്ത് ഈ ഒപ്പേസിഫിക്കേഷൻ വരുന്നതാണ്. അതൊരു കോംപ്ലിക്കേഷൻ ആഫ്റ്റർ കാറ്ററാക്ട് സർജറി ആണ്. പോസ്റ്റീരിയർ ക്യാപ്സുലാർ ഒപ്പേസിഫിക്കേഷൻ, അതിന്റെ ട്രീറ്റ്മെന്റ് യാഗ് ലേസർ പോസ്റ്റീരിയർ ക്യാപ്സുലോട്ടമി ആണ്. ക്യാപ്സുലോട്ടമി അതെടുത്ത് കളയും. ദെൻ ഗ്ലോക്കോമ.
ഓക്കെ, ഗ്ലോക്കോമ അനദർ ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണ്. മോസ്റ്റ്ലി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ആംഗിൾ ക്ലോഷർ ഗ്ലോക്കോമയാണ്. ഗ്ലോക്കോമ എന്താണെന്ന് വെച്ചാൽ എല്ലാവർക്കും നമുക്കറിയാം. ഇപ്പോ ജസ്റ്റ് ഇറ്റ് ഈസ് നോട്ട് ജസ്റ്റ് വെറുതെ ഇൻക്രീസ് ഇൻ IOP എന്നല്ല അതിന്റെ ഗ്ലോക്കോമയുടെ ഒരു ഇൻട്രാക്കുലർ പ്രഷർ കൂടുന്നത് മാത്രമല്ല. നമ്മൾ പണ്ടൊക്കെ പറയാന്ന് ജസ്റ്റ് ഗ്ലോക്കോമ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് സിനോണിം വിത്ത് ഇൻക്രീസ് ഇൻട്രാക്കുലർ പ്രഷർ. അങ്ങനെയാണ് എല്ലാവരും ഓർക്കുന്നുണ്ടോന്ന് അറിയില്ല, ഞാൻ അങ്ങനെയാണ് പണ്ട് വിചാരിച്ചിരുന്നത്. പക്ഷെ അത് അങ്ങനെയല്ല ശരിക്കും സംഭവം. ഇത് ഒപ്റ്റിക് ന്യൂറോപ്പതിയാണ്. ഇത് പ്രോഗ്രസീവ് ഒപ്റ്റിക് നെർവ് ഡാമേജ് ഉണ്ടാവും. അപ്പോൾ കറസ്പോണ്ടിങ് വിഷ്വൽ ഫീൽഡ് ലോസ് ഉണ്ടാവും. ഓക്കെ, പിന്നെ കുറച്ച് ഡിസ്കിൽ ചേഞ്ച് ഉണ്ടാവും, അതിൽ കുറെ ചേഞ്ചസ് ഉണ്ടാവും എലോങ് വിത്ത് ഇൻക്രീസ് IOP. ചിലപ്പോൾ ഇൻക്രീസ് IOP ഇല്ലാതെ പോലും ഗ്ലോക്കോമ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പൊ മെയിൻലി 2 ടൈപ്പ് ഓഫ് ഗ്ലോക്കോമയാണ്. പ്രൈമറി ഓപ്പൺ ആംഗിൾ ഗ്ലോക്കോമ ആൻഡ് ആംഗിൾ ക്ലോഷർ ഗ്ലോക്കോമ. അതിന്റെ ഡിഫറൻസ് ക്ലിയർ ആയിട്ട് അറിഞ്ഞിരിക്കണം. ഓക്കെ, ഇപ്പൊ നേരത്തെ പറഞ്ഞ ആംഗിൾ ഇല്ലേ, നമ്മുടെ കോർണിയെന്നും ഐറിസിനും ഇടയ്ക്കായിട്ടുള്ള ഒരു ആംഗിൾ, ഇറിഡോ കോണിയൽ ആംഗിൾ, ആന്റീരിയർ ചേംബർ ആംഗിൾ എന്ന് പറയും, അറ്റത്തായിട്ടുള്ള. അപ്പൊ ഈ ആംഗിൾ ആണ് ഈ ഗ്ലോക്കോമയുടെ പത്തോളജിയിൽ കൂടുതലും ഇത് വരുന്നത്. അപ്പം പ്രൈമറി ഓപ്പൺ ആംഗിൾ ഗ്ലോക്കോമയിൽ ആംഗിൾ ഓപ്പൺ ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ അത് പെയിൻലെസ് ആയിരിക്കും, അധികം പെയിൻ ഒന്നും ഉണ്ടാവില്ല, ക്രോണിക് പെയിൻലെസ് പ്രോഗ്രഷൻ ആയിരിക്കും. അപ്പൊ ഏറ്റവും ഗ്ലോക്കോമയുടെ കോമണസ്റ്റ് കോസ് അല്ലെങ്കിൽ കോമൺ ടൈപ്പ് ഓഫ് ഗ്ലോക്കോമ എന്ന് പറയുന്നത് ഓൾവേസ് പ്രൈമറി ഓപ്പൺ ആംഗിൾ ഗ്ലോക്കോമ. ബട്ട് ഇമർജൻസി ഇപ്പൊ അക്യൂട്ട് ആയിട്ട് വരുന്നത് ആംഗിൾ ക്ലോഷർ ഗ്ലോക്കോമയാണ്. അപ്പോ അതിനകത്ത് അതിന്റെ പെത്തോളജി ഇറിഡോ കോണിയൽ ആംഗിൾ ക്ലോസ്ഡ് ആയിരിക്കും, അല്ലെങ്കിൽ വെരി നാരോ ആയിരിക്കും. അപ്പൊ അത് പ്രസന്റ് ചെയ്യുന്നത് സിവിയർ പെയിൻഫുൾ റെഡ് ഐ വിത്ത് സഡൻ ബ്ലഡ് വിഷൻ. സഡൻ പെയിൻഫുൾ വിഷൻ ലോസ് ആണ് അതിനുണ്ടാകുന്നത്. പിന്നെ കൂട്ടത്തില് ഹെഡ് ഏക്ക് ഉണ്ടാവും, വോമിറ്റിംഗ് ഉണ്ടാവാം. അപ്പൊ അതിന്റെ പ്യൂപ്പിളിന്റെ പൊസിഷൻ ഇസ് വെരി ക്യാരക്ടറിസ്റ്റിക്സ്. അത് മാത്രമായിട്ട് MCQയിൽ ചോദിക്കാണ്ട്. പ്യൂപ്പിൾ ഇൻ ആംഗിൾ ക്ലോഷർ ഗ്ലോക്കോമ മൈൽഡ് മിഡ് ഡയലേറ്റഡ് ഫിക്സഡ് പ്യൂപ്പിൾ ആണ്. എന്നുവെച്ചാൽ കംപ്ലീറ്റ്ലി ഡയലേറ്റ് ആയിട്ടുമില്ല, കൺസ്ട്രക്ട് ചെയ്തിട്ടില്ല, ഒരു മിഡ് ഡയലേറ്റഡ് ഫിക്സഡ് ആയിരിക്കും. റിയാക്ഷൻ ഇപ്പൊ ലൈറ്റ് റിയാക്ഷനോ അല്ലെങ്കിൽ അക്കോമഡേഷൻ റിഫ്ലെക്സോ ഒന്നും പോസിറ്റീവ് ആയിരിക്കത്തില്ല. സ്ലഗ്ഗിഷ് റിയാക്ഷൻ, മിഡ് ഡയലേറ്റഡ് ഫിക്സഡ് പീപ്പിൾ വിത്ത് സ്ലഗ്ഗിഷ് റിയാക്ഷൻ. ഓക്കെ, പിന്നെ ഓപ്റ്റിക് ഡിസ്കില് കപ്പിംഗ് ഉണ്ടാവും. നോർമലി ഡിസ്ക് കപ്പ് റേഷ്യോ, ഡിസ്കിന്റെ സെന്ററിലുള്ള പാർട്ടാണ് കപ്പ് എന്ന് പറയുന്നത്. അപ്പൊ ഡിസ്ക് കപ്പ് റേഷ്യോ ലെസ് ദാൻ 0.5 ആയിരിക്കണം. ബട്ട് ഇത് ഡിസ്ക് മുഴുവൻ ആ കപ്പിംഗ് ചേഞ്ച് ഉണ്ടാവുകയാണ്, കപ്പിംഗ് ഓഫ് ഡിസ്ക് ഉണ്ടാവും. പിന്നെ ഇതിന്റെ അകത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് എന്ന് പറഞ്ഞാൽ വിഷ്വൽ ഫീൽഡ് ലോസ് ആണ്. അപ്പോ ഇതിന്റെ മനസ്സിലായല്ലോ, പ്രൈമറി ഓപ്പൺ ആംഗിൾ ഗ്ലോക്കോമ പെയിൻലെസ് പ്രോഗ്രഷൻ, ക്രോണിക് പ്രോഗ്രഷൻ ആയിരിക്കും, ആംഗിൾ ഓപ്പൺ ആയിരിക്കും. ആംഗിൾ ക്ലോഷർ ഗ്ലോക്കോമ അക്യൂട്ട് പ്രസന്റേഷൻ ആണ്, ആംഗിൾ ക്ലോസ്ഡ് ആയിരിക്കും, സിവിയർ പെയിൻഫുൾ ആയി വിത്ത് സഡൻ ബ്ലഡ് വിഷൻ ആണ്. ഓക്കെ, ഇനി ഇതിന്റെ നെർവ്, ഈ എല്ലാ ഗ്ലോക്കോമയിലും ഈ നെർവ് ഡാമേജ് എന്ന് പറയുന്നത് ഒരു പെർട്ടിക്കുലർ രീതിയിലാണ് പ്രോഗ്രസ് ചെയ്യുന്നത്. അപ്പൊ അത് അങ്ങനെ തന്നെ ആയിരിക്കും മോസ്റ്റ്ലി എല്ലാത്തിലും പ്രോഗ്രസ് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ വിഷ്വൽ ഫീൽഡ് ഡിഫക്റ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ക്യാരക്ടറിസ്റ്റിക്സ് ആയിരിക്കും. ഓക്കെ, ഏറ്റവും കോമൺ വിഷ്വൽ ഫീൽഡ് ഡിഫക്റ്റ് എന്ന് പറഞ്ഞാൽ ആർക്യൂട്ട് സ്കോട്ടോമയാണ്. അത് ചോദിക്കാറുണ്ട് കേട്ടോ. ആർക്യൂട്ട് സ്കോട്ടോമ എന്ന് പറഞ്ഞാൽ ഇതിന്റെ അപ്പർ റോയിൽ 3rd പിക്ചർ ആണ്, ഇങ്ങനെ ആർക്യൂട്ട് ഷേപ്പിൽ ഇരിക്കുന്നത്. അപ്പൊ ഇതിന്റെ ഫസ്റ്റ് ഗ്ലോക്കോമാറ്റസ് ചേഞ്ച് എന്ന് പറയുമ്പോഴത്തേക്ക് ഈ ഫസ്റ്റ് പിക്ചറിൽ കാണുന്ന ഒരു ചെറിയ റൗണ്ട് ഇല്ലേ, ആ റൗണ്ട്, ആ ഒരു വിഷ്വൽ ഫീൽഡിലാണ് ആദ്യം നമ്മൾ പെരിമെട്രി നോക്കുമ്പോൾ പോകുന്നത്. അതിനെ പാരാസെൻട്രൽ സ്കോട്ടോമ, അതാണ് ഫസ്റ്റ് ചേഞ്ച്. അവിടുന്ന് പിന്നെ കുറച്ച് പോയി അവസാനം ആർക്യൂട്ട് സ്കോട്ടോമ ആവും. പിന്നെ കംപ്ലീറ്റ് ഡിസ്ട്രക്ട് ചെയ്ത് പോകുന്നതനുസരിച്ച് ഇങ്ങനെ കംപ്ലീറ്റ് ലോസ് ഓഫ് ഫീൽഡ് മുഴുവൻ പോയി ഇപ്പൊ സെക്കൻഡ് റോയിൽ സെക്കൻഡ് ലാസ്റ്റ് പിക്ചർ പോലെ ട്യൂബുലാർ വിഷൻ, നടുക്ക് സെൻട്രൽ ഒരു പാർട്ട് മാത്രം വിഷൻ കാണും, ബാക്കി മൊത്തം പോകും. അതിനെ ട്യൂബുലാർ വിഷൻ എന്നാ പറയുന്നത്. പിന്നെ അവസാനം ഫുൾ ബ്ലൈൻഡ് ആവും. ഈ ഒരു രീതിയിലാണ് പ്രോഗ്രസ് ചെയ്യുന്നത്. ഇത് 2 കാര്യമാണ് ഒന്നും ആർക്കാനുള്ളത്. ഏറ്റവും മോസ്റ്റ് കോമണസ്റ്റ് ക്യാരക്ടറിസ്റ്റിക് ഡിഫക്റ്റ് ആർക്യൂട്ട് സ്കോട്ടോമയാണ്, ഫസ്റ്റ് പാരാസെൻട്രൽ സ്കോട്ടോമ. ഇനി കോർണിയൽ ഡിസീസസ്. കോർണിയൽ ഡിസീസ് എന്ന് പറയുമ്പോൾ കോർണിയൽ അൾസർ വരാൻ, കെരറ്റൈറ്റിസ് ഇതിനകത്ത് കുറച്ച് ഇമ്പോർട്ടന്റ് ആണ്. ചിലപ്പോ ബാക്ടീരിയൽ കെരറ്റൈറ്റിസ്, അല്ലെങ്കിൽ ഓരോ ഓർഗാനിസം അനുസരിച്ച് അതിന്റെ ഫീച്ചേഴ്സ് ഡിഫറെന്റ് ആവും. അത് കുറച്ച് കാര്യങ്ങൾ അതിനകത്ത് ഓർത്ത് വെക്കാനുണ്ട്. ഇപ്പൊ ബാക്ടീരിയൽ കെരറ്റൈറ്റിസ് എന്ന് പറയുമ്പോൾ ഓൾവേസ് ബാക്ടീരിയൽ ഇൻഫെക്ഷൻ എപ്പോഴും വിത്ത് പെയിൻഫുൾ ആയിരിക്കും, അക്യൂട്ട് ആയിരിക്കും, പ്യൂറുലന്റ് ഡിസ്ചാർജ് ഉണ്ടാവും.
വിത്ത് സ്റ്റിക്കി ഐസ് ഒക്കെ ആയിരിക്കും. ബാക്ടീരിയൽ ഇൻഫെക്ഷൻ എപ്പോഴും അങ്ങനെ തന്നെ ആയിരിക്കും. ദെൻ ഫംഗസ് ആണെങ്കിൽ ഇപ്പം ഇത് ഫംഗസിൻ്റെത് ചിലപ്പോൾ ഒരു ഹിസ്റ്ററി പോലെ, ഇപ്പൊ ഫാർമർ വിത്ത് ഒരു ഇഞ്ചുറി ദാറ്റ്സ് ഫ്യൂ ഡേയ്സ് ബാക്ക് ദി ഇഞ്ചുറി വിത്ത് എ സ്റ്റിക്ക് ഓഫ് ട്രീ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മരക്കൊമ്പ് അങ്ങനെ എന്തെങ്കിലും ഒരു ഇത് കൊണ്ടിട്ടുള്ള ചെറിയൊരു ഇഞ്ചുറി ഫ്യൂ ഡേയ്സ് ബാക്ക് ഉണ്ടായിരുന്നു എന്നുള്ള രീതിയിൽ അങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് കൂടുതലും അതിൽ കണ്ടിട്ടുള്ളത്. ഒരു ഹിസ്റ്ററി ഓഫ് വെജിറ്റേറ്റീവ് ട്രോമ ഉണ്ടായിരിക്കും. അപ്പൊ നമ്മൾ നോക്കുമ്പോൾ അൾസേഴ്സ് വിത്ത് ഫെദറി മാർജിൻ ആണ്. പിന്നെ സാറ്റലൈറ്റ് ലീഷൻസ് എന്ന് വെച്ചാൽ അടുത്തടുത്തടുത്ത് ചെറിയ ചെറിയ സ്പോട്സ് പോലെ സാറ്റലൈറ്റ്സ് പോലെ ലീഷൻസ് ഉണ്ടാവും. അപ്പൊ ഈ ഫംഗൽ കെരട്ടൈറ്റിസ് ഓർക്കാനുള്ളത് വെജിറ്റേറ്റീവ് ട്രോമയുടെ ഹിസ്റ്ററി ഉണ്ടാവും, അൾസർ ഓൾവേസ് ഫെദറി മാർജിൻസ് ആയിരിക്കും, സാറ്റലൈറ്റ് ലീഷൻ. ഈ 3 വേർഡ്സ് എടുത്ത് വെച്ചാൽ മതി കേട്ടോ. പിന്നെ ഹെർപ്പിസ് സിംപ്ലെക്സ് കെരട്ടൈറ്റിസ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അത് പലപ്പോഴും ഒത്തിരി റിപ്പീറ്റഡ്ലി ചോദിക്കുന്നുണ്ട്. ഡെൻഡ്രൈറ്റിക് അൾസർ ആണ്, അത് അത്രയും മാത്രം ഓർത്താൽ മതി. കോർണിയൽ സെൻസേഷൻ റെഡ്യൂസ്ഡ് ആയിരിക്കും. ബ്രാഞ്ചിങ്, ഡെൻഡ്രൈറ്റിസ് എന്ന് പറഞ്ഞാൽ പല ബ്രാഞ്ചസ് ഉണ്ടാവും. ദെൻ അക്കാന്തമീബ കെരട്ടൈറ്റിസിൽ ഒറ്റ കാര്യമുള്ളൂ, ആഫ്റ്റർ കോണ്ടാക്ട് ലെൻസ് യൂസ്. അപ്പൊ അതിൽ ഹിസ്റ്ററിയിൽ കോണ്ടാക്ട് ലെൻസ് യൂസ് ചെയ്തതിന് ശേഷം പെയിൻ, റെഡ്നെസ്, വാട്ടറി ഡിസ്ചാർജ് ഫ്രം ദ ഐസ്, അങ്ങനത്തെ ഒരു ഹിസ്റ്ററി ആയിരിക്കും കിട്ടുന്നത്. അപ്പൊ കോണ്ടാക്ട് ലെൻസ് യൂസ് ഉണ്ടോ, അക്കാന്തമീബ കെരട്ടൈറ്റിസ് ആണ്. ഓക്കെ, ഇത് ഇത്രയാണ് അതിൽ ഓർക്കേണ്ടത്. ഇപ്പൊ ബാക്ടീരിയൽ അറിയാം, ഫംഗലിൽ വെജിറ്റേറ്റീവ് ട്രോമ ഹിസ്റ്ററി ഉണ്ടാവും. ദെൻ ഹെർപ്പിസ് സിംപ്ലെക്സിൽ ഡെൻഡ്രൈറ്റിക് അൾസർ ആയിരിക്കും. കോർണിയൽ സെൻസേഷൻ റെഡ്യൂസ്ഡ് ആയിരിക്കും. അക്കാന്തമീബ ആഫ്റ്റർ കോണ്ടാക്ട് ലെൻസ് യൂസ്. ജസ്റ്റ് ഇത്രയും കാര്യങ്ങൾ അതിനകത്ത്. ഇത് ഡെൻഡ്രൈറ്റിക് അൾസറിന്റെ പിക്ചർ ആണ്. ബ്രാഞ്ചിങ് അൾസർ ഏതിലാ ഡെൻഡ്രൈറ്റിക് അൾസർ വരുന്നത്? ഹെർപ്പിസ് സിംപ്ലെക്സിൽ. ദെൻ കെരട്ടോകോണസ് എന്ന് പറഞ്ഞൊരു കണ്ടീഷൻ ഉണ്ട്. അതിനകത്ത് കുറച്ച് സൈൻസ്, മൺസൺ സൈൻ ഒക്കെ ചോദിച്ച് കണ്ടിട്ടുണ്ട്, അതുകൊണ്ട് ജസ്റ്റ് ഇൻക്ലൂഡ് ചെയ്തതാണ്. പ്രോഗ്രസീവ് നോൺ ഇൻഫ്ലമേറ്ററി തിന്നിങ്, ഇൻഫ്ലമേഷൻ എന്ന് കാണൂല, ജസ്റ്റ് കോണിയ തിൻ ചെയ്തിട്ട് അതൊരു കോൺ ഷേപ്ഡ് ആയി മാറും. കോണിയുടെ സൈസ് മാറുമ്പോഴത്തേക്ക് അസ്റ്റിഗ്മാറ്റിസം ഉണ്ടാകും. അതാണ് അതിന്റെ ഇത് കോംപ്ലിക്കേഷൻ. അതിനകത്ത് ഈ മൺസൺ സൈൻ ഒക്കെ ഇടയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ഫ്ലെക്ഷൻ റിങ്, മൺസൺ സൈൻ എന്ന് പറഞ്ഞാൽ വി ഷേപ്ഡ് പ്രൊട്രൂഷൻ ഓഫ് ലോവർ ലിഡ് ഓൺ ഡൗൺവേർഡ് ഗേസ്. നമ്മൾ താഴേക്ക് നോക്കുമ്പോൾ ഈ കോണിയ ഇങ്ങനെ കോൺ ഷേപ്ഡ് ആയതുകൊണ്ട് ലോവർ ലിഡ് വി പോലെ ഇങ്ങനെ ഇരിക്കും. ടെറിജിയം റിപ്പീറ്റഡ്ലി ചോദിക്കുന്ന ഒരു കണ്ടീഷനാണ്, ഭയങ്കര ഈസിയാണ്. അപ്പം അതെന്താന്നുള്ള ജസ്റ്റ് ഒന്ന് ഐഡന്റിഫൈ ചെയ്ത് വെക്കുക. ട്രയാങ്കുലർ ഫൈബ്രോവാസ്കുലർ ഗ്രോത്ത് ഓഫ് കൺജക്ടൈവ എക്സ്റ്റെൻഡിങ് ടു വൺ. കൺജക്ടൈവൽ ഗ്രോത്ത് ആണ്, അത് കോണിയയിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുന്നതായിട്ട് കാണും. അപ്പൊ അതിന്റെ കോമൺ സൈഡ് ചോദിക്കാറുണ്ട്, ഏത് സൈഡിലാണ് കൂടുതൽ വരുന്നത്, നെയ്സൽ സൈഡ്, ടെമ്പറൽ സൈഡ്. അപ്പൊ നെയ്സൽ സൈഡിൽ നിന്നാണ് അത് അതിന്റെ കോമൺ സൈഡ്. മെയിൻ റിസ്ക് ഫാക്ടർ എന്ന് പറഞ്ഞാൽ അൾട്രാവയലറ്റ് എക്സ്പോഷർ ആണ്. ഇത് പിന്നെ ഇത് ചോദിക്കുന്ന ടെറിജിയം, അപ്പം വിച്ച് ഓഫ് ദ ഫീച്ചേഴ്സ് ഇസ് നോട്ട് പ്രസന്റ് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ ചോദിക്കും. അപ്പൊ അതിനകത്ത് കോസസ് വിഷ്വൽ ഡിസ്റ്റർബൻസ്. ഇപ്പം വിഷ്വൽ ഇതിനകത്ത് ഉണ്ടോ, ഇപ്പം വിഷൻ പ്രോബ്ലം ഉണ്ടാക്കോ ഇല്ലേ എന്നുള്ളതാണ്. ഇത് ഇഫ് ഇറ്റ് ഇൻവേർഡ്സ് ദ കോർണിയ ഇറ്റ് കോസസ് വിഷ്വൽ ഡിസ്റ്റർബൻസ്. അപ്പൊ കോർണിയയിലേക്ക് ഇൻവേർഡ് ചെയ്ത് ഇപ്പൊ അതുവരെ എത്തിക്കഴിഞ്ഞ് ലിംബസിലേക്ക് എൻക്രോച്ച് ചെയ്ത് കയറി കഴിഞ്ഞാൽ അത് വിഷ്വൽ ഡിസ്റ്റർബൻസ് ഉണ്ടാക്കും. ഓക്കെ, അതിന്റെ ട്രീറ്റ്മെന്റ് സർജിക്കൽ എക്സിഷൻ ആണ്. അപ്പൊ അതുമായിട്ട് കമ്പയർ ചെയ്യുന്ന അടുത്തൊരു കണ്ടീഷനാണ് പിങ്കിക്കുല എന്ന് പറയുന്നത്. അപ്പൊ ഇതെന്ന് പറഞ്ഞാൽ കൺജക്ടൈവൽ ലീഷനിൽ യെല്ലോയിഷ് റൈസ്ഡ് ലീഷൻ ആണ്. അപ്പൊ ഇതും അതിന്റെ കോസും യു വി എക്സ്പോഷർ അല്ലെങ്കിൽ ലോങ് ടേം എക്സ്പോഷർ ടു ഇറിറ്റൻസ് ഒക്കെയാണ്. ബട്ട് ഇതിനെ നമ്മള് മറ്റേ ടെറിജിയത്തിൽ നിന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇത് ഒരിക്കലും കോർണിയയിൽ എൻക്രോച്ച് ചെയ്യത്തില്ല, ലിംബസിലേക്ക് പോകത്തില്ല. ഓക്കെ, മറ്റേ ടെറിജിയം ലിംബസിലേക്ക് എൻക്രോച്ച് ചെയ്യാം. ഇത് യെല്ലോ കളറാണ്. ഓക്കെ, ഇനി റിഫ്രാക്റ്റീവ് എറേഴ്സ്. റിഫ്രാക്റ്റീവ് എറേഴ്സ് എല്ലാവർക്കും അറിയുന്നതാണല്ലോ, മയോപ്പിയ ആൻഡ് ഹൈപ്പർമെട്രോപ്പിയ. ഇപ്പൊ മയോപ്പിയ എന്ന് പറഞ്ഞാൽ ഷോർട്ട് സൈറ്റ് ആണ്. ഷോർട്ട് സൈറ്റ് എന്ന് പറഞ്ഞാൽ അടുത്തുള്ളത് കാണാൻ പറ്റും, ദൂരമുള്ളത് ബ്ലേർഡ് ആയിരിക്കും. ഓക്കെ, നമുക്ക് ഇപ്പൊ കുട്ടികളൊക്കെ ആണെങ്കിൽ നോട്ട്ബുക്ക് വായിക്കാൻ പറ്റും, പക്ഷെ ബോർഡ് കാണാൻ പറ്റില്ല. അപ്പൊ എന്തുകൊണ്ടാണ് ഇത്? ഇമേജ് ഫോംസ് ഇൻ ഫ്രണ്ട് ഓഫ് ദ റെറ്റിന. അപ്പൊ ഐബോൾ, ഇതിന്റെ മെയിൻ പത്തോളജി എന്ന് പറഞ്ഞാൽ ഐബോൾ ഭയങ്കര വലുതായിരിക്കും. അപ്പൊ ഇമേജ് ശരിക്കും കറക്റ്റ് ഒരു സൈസ് ആണെങ്കിൽ ഇമേജ് നേരെ റെറ്റിനയിലേക്ക് ഫോം ചെയ്യുള്ളൂ. അപ്പൊ ഈ ഐബോൾ കുറച്ച് ലോങ് ആയതുകൊണ്ട്, വലുതായതുകൊണ്ട് ഇമേജ് നേരെ റെറ്റിനയുടെ ഫ്രണ്ടിൽ വന്നിട്ട് ഫോം ചെയ്യും. അതാണ് അതിന്റെ കറക്ഷൻ ആണ് ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന. മയോപ്പിയയിൽ കോൺകേവ് ലെൻസ്, ഹൈപ്പർമെട്രോപ്പിയൽ ലോങ് സൈഡിൽ കോൺവെക്സ് ലെൻസ്. അത് രണ്ടും ഓർത്ത് വെക്കാം.
അപ്പൊ മയോപ്പിയുടെ അസോസിയേഷൻ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഓപ്പൺ ആംഗിൾ ഗ്ലോക്കോമ വരാം. ഐബോൾ വലുതായതുകൊണ്ട് ആംഗിൾ ക്ലോസ് ഒന്നും ആയിരിക്കില്ല, അപ്പൊ ഗ്ലോക്കോമ ഓപ്പൺ ആംഗിൾ ആയിരിക്കും. ഇപ്പൊ പ്രിമച്യൂർ ബേബീസിലും മയോപ്പിയ കൂടുതലായിട്ട് വരും. ഹൈപ്പർമെട്രോപ്പിയയിൽ നേരെ തിരിച്ച് നിയർ ഒബ്ജക്ട്സ് ബ്ലഡ് ആയിരിക്കും. അപ്പം കുട്ടി എന്താ പറയുന്നത്, ബോർഡ് കാണാൻ പറ്റും പക്ഷെ ബുക്ക് വായിക്കുമ്പോൾ ക്ലിയർ അല്ല. അപ്പൊ അതിനകത്ത് ഷോർട്ട് ഐബോൾ ആണ്. അപ്പം ഐബോൾ വളരെ ഷോർട്ട് ആകുമ്പോൾ ഇമേജ് ഫോം ചെയ്യുമ്പോൾ റെറ്റിനയുടെ പുറകിലേക്ക് ആയിപ്പോവും. അതിന് കോൺവെക്സ് ലെൻസ് ആണ് കൊടുക്കുന്നത്. അപ്പൊ ഇതിന്റെ അസോസിയേഷൻ ഐബോൾ വളരെ ഷോർട്ട് ആയതുകൊണ്ട് ആംഗിൾ ഒക്കെ ഭയങ്കര ചെറുതായിരിക്കും. അപ്പൊ ആംഗിൾ ക്ലോഷർ ഗ്ലോക്കോമ ഉണ്ടാവും. പ്രിസ്ബയോപ്പിയ നേരത്തെ പറഞ്ഞതാ, ഏജ് റിലേറ്റഡ് ലോസ് ഓഫ് അക്കോമഡേഷൻ, ഡിഫിക്കൽട്ടി ഇൻ സീയിങ് നിയർ ഒബ്ജക്ട്സ്. ഒരു 10-40 വയസ്സായി കഴിയുമ്പോൾ ഇപ്പൊ ഫോണോ അല്ലെങ്കിൽ ബുക്കോ അടുത്ത് പിടിക്കുമ്പോൾ കാണാൻ പറ്റൂല, കുറച്ച് ദൂരം ഇങ്ങോട്ട് മാറ്റി പിടിച്ചാലേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. ഇത് ലോസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഓഫ് ക്രിസ്റ്റലൈൻ ലെൻസ്. ഇപ്പൊ നമ്മളിത് ഹൈപ്പർമെട്രോപ്പിയുടെ ഫീച്ചർ അല്ലേ, ദൂരെ പിടിച്ചാൽ കാണുന്നത്. അപ്പൊ അതിന് യൂസ് ചെയ്യുന്ന കറക്ഷൻ ലെൻസ് തന്നെ കോൺവെക്സ് ലെൻസ് ആണ് ഇതിന് യൂസ് ചെയ്യുന്നത്. യുവിഐറ്റിസ് ഒരു ബിഗ് ടോപ്പിക് ആണ്. അത് നമ്മളെ ഈ ഒരു ടൈം ലിമിറ്റിനകത്ത് പറയാൻ പറ്റുന്നതല്ല. ഇപ്പൊ യുവി അട്രാക്ട്, ഐറിസ്, സീലിയറി ബോഡി, കൊറോയിഡ് നേരത്തെ പറഞ്ഞു. യുവിഐറ്റിസ് 2 തരത്തിലുണ്ട്, ആന്റീരിയർ യുവിഐറ്റിസ്, പോസ്റ്റീരിയർ യുവിഐറ്റിസ്. ഇപ്പൊ ആന്റീരിയർ യുവിഐറ്റിസ് അറിയാം, ആന്റീരിയർ പാർട്ടിൽ യുവിയ വരുന്ന സ്ട്രക്ചേഴ്സ് ആണ് ഐറിസ്, സീലിയറി ബോഡി എന്ന് നേരത്തെ. യുവിയ നമ്മുടെ മിഡിൽ ലെയർ ആണ്, വസ്കുലാർ ലെയർ ആണ് ഇതിന്റെ. അപ്പൊ അതിന്റെ മുമ്പിൽ വരുന്ന പാർട്ടാണ് ഐറിസും സീലിയറി ബോഡിയും, ബാക്കിലോട്ട് യുവിയ, കൊറോയിഡ് അല്ലെങ്കിൽ കൊറോയിഡ്. അപ്പൊ അതിൽ ആന്റീരിയർ യുവിഐറ്റിസ് ഐറിസിനെയും സീലിയറി ബോഡിനെയും എഫക്ട് ചെയ്യുമ്പോഴാണ് പോസ്റ്റീരിയർ യുവിഐറ്റിസ് കൊറോയിഡ്. ഇപ്പൊ സിംറ്റംസ് ഇതിനകത്ത് മെയിൻ ആയിട്ട് ഇപ്പൊ ഒറ്റ കാര്യം ഓർത്തിരിക്കുക, പെയിൻഫുൾ റെഡ് ഐ ആയിരിക്കും, ഫോട്ടോഫോബിയ ഉണ്ടാവും, പ്യൂപ്പിൾ ഭയങ്കര ക്യാരക്ടറിസ്റ്റിക് ആണ്, സ്മോൾ ഇറഗുലർ പ്യൂപ്പിൾ ആയിരിക്കും. അതാണ് അതിന്റെ യുവിഐറ്റിസിന്റെ ഒരു ഫീച്ചർ. പിന്നെ ഇതിനകത്ത് കുറെ ഇത് സൈനക്കെ ഫോം ചെയ്യും. ആന്റീരിയർ യുവിഐറ്റിന് ആന്റീരിയർ സൈനക്കെ എന്ന് വെച്ചാൽ ഒട്ടിപ്പിടിച്ചിരിക്കും. ആന്റീരിയർ യുവിഐറ്റിസ് ഇപ്പൊ സീലിയറി ബോഡിയും ഈ നമ്മുടെ ഐറിസും എല്ലാം കൂടി ചേർന്നിട്ട് കോർണി ആയിട്ട് ഒരു അഡ്ഹഷൻ ഉണ്ടാവും. അതാണ് ആന്റീരിയർ സൈനക്കെ. പോസ്റ്റീരിയർ പാർട്ടിൽ വരികയാണെങ്കിൽ അതുപോലെ പോസ്റ്റീരിയർ സൈനക്കെ ഉണ്ടാവും. പിന്നെ ഒരു കെരാറ്റിൻ പ്രസിപ്പിറ്റേറ്റ്, ഈ കെരാറ്റിൻ പ്രസിപ്പിറ്റേറ്റ് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറുണ്ട്, KPs, അതും ആന്റീരിയർ യുവിഐറ്റിസിലാണ്. അപ്പൊ ഇതിന്റെ ട്രയാഡ് ഓഫ് സിംറ്റം ഇപ്പൊ ഒരു ഹിസ്റ്ററി പോലെ ചോദിച്ചാൽ പെയിൻഫുൾ റെഡ് ഐ, ഫോട്ടോഫോബിയ, സ്മോൾ ഇറഗുലർ പീപ്പിൾ, അത് മാത്രം അത്രയും ഓർത്തിരിക്കാം യുവിഐറ്റിസ്. Then painful loss of vision. Causes of painful loss of vision, painless loss of vision, അതും MCQ ആയിട്ട് ചോദിക്കാറുണ്ട്. ആന്റീരിയർ യുവിഐറ്റിസ് ഇപ്പൊ പറഞ്ഞു, വെരി പെയിൻഫുൾ ആണ്. ദെൻ ആംഗിൾ ക്ലോഷർ ഗ്ലോക്കോമ, പെയിൻഫുൾ സഡൻ ലോസ് ഓഫ് വിഷൻ. ദെൻ ഒപ്റ്റിക് ന്യൂറൈറ്റിസ് അതുപോലെ തന്നെ പെയിൻഫുൾ ആയിരിക്കും. ദെൻ കെരറ്റൈറ്റിസ്, കോർണിയൽ അൾസറിന് അത് നമുക്ക് നേരെ നോക്കുമ്പോൾ തന്നെ കാണാൻ പറ്റുന്നതാണ് കോർണിയൽ അൾസർ ഉണ്ടോ എന്നുള്ളത്. പിന്നെ സ്ക്ലീറൈറ്റിസ്, സെല്ലുലൈറ്റിസ്, ഇതൊക്കെയാണ് പെയിൻഫുൾ ലോസ് ഓഫ് വിഷൻ. ദെൻ പെയിൻലെസ് ലോസ് ഓഫ് വിഷൻ ആണെങ്കിൽ പെയിൻഫുൾ ഗ്രാജുവൽ ലോസ് ഓഫ് വിഷൻ, കാറ്ററാക്ട്, റിഫ്രാക്റ്റീവ് എറർ, പ്രൈമറി ഓപ്പൺ ആംഗിൾ ഗ്ലോക്കോമ, ഏജ് റിലേറ്റഡ് മാക്കുലോപ്പതി ആൻഡ് ഡയബറ്റിക് റെറ്റിനോപ്പതി. ഓക്കെ. ദെൻ പെയിൻലെസ് സഡൻ ലോസ് ഓഫ് വിഷൻ ആണെങ്കിൽ സെൻട്രൽ റെറ്റിനൽ ആർട്ടറി ഒക്ലൂഷൻ, സെൻട്രൽ റെറ്റിനൽ വെയിൻ ഒക്ലൂഷൻ, റെറ്റിനൽ ഡിറ്റാച്ച്മെന്റ്, വിട്രിയസ് ഹെമറേജ്. ഓക്കെ. അപ്പം നമുക്ക് എക്സാമിനാണെങ്കിലും സഡൻ മോണോക്കുലാർ ലോസ് ഓഫ് വിഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു ഹിസ്റ്ററി തരുവാണെങ്കിൽ അത് മോസ്റ്റ് പ്രോബബ്ലി അതിന്റെ ആൻസർ സെൻട്രൽ റെറ്റിനൽ ആർട്ടറി ഒക്ലൂഷൻ ആയിരിക്കും കേട്ടോ. ഒറ്റ 1 ഐ ആയിരിക്കും എഫക്റ്റഡ് ആവുന്നത് മോസ്റ്റ്ലി. അപ്പൊ സഡൻ ആയിരിക്കും, പെയിൻലെസ് ആയിരിക്കും. അപ്പോൾ അതിന്റെ ഒരു ഫൈൻഡിങ് എന്ന് പറഞ്ഞാൽ ചെറിയ റെഡ് സ്പോട്ട് ഇൻ മാക്കുല, അതും ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ ഉണ്ടാവും. ഓക്കെ. ബാക്കിയൊന്നും ഓർത്തില്ലെങ്കിൽ ആ ഒരെണ്ണം അത് മോസ്റ്റ്ലി ചോദിക്കാറുണ്ട് ഹിസ്റ്ററി പോലെ. സഡൻ മോണോക്കുലാർ ലോസ് ഓഫ് വിഷൻ, പെയിൻലെസ്. Then ocular manifestation of systemic diseases. അത് നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ് എല്ലാം, നമ്മൾ പല പല സിസ്റ്റത്തിലും പഠിക്കുന്നതാണ്. ആൻഗോയിലോസിംഗ് സ്പോണ്ടൈലൈറ്റിസിൽ സീറോ നെഗറ്റീവ് ആർത്രൈറ്റിസിൽ എല്ലാം വരും. ഏതാണ് അറിയാലോ, ഏതാ സീറോ നെഗറ്റീവ് ആർത്രൈറ്റിസ്? ബാക്കി അതിന്റെ അസോസിയേഷൻ ആൻഗോയിലോസിംഗ് സ്പോണ്ടൈലൈറ്റിസിന്റെ കൂടെ വരുന്നത് ഏതൊക്കെയാ? Psoriatic arthritis, neuropathic arthritis. Yeah. Peer. Ankylosing spondylitis and reactive arthritis. Okay. ഈ 4 നമ്മുടെ സീറോ നെഗറ്റീവ് ആർത്രൈറ്റിസ്. ഇതിനെല്ലാം ഐന്റെ എഫക്ഷൻ എന്താണ്? ആന്റീരിയർ യുവൈറ്റിസ് ആണ്. ഈ കണ്ടീഷനിലെല്ലാം HLA-B27 പോസിറ്റീവ് ആയിരിക്കും. ഓക്കെ.
ദെൻ റുമറ്റോയിഡ് ആർത്രൈറ്റിസിൽ ഇത് സ്പെസിഫിക്കലി ചോദിക്കും കേട്ടോ, നമുക്കെല്ലാം പെയിൻഫുൾ റെഡ് ഐ എന്ന് അറിയാവും, ഓരോ പാർട്ടാണ് ഓരോ ഡിസീസിൽ ചോദിക്കുന്നത്. ഇപ്പൊ റുമറ്റോയിഡ് ആർത്രൈറ്റിസിൽ സ്ക്ലീറൈറ്റിസും എപ്പിസ്ക്ലീറൈറ്റിസും ആണ് ഉണ്ടാകുന്നത്. സ്ക്ലീറൈറ്റിസ് ആണ് മെയിൻ ആയിട്ട്. ഓക്കെ, മൾട്ടിപ്പിൾ സ്ക്ലീറോസിസിൽ ഒപ്റ്റിക് ന്യൂറൈറ്റിസ് ആണ്. പിന്നെ വിൽസൺസിൽ കേഫ് റിംഗ്, കെസർ ഫ്ലഷർ റിംഗ് അറിയുന്നതാണ് എല്ലാവർക്കും. പിന്നെ ന്യൂറോഫൈബ്രോമാറ്റോസിസിൽ ലിഷ് നോഡ്യൂൾസ് ഉണ്ടാവും. ദെൻ സാർക്കോയിഡോസിസ് ടിബിയിലൊക്കെ യുവിഐറ്റിസ് ആണ്, ഗ്രാനുലോമാറ്റസ് യുവിഐറ്റിസ്, അതിലാണ് കെരാറ്റിൻ പ്രസിപ്പിറ്റേറ്റ്സ് ഒക്കെ ഉണ്ടാകുന്നത്. ഇപ്പൊ എൻഡോകാർഡൈറ്റിസിൽ റോസ് സ്പോട്സ് ഉണ്ടാവും. പിന്നെ മർഫാൻസിലും ഹോമോസിസ്റ്റിന്യൂരിയയിലും ലെൻസ് ഡിസ്ലൊക്കേഷൻ ആണ്, എക്ടോപ്പിയ ലെൻറ്റിസ്, അത് ചോദിച്ചു കണ്ടിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അതില് എങ്ങോട്ടാണ് ലെൻസ് ഡിസ്ലൊക്കേറ്റ് ചെയ്യുന്നുള്ളത്? അപ്പൊ മർഫാൻസിൽ സുപ്രാ ടെമ്പറൽ ആണ്, മുകളിലേക്കാണ്. ദെൻ ഹോമോസിസ്റ്റിന്യൂറിയൽ ആണെങ്കിൽ ഡൗൺവേർഡ് ഡിസ്ലൊക്കേഷൻ ആണ്, ഇൻഫ്രോനേസൽ ആണ്. ഓക്കെ, okay, this ends with the ophthalm. Then we'll go for ENT. ENT, okay, ENT, yeah. First, ASOM. Start with ER. Okay, ESOM, acute suppurative otitis media. The common over അതിനകത്ത് കാര്യമായിട്ടൊന്നും അതിന്റെ സിംറ്റംസ് ഒക്കെ നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. അപ്പൊ അതിനകത്ത് കൂടുതലും ചോദിക്കുന്നത് ഓർഗാനിസംസ് ആണ്. ഏറ്റവും മോസ്റ്റ് കോമൺ ഓർഗാനിസം സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയ, പിന്നെ ഹിമോഫിലസ് ഇൻഫ്ലുവൻസ, മൊറാക്സില്ല കാറ്ററാലിസ്, ഇതൊക്കെയാണ് മെയിൻ ഓർഗാനിസം. അതിന്റെ ക്ലിനിക്കൽ ഫൈൻഡിങ്ങും MCQ ചോദിക്കുന്നതാണ്. ബൾജിങ് എരിത്തിമാറ്റസ് ടിംപാനിക് മെംബ്രെയിൻ, അത് ഓർത്ത് വെക്കണം കേട്ടോ. ബൾജിങ് എരിത്തിമാറ്റസ്, ബൾജ് ചെയ്തിട്ടുള്ള ടിംപാനിക് മെംബ്രെയിൻ. അതിന്റെ കോംപ്ലിക്കേഷൻ, കുറെ കോംപ്ലിക്കേഷൻ ഉണ്ടാവും. അതിനകത്ത് ചോദിക്കുന്ന ഒരു കോംപ്ലിക്കേഷൻ അക്യൂട്ട് മാസ്റ്റോയിഡൈറ്റിസ് ആണ്, കോമൺ കോംപ്ലിക്കേഷൻ. ഇത് ടിംപാനിക് മെംബ്രെയിന്റെ ഒരു പിക്ചറാണ്, അത് ജസ്റ്റ് CSOM ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചതാണ്, അതൊന്ന് മനസ്സിലാകാനായിട്ട്. ഇപ്പൊ ടിംപാനിക് മെംബ്രെയിന് 2 പാർട്ടുണ്ട്. താഴെ പാസ് ടെൻസ കാണുന്നില്ലേ, മുകളില് പാസ് ഫ്ലാസിഡ. അപ്പോ ഈ പാസ് ടെൻസേനെ നമ്മൾ മീസോ ടിംപാനം എന്ന് പറയും. അപ്പൊ മുകളിലുള്ള പാസ് ഫ്ലാസിഡേനെ എപ്പി ടിംപാനം എന്ന് പറയും. ആ ഒരു ഡിഫറൻസ് ഈ ഒരു CSOM ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് കാണിച്ചത്. അപ്പൊ അതിനകത്ത് CSOM മെയിൻലി 2 ടൈപ്പ് ഉണ്ട്. ക്രോണിക് സപ്പറേറ്റീവ് ഒട്ടൈറ്റിസ് മീഡിയ, ഇത് സ്ഥിരം ക്വസ്റ്റ്യൻ ആണ്. അതിനകത്ത് തന്നെ അത് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ ആയിട്ടായിരിക്കും ചോദിക്കുന്നത്, അപ്പൊ ഏത് ടൈപ്പ് ആണെന്നുള്ളതാണ്. അപ്പൊ അതിനകത്ത് നമുക്ക് 2 ടൈപ്പിൽ, ഒന്ന് ടൂബോ ടിംപാനിക്, അതിനെ നമ്മൾ സേഫ് ഒട്ടൈറ്റിസ് മീഡിയ എന്ന് പറയും. സെക്കൻഡ് വൺ ഈസ് അറ്റിക്കോ ആൻഡ്രൽ അൺസേഫ്. അപ്പൊ അതിന്റെ ഫീച്ചേഴ്സ്, ഇപ്പം ഇത് ടൂബോ ടിംപാനിക് ആണെങ്കിൽ എഫക്ട് മീസോ ടിംപാനം വെച്ചാൽ താഴത്തെ പാട്ടിനെയാണ് ബാധിക്കുന്നത്. അപ്പൊ അതിനകത്ത് പ്രൊഫ്യൂസ് മ്യൂക്കോ പ്യൂറുലന്റ് ഡിസ്ചാർജ് ഉണ്ടാവും. അപ്പൊ ഈ അറ്റിക്കോ ആൻഡ്രൽ ആണെങ്കിൽ മോളിൽ എപ്പി ടിംപാന അപ്പർ പാട്ടിനെയാണ് അത് എഫക്ട് ചെയ്യുന്നത്. അപ്പൊ അതിനകത്ത് ഡിസ്ചാർജ് അത്രയും പ്രൊഫ്യൂസ് ഒന്നും ഉണ്ടാവില്ല, ഫൗൾ സ്മെല്ലിംഗ് സ്കാൻഡി ഡിസ്ചാർജ് ആയിരിക്കും. ഓക്കെ, ദെൻ ഇതിന്റെ ടൂബോ ടിംപാനിക്കിൽ പെർഫറേഷൻ സെൻട്രൽ ആയിരിക്കും. ഈ അറ്റിക്കോ ആൻഡ്രലിൽ പെർഫറേഷൻ, അതിന് എന്തായാലും അറ്റിക് അല്ലെങ്കിൽ മാർജിൻ മോളിൽ എപ്പി ടിംപാനത്തിനെയാണ് അത് എഫക്ട് ചെയ്യുന്നത്. അപ്പൊ പെർഫറേഷൻ മോളിലായിരിക്കും സ്വാഭാവികമായി. പിന്നെ ഈ അറ്റിക്കോ ആൻഡ്രലിന്റെ ഒരു ഇമ്പോർട്ടന്റ് ക്യാരക്ടറിസ്റ്റിക് ആണ് കോളിസ്റ്റിയോട്ടമ ഫോർമേഷൻ. അപ്പൊ കോളിസ്റ്റിയോട്ടമ എന്ന് വെച്ചാൽ ഇറ്റ് ഇസ് എ ഡെപ്പോസിഷൻ ഓഫ് സം കെരാറ്റിൻ ഡെപ്പോസിറ്റ് പ്ലസ് സ്ട്രാറ്റിഫൈഡ് സ്ട്രോമസ് എപ്പിത്തീലിയം, ഇതെല്ലാം കൂടി ഡെപ്പോസിറ്റ് ചെയ്ത് ഉണ്ടാകുന്ന ഒരു സാധനമാണ് ഈ കോളിസ്റ്റിയോട്ടോമ. അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. കോളിസ്റ്റിയോട്ടമ ഏതിലാന്നുള്ളത് റിപ്പീറ്റഡ് MCQ ആണ്. ഇപ്പൊ കോളിസ്റ്റിയോട്ടമ ഉണ്ടാവുമ്പോ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാല് അത് ബോണി ഇറോഷനും ഡിസ്ട്രക്ഷനും ഉണ്ടാക്കും. ഓക്കെ, അപ്പൊ ഈ ടൂബോ ടിംപാനിക്കില് കോളിസ്റ്റിയോട്ടമ ആബ്സെന്റ് ആണ്. അപ്പൊ അതിന് കോംപ്ലിക്കേഷൻസ് ഒക്കെ ലെസ്, അപ്പൊ ഇതിന് കോംപ്ലിക്കേഷൻ ലെസ് കോമൺ ആണ്. CSOMല് കോംപ്ലിക്കേഷൻ മോർ കോമൺ ആണ്. ഈ അറ്റിക്കോ ആൻഡ്രലില് മോർ കോമൺ ആണ്. രണ്ടും കണ്ടക്റ്റീവ് ഡെഫ്നെസ് ഉണ്ടാക്കും, പക്ഷെ കൂടുതൽ മോർ സിവിയർ കണ്ടക്റ്റീവ് ഡെഫ്നെസ് എന്ന് പറഞ്ഞാൽ അറ്റിക്കോ ആൻഡ്രൽ ആണ്. മനസ്സിലായല്ലോ? അപ്പൊ അറ്റിക്കോ ആൻഡ്രൽ ആണ് കുറച്ച് അൺസേഫ്. അപ്പൊ അത് ഫൗൾ സ്മെല്ലിംഗ് സ്കാൻഡി ഡിസ്ചാർജ് ആയിരിക്കും, പെർഫറേഷൻ അപ്പർ ആയിരിക്കും, അതിനകത്ത് കോളിസ്റ്റിയോട്ടമ ഉണ്ടാവും. അപ്പൊ ബോൺ ഇറോഷനും ഡിസ്ട്രക്ഷനും ഉണ്ടാവും. ഇപ്പൊ കോംപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ അത് മാസ്റ്റോയിഡ് എയർ സെൽസ്, അതിന്റെ പുറകില് ഇപ്പൊ മോൾ ഭാഗത്ത് വരുന്നോണ്ട് തന്നെ അതിന്റെ തൊട്ട് ബാക്കി ഇരിക്കുന്ന മാസ്റ്റോയിഡ് എയർ സെൽസിലേക്ക് അത്
ഈസിലി ബാധിക്കും. അപ്പം അതിനകത്ത് കോളിസ്റ്റേറ്റോമ ഫില്ലാകും. ട്യൂബർ ടിമ്പാനിക്കില് മ്യൂക്കോപിർലൻ പ്രൊഫ്യൂസ് ഡിസ്ചാർജ്. അപ്പൊ നമ്മൾ ഈ ഒത്തിരി ഡിസ്ചാർജ് ആയിട്ട് ഒ പിയിൽ വന്ന് കാണുന്നത് ട്യൂബർ ടിമ്പാനിക്കാണ്. ഇനി കോംപ്ലിക്കേഷൻസ് ഓഫ് CSOM എന്ന് പറയുമ്പോൾ എക്സ്ട്രാ ക്രേനിയൽ കോംപ്ലിക്കേഷൻ ഉണ്ട്, ഇൻട്രാക്രേനിയൽ കോംപ്ലിക്കേഷൻ ഉണ്ട്. എക്സ്ട്രാ ക്രേനിയലിൽ ഏറ്റവും മോസ്റ്റ് കോമൺ മാസ്റ്റോഡൈറ്റിസ്, നേരെ മാസ്റ്റോയിഡിലേക്ക് എളുപ്പം ഇത് സ്പ്രെഡ് ആകും. പിന്നെ അതർ കോംപ്ലിക്കേഷൻ ഫേഷ്യൽ നെർവ് പാൾസി, ലാബ്രിന്തൈറ്റിസ്, ബിസോൾഡ് ആബ്സസ് ആൻഡ് ഓസിക്കുലാർ ഇറോഷൻ. ദാറ്റ് ഇസ് ഈ നമ്മുടെ സ്റ്റേപ്പിസ്, ഇംഗസ്, മാലിയസ് ആ ഓസിക്കിൾസ് ഒക്കെ ഇറോസ് ചെയ്തിട്ട് കണ്ടക്റ്റീവ് ഹിയറിംഗ് ലോസ് ഉണ്ടാവും. ദെൻ ഇൻട്രാക്രേനിയൽ കോംപ്ലിക്കേഷനിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് മെനിഞ്ചൈറ്റിസ് ആണ്, അതാണ് മോസ്റ്റ് കോമൺ. ദെൻ ബ്രെയിൻ ആബ്സസ് ഉണ്ടാവാം. പിന്നെ ലാറ്ററൽ സൈനസ് ത്രോംബോസിസ്, അതും റിപ്പീറ്റഡ്ലി ചോദിക്കുന്നതാണ്, ലാറ്ററൽ സൈനസ് ത്രോംബോസിസ്. അപ്പൊ ഇൻട്രാക്രേനിയലിൽ ഓർത്തു വെക്കാനുള്ളത് മെനിഞ്ചൈറ്റിസും ലാറ്ററൽ സൈനസ് ത്രോംബോസിസും. പിന്നെ ഹിയറിംഗ് ലോസിനെ പറ്റി പറയുകയാണെങ്കിൽ അത് ഈ കണ്ടക്റ്റീവ് ഹിയറിംഗ് ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ കണ്ടക്റ്റീവ് ആൻഡ് സെൻസറി ന്യൂറൽ ഹിയറിംഗ് ലോസിനെ പറ്റി ഒന്ന് പഠിച്ചു വെക്കുക. റിനീസ് ടെസ്റ്റും വെബർ ടെസ്റ്റും ചോദിക്കാറുണ്ട്. അപ്പൊ ഞാൻ അതിവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, അതൊന്ന് നോക്കി വെക്കേണ്ടതാണ് കേട്ടോ. പിന്നെ ഇയറിലെ അടുത്ത ടോപ്പിക് ബിനൈൻ പാരോക്സിസമൽ പൊസിഷണൽ വാട്ടേഗോ, അത് റിപ്പീറ്റഡ്ലി ചോദിക്കുന്നതാണ്. അതിനകത്ത് മെയിൻ ആയിട്ട് ചോദിക്കുന്ന അതിന്റെ ഡയഗ്നോസിസ് ഹോൾപിക് മാനോവറും ട്രീറ്റ്മെന്റ് എപ്ലിസ് മാനോവറുമാണ്. അപ്പൊ അതിന്റെ ശരിക്കും ക്ലിനിക്കൽ ഫീച്ചർ എന്ന് പറയുമ്പോഴത്തേക്ക് ബ്രീഫ് എപ്പിസോഡ്സ് ഓഫ് വെർട്ടിഗോ when triggered by change in head position. അപ്പൊ രാവിലെ എഴുന്നേൽക്കുമ്പോൾ അല്ലെങ്കിൽ ഹെഡ് ബെഡിന്ന് എഴുന്നേക്കാൻ ശ്രമിക്കുമ്പോൾ അല്ലെങ്കിൽ ഹെഡ് ടേൺ ചെയ്യുമ്പോഴത്തേക്ക് വെർട്ടിഗോ ഉണ്ടാവും, അസോസിയേറ്റഡ് വിത്ത് നൗസിയ, വോമിറ്റിംഗ് സെൻസേഷനും ഉണ്ടാവും. ഓക്കെ, അപ്പൊ അതാണ് അതിന്റെ ക്ലിനിക്കൽ ഫീച്ചർ. അപ്പൊ ഇതിൽ ഓർക്കാനുള്ളത് ഹാൾപിക് ടെസ്റ്റും എപ്ലിസ് മാനോവറും. അത് അങ്ങോട്ടും ഇങ്ങോട്ട് തിരിഞ്ഞു പോകരുത്, അതാണ് അതിൽ മെയിൻ തിങ് എന്ന് പറയുന്നത്. അതിന്റെ ഡയഗ്നോസിസ് ഹോൾപിക്കും എപ്ലിസ് ട്രീറ്റ്മെന്റും ആണ്. Then Meniere's disease, അതിന്റെ ആ ട്രയാഡ് ഒന്ന് ഓർത്ത് വെക്കാം, വെർട്ടിഗോ, ടിനിറ്റസ് ആൻഡ് ഫ്ലക്ച്വേറ്റിംഗ് സെൻസറി ന്യൂറൽ ഹിയറിംഗ് ലോസ്. അതിന്റെ പെത്തോളജി എന്ന് പറഞ്ഞാൽ എൻഡോ ലിംഫാറ്റിക് ഹൈഡ്രോപ്സ് ആണ്. ഇതിന്റെ ബിനൈൻ പാരോക്സിസമൽ പൊസിഷണൽ വെർട്ടിഗോയുടെ പെത്തോളജി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒട്ടോകോണിയ, ചെറിയ കാൽസ്യം കാർബണേറ്റ് ക്രിസ്റ്റൽസ് ഉണ്ടാവും, ഇന്നർ ഇയർ യൂട്രിക്കിളിനകത്തിരിക്കും. അപ്പൊ നമ്മൾ ഹെഡ് പൊസിഷൻ ഒക്കെ ചേഞ്ച് ചെയ്യുമ്പോഴത്തേക്ക് അത് ഡിസ്പ്ലേസ്ഡ് ഇൻ ടു സെമി സർക്കുലർ കനാൽ. ആ ഒട്ടോകോണിയ സെമി സർക്കുലർ കനാലിലേക്ക് വീണു പോകുന്നതാണ് അതിന്റെ പത്തോളജി. അപ്പോൾ ഓഫൻ പോസ്റ്റീരിയർ സെമി സർക്കുലർ കനാലിലേക്കാണ് അത് വീഴുന്നത്. നമ്മൾ അത് ഈ യുപ്ലീസ് മാനോവർ ചെയ്തിട്ട് അത് തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. ഇതിന്റെ ഹാൽപിക്സിന്റെ കമ്പോണന്റ് എന്താന്ന് ചോദിക്കും. നമ്മൾ ഹാൽപിക്സ് ചെയ്യുന്ന അറിയാലോ അല്ലെ, ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല ഇപ്പൊ. അപ്പൊ അത് നമ്മൾ ആ പ്രൊസീജിയർ ചെയ്യുമ്പോൾ വെർട്ടിഗോ ഉണ്ടാവും, നിസ്റ്റാഗ്മസും ഉണ്ടാവും ആ സൈഡിലേക്ക്. അപ്പൊ ഇതിനകത്ത് എപ്പിസോഡിക് വെർട്ടിഗോ, മറ്റതിലാണെങ്കിൽ ഫ്യൂ സെക്കൻഡ്സ് ആണ് വെർട്ടിഗോ നിൽക്കുന്നത്. ഈ മെനിയസിലാണെങ്കിൽ 20 minutes to 12 hours വരെ വെർട്ടിഗോ ലാസ്റ്റ് ചെയ്യും. പിന്നെ ഒട്ടോസ്ക്ലെറോസിസ് എന്ന് പറഞ്ഞൊരു കണ്ടീഷൻ. അപ്പൊ അതൊരു അബ്നോർമൽ റീമോഡലിംഗ് ഓഫ് ബോണി ലാബ്രിന്ത്. വെച്ചാൽ നോർമലി നമ്മുടെ ഇംഗസ്, മാലിയസ്, സ്റ്റേപ്പിസ്, അതാണ് ബോണി ലാബ്രിന്ത് എന്ന് പറയുന്ന 3 സ്മോൾ ബോൺസ് ഇൻ ദ മിഡിൽ ഇയർ. അതാണ് നമ്മുടെ ഹിയറിംഗിന് ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ സ്റ്റേപ്പിസ് എന്ന് പറഞ്ഞാൽ മൊബൈൽ ആയിരിക്കും. അപ്പൊ ഈ സ്റ്റേപ്പിസിന്റെ ഫുഡ് പ്ലേറ്റ് പോയിട്ട് ഓവൽ വിൻഡോയിൽ ടച്ച് ചെയ്യുമ്പോഴാണ് നമ്മുടെ സൗണ്ട് കണ്ടക്ട് ചെയ്യുന്നത് അകത്തേക്ക്. ഓക്കെ, അപ്പൊ ഇതിൽ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ സ്റ്റേപ്പിസിന്റെ ഫുഡ് പ്ലേറ്റ് അതിലൊരു റീമോഡലിംഗ് വന്നിട്ട് ഓവൽ വിൻഡോയിൽ അങ്ങ് ഫിക്സ് ആയി പോകും. അപ്പൊ മൊബൈൽ ആയിരിക്കത്തില്ല. അപ്പൊ കണ്ടക്റ്റീവ് ഹിയറിംഗ് ലോസ് ഉണ്ടാവും. ഇത് ചോദിക്കുന്നത് മോസ്റ്റ്ലി കണ്ടിരിക്കുന്ന ഒരു ഹിസ്റ്ററി വെച്ചിട്ടാണ്, യങ് ഫീമെയിൽ വിത്ത് പ്രഗ്നൻസി അങ്ങനെ പറഞ്ഞിട്ട്. അപ്പൊ ഫീമെയിൽസിലാണ് എഫക്റ്റഡ് മോർ, അത് ഓർക്കുക. ടിനിറ്റസ് ഉണ്ടാവും. ഇപ്പൊ കണ്ടീഷൻ വേഴ്സ് ഡ്യൂറിങ് പ്രഗ്നൻസി, ആ കാര്യം ഓർക്കുക. ഇതിന്റെ ഡയഗ്നോസ്റ്റിക് ക്രൈറ്റീരിയ എന്ന് പറഞ്ഞാൽ ക്യാരക്ടറിസ്റ്റിക് ഓഡിയോഗ്രാം ഫൈൻഡിങ് എന്ന് പറഞ്ഞാൽ കർഹാർട്ട് നോച്ച് അറ്റ് 2000 ഹെഡ്സ് എന്ന് വെച്ചാൽ നമ്മുടെ ഓഡിയോഗ്രാം എടുക്കുമ്പോൾ അതിനകത്ത് 2000 ഹെഡ്സിന്റെ അവിടെ ഒരു നോച്ച് ഉണ്ടാവും. അതിനെ നമ്മൾ കർഹാർട്ട് നോച്ച് എന്നാ പറയുന്നത്. ആ ഒരു സാധനം ഓർത്തു വെക്കണം. അത് ഏതിലാ കാണുന്ന കണ്ടീഷൻ ഏതാന്ന് ചോദിക്കാറുണ്ട്. ഇത് ഒട്ടോസ്ക്ലെറോസിസ് ഓർക്കുമ്പോൾ ഒരു യങ് ഫീമെയിൽ, അതിനാ ഓർക്കേണ്ടത്. ഫീമെയിൽസ് ആണ് മോർ. പിന്നെ പ്രഗ്നൻസിയിലേക്ക് വെയിറ്റ് ചെയ്യും. Okay, then coming to the nose. Okay, then epistasis. അത് എപ്പിസ്റ്റാസിസ് ആണ് നോസിലെ ഏറ്റവും കൂടുതൽ ഇതുണ്ടാക്കുന്നത്.
ഇപ്പൊ മോസ്റ്റ് കോമൺ സൈറ്റ് ഓഫ് എപ്പിസ്റ്റാസിസ് എന്ന് പറയുമ്പോഴത്തേക്ക് ലിറ്റിൽസ് ഏരിയ, അത് റിപ്പീറ്റഡ്ലി ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ്, ഒരു ഹോട്ട് MCQ ക്വസ്റ്റ്യൻ ആണ്. എപ്പിസ്റ്റാസിസ് എന്ന് പറഞ്ഞാൽ രണ്ടുണ്ട്, ആന്റീരിയർ എപ്പിസ്റ്റാസിസ് ഉണ്ട്, പോസ്റ്റീരിയർ എപ്പിസ്റ്റാസിസ് ഉണ്ട്. ആന്റീരിയർ എന്ന് വരുന്നത് നമ്മുടെ ലിറ്റിൽസ് ഏരിയ എന്നാണ്. ആ പ്ലെക്സസ് ഓഫ് ബ്ലഡ് വെസൽസിനെ നമ്മൾ കെസൽബാക്സ് പ്ലെക്സസ് എന്നാണ് പറയുന്നത്. ഇപ്പൊ ലിറ്റിൽസ് ഏരിയ ലൊക്കേറ്റഡ് എവിടെയാണ്? ഇൻ ആന്റീരിയർ നേസൽ സെപ്റ്റം. ഇപ്പൊ ബ്ലീഡിങ് ഫ്രം ഈ ആന്റീരിയർ എപ്പിസ്റ്റാസിസ് വരുന്നത്, ലിറ്റിൽസ് ഏരിയ ബ്ലീഡ് ചെയ്യുന്നത് കോമൺലി യങ് ആൻഡ് ചിൽഡ്രൻ ആൻഡ് യങ് അഡൽട്സിലാണ്. അപ്പൊ അതിന്റെ മോസ്റ്റ് കോമൺ കോസും റിപ്പീറ്റഡ്ലി ചോദിക്കാറുണ്ട്. അതിന്റെ മോസ്റ്റ് കോമൺ കോസസ് നോസ് പിക്കിംഗ്, ആന്റീരിയർ എപ്പിസ്റ്റാസിസ്. ഓക്കെ, ലിറ്റിൽസ് ഏരിയ, കെസൽബാക്സ് പ്ലെക്സസ്, ആന്റീരിയർ എപ്പിസ്റ്റാസിസ്. കോമൺ ഇൻ യങ് ചിൽഡ്രൻ ആൻഡ് യങ് അഡൽട്സ്. കോമൺ കോസസ് നോസ് പിക്കിംഗ്. അത് നമുക്ക് ആന്റീരിയർ റൈനോസ്കോപ്പി ചെയ്യുമ്പോൾ ഈസിലി വിഷ്വലൈസ് ചെയ്യാൻ പറ്റും. ഇപ്പൊ പോസ്റ്റീരിയർ എപ്പിസ്റ്റാസിസ് എന്ന് പറയുമ്പോൾ മോസ്റ്റ് കോമൺലി സിൻ എൽഡർലി ആൻഡ് ഹൈപ്പർടെൻസീവ് പേഷ്യൻസിലാണ്. അപ്പോ അതിന്റെ ആർട്ടറി എന്ന് പറയുമ്പോൾ സ്പീനോപാലറ്റൈൻ ആർട്ടറി ആണ്. അതിന്റെ പ്ലെക്സസ് എന്ന് പറഞ്ഞാൽ ഉഡ്രപ്സ് പ്ലെക്സസ് ആണ്, അത് കുറച്ച് ബാക്കിലാണ്. അതിന്റെ മോസ്റ്റ് കോമൺ കോസ് ഹൈപ്പർ ടെൻഷൻ ആണ്. ഇത് കെസൽബാക്സ് പ്ലെക്സസ് ആണ്. അതിന്റെ ആർട്ടറീസിന്റെ ഇത് അങ്ങനെയും ക്വസ്റ്റ്യൻ ചോദിക്കാണ്ട്. കെസൽബാക്സ് പ്ലെക്സസ് ഇസ് ഫോംഡ് ബൈ ബ്രാഞ്ചസ് ഓഫ് ICA only, internal carotid artery only, external carotid artery only, both ICA and ECA vertebral artery. ഏതാണ് അതിന്റെ ബ്രാഞ്ചസ്? അതെങ്ങനെയാണ് ഫോം ചെയ്യുന്നത്? ഇറ്റ് ഇസ് എ ബ്രാഞ്ചസ് ഓഫ് ബോത്ത് ICA and ECA. അപ്പൊ അതിന്റെ ആ ഒരു പിക്ചർ, അതിപ്പോ നിങ്ങൾക്ക് എവിടെ തപ്പിയാലും ഈ പിക്ചർ കിട്ടും ലിറ്റിൽസ് ഏരിയയുടെ. അപ്പൊ അത് 4 ആർട്ടറീസ് ആണ് ഫോം ചെയ്തിരിക്കുന്നത്. അത് 4 അത് ഈ ഇന്റേണൽ കരോട്ടിന്റെ എക്സ്റ്റേണൽ കരോട്ടിന്റെ ഒക്കെ ബ്രാഞ്ച് ഉണ്ട്. ഒന്ന് ആന്റീരിയർ ആൻഡ് പോസ്റ്റീരിയർ എത്തമോയിഡൽ ആർട്ടറീസ്, സ്പീനോപാലറ്റൈൻ ആർട്ടറി, ഗ്രേറ്റർ പാലറ്റൈൻ ആൻഡ് സുപ്പീരിയർ ലേബിയൽ ആർട്ടറീസ്. എല്ലാം ബൈ ഹാർട്ട് ചെയ്യൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കും. എപ്പിസ്റ്റാസിസ് മാനേജ്മെന്റ് ഇമ്പോർട്ടന്റ് ആണ്, അത് ചിലപ്പോൾ ചോദിക്കാറുണ്ട്. ഫസ്റ്റ് സ്റ്റെപ്പ് ഇൻ മാനേജ്മെന്റ് ഓഫ് എപ്പിസ്റ്റാസിസ്, application of cold compression, sit forward and pinch the soft part of nose for 10 to 15 minutes, anterior nasal packing, cauterization, topical decongestant sprays. ഏതാണ്? Option 2. ഏതാണ് ആൻസർ? സോറി, Option 2. Yeah, often. Option 2. Okay. Sit forward and pinch the soft part of nose for 10 to 15 minutes. Okay. എന്തിനാ സിറ്റ് ഫോർവേഡ് ചെയ്യാൻ പറയുന്നത്? നമ്മള് ബ്ലീഡിങ് ഉണ്ടായിട്ട് നമ്മൾ അത് ആസ്പിറേറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഫോർവേഡ് ആയിട്ട് സിറ്റ് ഫോർവേഡ് എന്ന് പറയുന്നത്. മുന്നോട്ട് ചാഞ്ഞിരിക്കുക, എന്നിട്ട് നമ്മളൊരു പ്രഷർ അപ്ലൈ ചെയ്യുക. ഒരു 10-15 മിനിറ്റ് പ്രഷർ അങ്ങനെ അപ്ലൈ ചെയ്തുകൊണ്ടേ ഇരിക്കുക. പിന്നെ നമുക്ക് കോൾഡ് കംപ്രഷൻസ് വെക്കാം, ആർട്ടറീസ് വാസോ കൺസ്ട്രക്ഷൻ ഉണ്ടാകാൻ വേണ്ടിയിട്ട്. പിന്നെ നമുക്ക് ടോപ്പിക്കൽ ഡീകൺജസ്റ്റ്, അത് കഴിഞ്ഞിട്ട് ഓരോന്ന് ഓരോ ഇതായിട്ടാണ് വരുന്നത്. നെക്സ്റ്റ് ടോപ്പിക്കൽ ഡീകൺജസ്റ്റൻ സ്പ്രേസ് ഉണ്ടെങ്കിൽ അത് അപ്ലൈ ചെയ്യാൻ പറ്റും, അതും വാസോ കൺസ്ട്രക്ഷൻ ഉണ്ടാക്കും. ഇതിലൊന്നും നിന്നില്ലെങ്കിൽ നമുക്ക് ബ്ലീഡിംഗ് പോയിന്റ് ഐഡന്റിഫൈ ചെയ്യുകയാണെങ്കിൽ കോട്ടറൈസേഷൻ അത് കരിച്ചു കളയാം, അത് ബ്ലീഡിംഗ് നിർത്താനായിട്ട്. അതിൽ നിന്നില്ലെങ്കിൽ ലാസ്റ്റ് എന്ത് ചെയ്യും? ആന്റീരിയർ നൈസൽ പാക്കിംഗ്. അതാണ് അതിന്റെ. പോസ്റ്റീരിയർ ബ്ലീഡിംഗ് ആണെങ്കിൽ പോസ്റ്റീരിയർ നൈസൽ പാക്കിംഗ്. ഓക്കെ, ആദ്യത്തത് സിറ്റ് ഫോർവേഡ്, പിഞ്ച്, ദെൻ പ്രഷർ ആപ്ലിക്കേഷൻ, ദെൻ രണ്ടാമത്തത് ഓപ്ഷൻ 1 ആപ്ലിക്കേഷൻ കോൾഡ് കംപ്രഷൻ. പിന്നെ നമുക്ക് ഡീകൺജസ്റ്റൻ സ്പ്രേ ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാം, ദെൻ കോട്ടറൈസേഷൻ ചെയ്യാം, ഏറ്റവും ലാസ്റ്റിൽ നൈസൽ പാക്കിംഗ്. Then a teenage boy presented with a recurrent epistasis with a history of unilateral progressive nasal obstruction. അതിന്റെ പോസിബിലിറ്റി എന്താണ്? എന്തായിരിക്കും അതിന്റെ ഡയഗ്നോസിസ്? Nasopharyngeal polyp, juvenile nasopharyngeal angiofibroma, nasopharyngeal carcinoma, systemic bleeding disorder. ഇത് juvenile, ഓപ്ഷൻ 2 juvenile nasopharyngeal angiofibroma. അതൊരു ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണ്. അത് ഇതുപോലെ ഹിസ്റ്ററി പറഞ്ഞിട്ട് മോസ്റ്റ്ലി ചോദിച്ച് കണ്ടിട്ടുണ്ട്, അത് ഞാൻ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. അപ്പൊ അത് ഓൾമോസ്റ്റ് ഇങ്ങനെ ആയിരിക്കും. ടീനേജ് ബോയ്സ്, വെരി അഡോളസെന്റ് ബോയ്സിലാണ് അത് വരുന്നത്. ഇപ്പോൾ യൂണിലാറ്ററൽ പ്രോഗ്രസീവ് നൈസൽ ഒബ്സ്ട്രക്ഷൻ ഉണ്ടാവും, റെക്കറന്റ് ബ്ലീഡിങ്ങും ഉണ്ടാവും. അപ്പൊ അതിന്റെ അത് നൈസോഫാരിഞ്ചൽ ആൻജിയോഫൈബ്രോമയാണ്, ജുവനൈൽ നൈസോഫാരിഞ്ചൽ ആൻജിയോഫൈബ്രോമ. സിവിയർ ബ്ലീഡിംഗ് ഉണ്ടാവും. ഓക്കെ, പോളിപ്പ്. നെയ്സൽ പോളിപ്പ് 2 തരത്തിലുള്ള പോളിപ്സ് ഉണ്ട്. ബിനൈൻ എഡിമാറ്റസ്, പെയിൻലെസ് എഡിമാറ്റസ് മ്യൂക്കോസ, അല്ലെങ്കിൽ മ്യൂക്കോസ ആണ് ശരിക്കും നെയ്സൽ പോളിപ്സ് എന്ന് നമ്മൾ പറയുന്നത്. അത് എത്മോയിഡൽ പോളിപ്പ് ഉണ്ട്, ആൻഡ്രോക്വയാനൽ പോളിപ്പ് ഉണ്ട്. അത് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ ചിലപ്പോൾ ചോദിക്കും. എത്മോയിഡൽ പോളിപ്പ് എറൈസസ് ഫ്രം എത്മോയിഡ് സൈനസ് ആണ്.
Androcoyanal polyp arises from maxillary sinus ആണ്. Ethmoidal polyp usually multiple ആയിരിക്കും, രണ്ട് സൈഡിലും ഉണ്ടായിരിക്കും. മൾട്ടിപ്പിൾ പോയിന്റ്സ് രണ്ട് സൈഡിലും കോമൺ ഇൻ അഡൾട്ട്സ് വരുവാണെങ്കിൽ അത് എത്തമോയിഡൽ പോളിപ്പ് ആയിരിക്കും. ഇറ്റ് ഈസ് അസോസിയേറ്റഡ് വിത്ത് അലർജിക് റൈനൈറ്റിസ്, ആസ്മ, റൈനോസൈനസൈറ്റിസ്. അതിന്റെ സിംറ്റംസ് nasal obstruction, loss of smell. Then androcoyanal polyp എന്ന് പറഞ്ഞാൽ യൂഷ്വലി സിംഗിൾ ആയിരിക്കും, യൂണിലാറ്ററൽ ആയിരിക്കും, കോമൺ ഇൻ ചിൽഡ്രൻ ആൻഡ് യങ് അഡൽട്ട് ആണ്. കുട്ടികളിൽ വരുന്ന യൂണിലാറ്ററൽ പോളിപ്പ് ആൻഡ്രോകോയാനൽ പോളിപ്പ് ആണ്, അത് മാക്സിലറി സൈനസ് എന്നാണ് വരുന്നത്. ബൈലാറ്ററൽ മൾട്ടിപ്പിൾ പോളിപ്സ് ഇൻ അഡൽട്ട്സ് ആണ് എത്തമോയിഡൽ പോളിപ്പ്. അട്രോഫിക് റൈനൈറ്റിസ് ഒരു കണ്ടീഷൻ എപ്പോഴും ചോദിക്കുന്ന സാധനമാണ്. അപ്പം അട്രോഫിക് റൈനൈറ്റിസ് ഇസ് ക്യാരക്ടറൈസ്ഡ് ബൈ അട്രോഫി ഓഫ് നൈസൽ മ്യൂക്കോസ ആൻഡ് ടെർബിനേറ്റ്, ദെൻ ഫൗൾ സ്മെല്ലിംഗ് ഡിസ്ചാർജ് ഫ്രം ക്രസ്റ്റ്. ദാറ്റ് ഇസ് ആ കണ്ടീഷനാണ് നമ്മൾ ഒസീന എന്ന് പറയുന്നത്. അപ്പൊ അതിനകത്ത് നൈസൽ ക്യാവിറ്റി ഭയങ്കര റൂമി ആയിരിക്കും, വൈഡ് നൈസൽ ക്യാവിറ്റി, ബിക്കോസ് ഓഫ് ഓൾ എല്ലാ സാധനങ്ങളും ടെർബിനേറ്റ് എല്ലാം അട്രോഫിക് ആയി പോയത് കാരണം. ടോപ്പിക്സ് ഇൻ ത്രോട്ട്. അപ്പൊ നോസ് കംപ്ലീറ്റ് ചെയ്തു. ത്രോട്ടിലെ ടോപ്പിക്സ് എന്ന് പറഞ്ഞാൽ ടോൺസിലൈറ്റിസ്, പെരിടോൺസിലർ ആബ്സസ്, ഫാരിഞ്ചൈറ്റിസ്, ലാരിഞ്ചൈറ്റിസ്, എപ്പിക്ലോട്ടൈറ്റിസ്, ഗ്രൂപ്പ്, എഡിനോയിഡ്സ്, ഇതൊക്കെയാണ് മോസ്റ്റ് കോമൺ ടോപ്പിക്സ്. ഇതെല്ലാം എല്ലാവർക്കും ഫെമിലിയർ ആയിരിക്കും. ജസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നോ രണ്ടോ എണ്ണം പറഞ്ഞു പോവാം. ഏറ്റവും ഇമ്പോർട്ടന്റ് പെരിടോൺസിലർ ആബ്സസ് ആണ്. അതിന് ക്വിൻസി, അപ്പൊ യൂണിലാറ്ററൽ സ്വെല്ലിംഗ് ആയിരിക്കും, സിവിയർ മീൻസ് സ്വളോയിങ് ഡിഫിക്കൽട്ടി ഉണ്ടാവും, ഹോട്ട് പൊട്ടറ്റോ വോയിസ്. ഓക്കെ, പെരിടോൺസ്, അപ്പൊ ജസ്റ്റ് അത് ഓർക്കുക, ക്വിൻസി ദ പെരിടോൺസിലർ ആബ്സസ് വിത്ത് യൂണിലാറ്ററൽ സ്വെല്ലിംഗ്. മ്യൂട്ട് ചെയ്യാമോ ഡോക്ടർ? ഒന്ന് അൺമ്യൂട്ട് ചെയ്യാം. എപ്പിഗ്ലോട്ടൈറ്റിസ് ഒരു ഹോട്ട് ടോപ്പിക് ആണ്. ഓക്കെ, ഇറ്റ്സ് ഒരു മേ ബി ലൈഫ് ത്രെട്ടനിങ് കണ്ടീഷൻ ആണ്. അപ്പൊ ഇത് ഇമ്പോർട്ടന്റ് ആണ്, സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ്. അതെന്ന് വെച്ചാൽ ഇൻഫ്ലമേഷൻ ഓഫ് എപ്പിഗ്ലോട്ടിസ് ആൻഡ് സുപ്രാഗ്ലോട്ടിക് സ്ട്രക്ചേഴ്സ് ആണ്. അപ്പൊ ഇൻഫ്ലമേഷൻ വന്നിട്ട് എപ്പിഗ്ലോട്ടിസ് സ്വെൽ ആവും. അപ്പൊ ഇതിന്റെ കോമണസ്റ്റ് ഓർഗാനിസം ചോദിക്കാറുണ്ട്, ഹിമോഫിലസ് ഇൻഫ്ലുവൻസ ടൈപ്പ് ബി. അതാണ് അതിനകത്തുനിന്ന് ഓർക്കാനുള്ളത്. ഇതാണ് ഓർഗാനിസം, ഹിമോഫിലസ് ഇൻഫ്ലുവൻസ ടൈപ്പ് ബി ആണ്. പിന്നെ സിംറ്റംസ് വെരി ഹൈ ഫീവർ ഉണ്ടാവും, ഡ്രൂളിംഗ് ഓഫ് സലൈവ ഉണ്ടാവും, മീൻസ് സലൈവ പോലും താഴേക്ക് ഇറങ്ങത്തില്ല, അപ്പൊ ഡ്രൂളിംഗ് ഓഫ് സലൈവ ഉണ്ടാവും. മഫിൾഡ് ഹോട്ട് പൊട്ടറ്റോ വോയിസ്, സ്ട്രൈഡർ വെരി ഇമ്പോർട്ടന്റ്. ഒബ്സ്ട്രക്ഷൻ ഉണ്ടാവുമ്പോൾ, എയർവേ ഒബ്സ്ട്രക്ഷൻ ഉണ്ടാവുമ്പോൾ സ്ട്രൈഡർ സൗണ്ട് ഉണ്ടാവും എന്തായാലും. ചൈൽഡ് ഒരു പർട്ടിക്കുലർ പൊസിഷനിലായിരിക്കും ഇരിക്കുന്നത്, ട്രിപ്പോയിഡ് പൊസിഷൻ, ബാർക്കിംഗ് ഡോഗ് പൊസിഷൻ എന്ന് പറയും. അപ്പൊ കുറച്ചെങ്കിലും എയർവേ ഒബ്സ്ട്രക്ട് ആയിട്ട് കുറച്ചെങ്കിലും എയർ കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു അഡാപ്റ്റേഷൻ ആണ് അതെന്ന് പറയുന്നത്, ട്രിപ്പോയിഡ് പൊസിഷനിൽ ഇരിക്കുന്നത്. അപ്പൊ ഇതിന്റെ എക്സ്റേ ഫൈൻഡിങ്ങും സ്ഥിരമായിട്ട് ചോദിക്കാറുണ്ട്. തമ്പ് സൈൻ ഓൺ ലാറ്ററൽ നെക്ക് എക്സ്റേ, അതും മറ്റേ ക്രൂപ്പും കൂടെ ഡിഫറൻഷിയേറ്റ് ചെയ്യാനാണ് ചോദിക്കുന്നത്. അപ്പൊ തമ്പ് സൈൻ അത് മസ്റ്റ് ആയിട്ട് ഓർത്ത് വയ്ക്കുക. ഇതിന്റെ ഇമ്പോർട്ടന്റ് മാനേജ്മെന്റിന്റെ ഇമ്പോർട്ടന്റ് സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ എയർവേ സെക്യൂർ ആണ്. ഇതൊരു എമർജൻസി കണ്ടീഷൻ ആണ്. നമ്മൾ എയർവേ സെക്യൂർ ചെയ്യാനാണ് ആദ്യം നോക്കേണ്ടത്. അപ്പൊ അതിനകത്ത് ഇൻറ്റുബേറ്റ് ചെയ്യണം. പേഷ്യന്റിനെ ഇൻറ്റുബേറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ എമർജൻസി ട്രക്യൂസ്റ്റമി എങ്കിലും ചെയ്യേണ്ടി വരും. ഇതിൽ ഓർക്കാനുള്ളത് ഹീമോഫിലസ് ഇൻഫ്ലുവൻസ ടൈപ്പ് ബി, പിന്നെ ചൈൽഡിന്റെ പൊസിഷൻ, ദെൻ എക്സ്റേ ഫൈൻഡിങ്, തമ്പ് സൈൻ, സിംറ്റംസ്, സ്ട്രൈഡർ, ഡ്രൂളിംഗ് ഓഫ് സലൈവ. then അടുത്ത ക്രൂപ്പ് ആണ് ട്രക്കിയോ ലാരിഞ്ചോ ബ്രോങ്കൈറ്റിസ്. അത് ഇൻഫ്ലമേഷൻ ഓഫ് സബ്ഗ്ലോട്ടിക് റീജിയൻ ആണ്. ഗ്ലോട്ടിസിന്റെ ആയിരുന്നു നേരത്തെ എപ്പിഗ്ലോട്ടൈറ്റിസ്. ക്രൂപ്പ് എന്ന് പറയുമ്പോൾ സബ്ഗ്ലോട്ടിക് റീജിയനിലാണ്. എഫക്ട്സ് ചിൽഡ്രൻ ഓഫ് 6 to 3 year ആണ്. അതിന്റെ ഓർഗാനിസംസ് പാരാ ഇൻഫ്ലുവൻസ വൈറസ് ആണ് കൂടുതലും. പിന്നെ ഇതിനകത്തൊരു ബാർക്കിംഗ് കഫ് ഉണ്ടാവും, മറ്റേ എപ്പിഗ്ലോട്ടൈറ്റിസിൽ കഫ് ഉണ്ടാവത്തില്ല. അങ്ങനെ ഇതിന്റെ നെക്ക് എക്സ്റേ ഫൈൻഡിങ് എന്ന് പറയുന്നത് സ്റ്റീപ്പിൾ സൈൻ ആണ്. ഇത് AP എക്സ്റേ എടുക്കണം. മറ്റേനകത്ത് ലാറ്ററൽ എക്സ്റേ എടുക്കുമ്പോൾ തമ്പ് പോലെ എപ്പിഗ്ലോട്ടിസ് സ്വെൽഡ് ആയിട്ട് അതൊരു തമ്പ് പോലെ കാണും. അതാണ് അതിന്റെ ഫീച്ചർ. ഇത് രണ്ടും റിപ്പീറ്റഡ്ലി ചോദിക്കുന്നതാണ് കേട്ടോ. Then we'll go for the orthopedics.
ഓർത്തോപീഡിക്സിൽ പഠിക്കേണ്ടത് വളരെ കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. അതിൽ ആദ്യം നമ്മൾ ഓർത്ത് വെക്കേണ്ടത് കുറച്ച് നെയിംഡ് ഫ്രാക്ചേഴ്സ് ആണ്. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് കോളീസ് ഫ്രാക്ചർ ആണ്. അപ്പൊ അത് അതറിയാലോ, എല്ലാവർക്കും അറിയുന്ന ഡിസ്റ്റൽ റേഡിയസ് ഫ്രാക്ചർ. അതിന്റെ ഡിസ്പ്ലേസ്മെന്റ് ഇമ്പോർട്ടന്റ് ആണ്. ഡോസൽ ഡിസ്പ്ലേസ്മെന്റ്, ബാക്കിലേക്കാണ് ആ ഫ്രാക്ചർ സെഗ്മെന്റ് ഡിസ്പ്ലേസ് ആകുന്നത്. അതിന്റെ ഡിഫോമിറ്റി ഡിന്നർ ഫോർക്ക് ഡിഫോമിറ്റി. അടുത്ത് സ്മിത്ത് ഫ്രാക്ചർ ആണ്. അത് റിവേഴ്സ് കോളി ഫ്രാക്ചർ ആണ്. ഇപ്പൊ കോളി പോലെ തന്നെ ഡിസ്റ്റൽ റേഡിയസിന്റെ ഫ്രാക്ചർ ആണ്, പക്ഷെ ഡിസ്പ്ലേസ്മെന്റ് ഓപ്പോസിറ്റ് സൈഡ് ആയിരിക്കും, പാമാർ സൈഡിലായിരിക്കും. അപ്പൊ അത് രണ്ടും ഓർക്കുക. ബാക്കിയുള്ളതെല്ലാം ഞാൻ അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഇത് ജസ്റ്റ് ഈ നെയിംഡ് ഫ്രാക്ചേഴ്സ് ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. മൊണ്ടേജിയ, ഗലേസിയ, അങ്ങനെയൊക്കെ. പിന്നെ ഒരു ജോൺസ് ഫ്രാക്ചർ, അത് 5th മെറ്റാടാർസലിന്റെ ഫ്രാക്ചർ ആണ് ജോൺസ് ഫ്രാക്ചർ. ദെൻ പിന്നെ റിപ്പീറ്റ് ഇടയ്ക്കിടയ്ക്ക് ചോദിച്ചുകൊണ്ടുള്ള സാൾട്ടർ ആൻഡ് ഹാരിസ് ക്ലാസിഫിക്കേഷൻ എന്തിനു വേണ്ടിയുള്ള എന്നുള്ളത്. അപ്പൊ അത് ഈ ചിൽഡ്രന്റെ എപ്പിഫൈസിൽ പ്ലേറ്റ്, ഗ്രോത്ത് പ്ലേറ്റ് ഫ്രാക്ചറിന്റെ ഒരു ക്ലാസിഫിക്കേഷൻ, അതിനൊരു 1 to 5 ക്ലാസിഫിക്കേഷൻ ഒക്കെ ഉണ്ട്. അപ്പൊ ആ എപ്പിഫൈസിയൽ ഗ്രോത്ത് പ്ലേറ്റിന്റെ ഫ്രാക്ചറിന്റെ ഒരു ക്ലാസിഫിക്കേഷൻ ആണ് സാൾട്ടർ ഹാരിസ് ക്ലാസിഫിക്കേഷൻ. ദെൻ ഗ്രീൻ സ്റ്റിക്ക് ഫ്രാക്ചർ, അത് എവറിബഡി നോസ്, ഇൻകംപ്ലീറ്റ് പീഡിയാട്രിക് ഫ്രാക്ചർ ആണ്. 1 കോർട്ടെക്സ് ബ്രേക്ക് ചെയ്യും, ഓപ്പോസിറ്റ് സൈഡ് ബെൻഡ് ചെയ്യും, അതാണ് ഗ്രീൻ സ്റ്റിക്ക് ഫ്രാക്ചർ. Then Bennett fracture, intra-articular fracture dislocation at the base of 5th metacarpal. Thumb metacarpal 5th Bennett, Jones metatarsal. ഇതൊരു ബോണിന്റെ ഒരു ജസ്റ്റ് മീൻസ് മെറ്റാഫൈസിസ് എപ്പിഫൈസിസ് എപ്പോഴും കൺഫ്യൂസിങ് ആയതുണ്ട്. അപ്പം അടുത്ത നമ്മുടെ ടോപ്പിക് എന്ന് പറഞ്ഞാല് നമ്മുടെ ബോൺ ക്യാൻസേഴ്സ് ആണ്. അപ്പൊ അതിന്റെ കോമൺ സൈറ്റ് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പിക്ചർ ഞാൻ വെച്ചിരിക്കുന്നത്. അപ്പൊ അത് എപ്പിഫൈസിസ് എന്ന് വെച്ചാൽ നമ്മുടെ ബോണിന്റെ അപ്പുറത്തെ എൻഡും ഇപ്പുറത്തെ എൻഡ്, 2 എൻഡിനെ നമ്മൾ എപ്പിഫൈസിസ് എന്നാ പറയുന്നത്. ഇപ്പൊ പ്രോക്സിമൽ എപ്പിഫൈസിസ്, ഡിസ്റ്റൽ എപ്പിഫൈസിസ്. നടുക്കുള്ള ഷാഫ്റ്റിനെ ഡയാഫേസിസ് എന്നാ പറയുന്നത്. ഈ മെറ്റാഫൈസിസ് ഇൻ ബിറ്റ്വീൻ മിഡിൽ ഓഫ് ദ എപ്പിഫൈസിസ് ആൻഡ് ഡയാഫൈസിസ് ഉള്ള ആ ഒരു പാർട്ടിനെയാണ് നമ്മൾ മെറ്റാഫൈസിസ് പറയുന്നത്. ഓക്കെ, അതൊന്ന് ഓർത്ത് വെക്കാം. ബോൺ ട്യൂമേഴ്സ് ഓൾവേസ് എ ഹോട്ട് ടോപ്പിക്, എപ്പോഴും റിപ്പീറ്റഡ്ലി ചോദിക്കുന്നതാണ്. ഓസ്റ്റിയോസാർക്കോമ ഫസ്റ്റില് മോസ്റ്റ് കോമൺ പ്രൈമറി മാലിഗ്നന്റ് ബോൺ ട്യൂമർ എന്ന് പറഞ്ഞാൽ ഓസ്റ്റിയോസാർക്കോമയാണ്. അതിന്റെ ഏജ് ഗ്രൂപ്പ് 10 to 20 years ആണ്. അപ്പൊ ഈ ബോൺ ട്യൂമേഴ്സ് ഓൾവേസ് പീഡിയാട്രിക് ഏജ് ഗ്രൂപ്പിലാണ് കൂടുതലും വരുന്നത്, മാലിഗ്നന്റ് ക്യാൻസേഴ്സ്. ഇപ്പൊ എവിങ്സ് ട്യൂമറിന്റെ ഏജ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി യങ് ആണ്, 5 years മുതലേ വരാം. അപ്പൊ ഈ സൈറ്റ് ഓഫ് എഫെക്ഷൻ ഇതിൽ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്, അത് ചോദിക്കാറുണ്ട്. അതുകൊണ്ടാണ് ആ പിക്ചർ വെച്ചിരുന്നത്, അതൊന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പൊ ഓസ്റ്റിയോസാർക്കോമയുടെ സൈറ്റ് ഓഫ് എഫെക്ഷൻ മെറ്റാഫൈസിസ് ആണ്. അപ്പൊ ഏറ്റവും കോമണസ്റ്റ് സൈറ്റ് ഡിസ്റ്റൽ ഫീമർ ആണ്. ഫീമറിന്റെ ലോവർ എൻഡിൽ മെറ്റാഫൈസിസ് ആണ് ഏറ്റവും കോമണസ്റ്റ് സൈറ്റ്. പിന്നെ എല്ലാത്തിനും ഓർക്കേണ്ടതെന്ന് വെച്ചാൽ അതിന്റെ എക്സ്റേ അപ്പിയറൻസ്. ഓസ്റ്റിയോസാർക്കോമയുടെ എക്സ്റേ അപ്പിയറൻസ് സൺറൈസ് അപ്പിയറൻസ് ആണ്. നമ്മൾ പണ്ട് മലയും ഇടയ്ക്ക് സൂര്യനും വരയ്ക്കുമ്പോൾ സൂര്യനെ റൗണ്ട് വരച്ചിട്ട് അതിന്റെ സൺറൈസ് ഇങ്ങനെ ഡോട്ട് 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 ഇട്ട് വെക്കത്തില്ലേ, അതുപോലെ ഒരു അപ്പിയറൻസ് ആണ് ഈ ഓസ്റ്റിയോസാർക്കോമയുടെ എക്സ്റേയില്. പിന്നെ അതിങ്ങനെ ഒരു ട്രയാങ്കുലർ ഫോം ചെയ്തിട്ട് കോഡ്മാൻസ് ട്രയാങ്കിൾ എന്ന് പറയാന്, അത് ഇമ്പോർട്ടന്റ് ആണ്. ഈ എവിങ്സ് ട്യൂമറിന്റെ എക്സ്റേ അപ്പിയറൻസ് ഓണിയൻ സ്കിൻ പീൽ അപ്പിയറൻസ് ആണ്. ജയന്റ് സെൽ ട്യൂമർ എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി അഡൾട്ടിലാണ് വരുന്നത്, 20 to 40 മോസ്റ്റ് കോമൺ സൈറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ഡിസ്റ്റൽ ഫീമർ ആണ്, അല്ലെങ്കിൽ പ്രോക്സിമൽ ടിബിയ. ദാറ്റ് മീൻസ് അറൌണ്ട് ദ നീന്റെ അവിടെ ആയിരിക്കും. ഇത് ശരിക്കും ബിനൈൻ ആണെങ്കിലും ലോക്കലി അഗ്രസീവ് ആണ്. ലോക്കലി അഗ്രസീവ് എന്ന് പറഞ്ഞാൽ ഇറ്റ് കോസസ് ബോൺ ഡിസ്ട്രക്ഷൻ, ദെൻ പത്തോളജിക്കൽ ഫ്രാക്ചർ, അങ്ങനെയൊക്കെ. അപ്പൊ ഇതിന്റെ അപ്പിയറൻസ് എന്ന് പറഞ്ഞാൽ സോപ്പ് ബബിൾ അപ്പിയറൻസ് ആണ്. ഇപ്പൊ ബിനൈൻ ട്യൂമർ, കോമണസ്റ്റ് ബിനൈൻ പ്രൈമറി ട്യൂമർ എന്ന് പറഞ്ഞാൽ ഓസ്റ്റിയോകോൺഡ്രോമയാണ്, എക്സോസ്റ്റോസിസ്. അനദർ ഹോട്ട് ടോപ്പിക് എന്ന് വെച്ചാൽ റിപ്പീറ്റഡ്ലി ചോദിക്കുന്നത് ഓസ്റ്റിയോമൈലൈറ്റിസ് ആണ്, ബോൺ ഇൻഫെക്ഷൻ ആണ്. ഇപ്പൊ മോസ്റ്റ് കോമൺ കോസിറ്റീവ് ഓർഗാനിസം സ്റ്റഫൈലോകോക്കസ് ഓറിയസ് ആണ്. ഇൻ സിക്കിൾ സെൽ ഡിസീസിലാണെങ്കിൽ അത് സാൽമോണല്ലയാണ്. ഇപ്പൊ മോസ്റ്റ് കോമൺ റൂട്ട് ഇൻ ചിൽഡ്രൻ എന്ന് പറഞ്ഞാൽ ഹെമറ്റോജീനസ് സ്പ്രെഡ് ആണ്. ഇതിന്റെ മോസ്റ്റ് കോമൺ സൈറ്റ് മെറ്റാഫൈസിസ് ഓഫ് ബോൺ ആണ്. ബിക്കോസ് അവിടെ ബ്ലഡ് സപ്ലൈ, മെറ്റാഫൈസിസിൽ ബ്ലഡ് സപ്ലൈ കുറവാണ്, അതുകൊണ്ടാണ് മെറ്റാഫൈസിസ് മോസ്റ്റ് പ്രോൺ ടു ഇൻഫെക്ഷൻ. ഓക്കെ, ബെസ്റ്റ് ഇമേജിംഗ് മൊഡാലിറ്റി ഫോർ ഏർലി ഡിറ്റക്ഷൻ ഏതാണ്? MRI ആണ്.
ദെൻ ഈ ടേംസ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അപ്പം ഈ ഓസ്റ്റിയോമൈലൈറ്റിസ് ചോദിക്കുകയാണെങ്കിൽ എയ്തർ ആ ഓർഗാനിസം അല്ലെങ്കിൽ ഈ ഏതെങ്കിലും ടേം ആയിരിക്കും ക്വസ്റ്റിന് ചോദിക്കുക. സെക്വസ്ട്രം എന്ന് പറഞ്ഞാല് ഡെഡ് ഇൻഫെക്റ്റഡ് ബോൺ ടിഷ്യൂനെയാണ് നമ്മൾ ആ ഒരു ഓസ്റ്റിയോമൈലൈറ്റിസിന്റെ ആ പാർട്ടിൽ ആക്സസിലെ ഒരു ഡെഡ് ബോൺസിന്റെ ഏരിയനെയാണ് സെക്വസ്ട്രം എന്ന് പറയുന്നത്. ദെൻ ഇൻവെലൂക്രം എന്ന് പറഞ്ഞാൽ ലെയർ ഓഫ് ന്യൂ ബോൺ ഗ്രോസ് അറൌണ്ട് ദ ഡെഡ് ബോൺ. ഈ സെക്വസ്ട്രം സെന്ററിൽ ഉണ്ടാവും ഡെഡ് ബോൺ, അതിന്റെ ചുറ്റും ഉണ്ടാകുന്ന ഒരു ന്യൂ ബോണിനാണ് ഇൻവെലൂക്രം എന്ന് പറയുന്നത്. ദെൻ ഒരു സൈനസ് ട്രാക്ട്. അപ്പൊ ഇത് മൂന്നെണ്ണമാണ് അതിനകത്ത് ആ ബോൺ ഓസ്റ്റിയോമൈലൈറ്റിക് റീജിയനിൽ ഉണ്ടാകുന്നത്. അപ്പൊ അതിന്റെ ഒരു പെർട്ടിക്കുലർ ആപ്സസ് ആണ് ബ്രോഡീസ് ആപ്സസ്. അതൊരു സബ് അക്യൂട്ട് ഇൻഫെക്ഷൻ. അപ്പം ഭയങ്കര അക്യൂട്ട് ഓസ്റ്റിയോമൈലൈറ്റിസ് അല്ല, സബ് അക്യൂട്ട് ഓസ്റ്റിയോമൈലൈറ്റിസില് സ്മോൾ ലോക്കലൈസ്ഡ് പസ് ഫിൽഡ് ആപ്സസ് ദാറ്റ് ഫോംസ് ഇൻസൈഡ് ദ ബോൺ. അതാണ് ബ്രോഡീസ് ആപ്സസ്. ഈ മൂന്ന് ടേംസും മറക്കരുത്. ദെൻ പിന്നെ ഓർത്ത് വെക്കേണ്ടത് ലിഗമെന്റ് ടെസ്റ്റ് ഫോർ ലിഗമെന്റ് ഇഞ്ചുറീസ് ഒക്കെയാണ്. അപ്പം അതിൽ കുറച്ച് പേരുകളാണ്, അതായത് ലിഗമെന്റിനാണ് യൂസ് ചെയ്യുന്നതെന്ന് ഓർക്കുക. ലാക്മാൻ ടെസ്റ്റ്, ആന്റീരിയർ ക്രൂഷിയേറ്റ് ലിഗമെന്റിന്റെ ACL ഇഞ്ചുറിയുടെ മോസ്റ്റ് സെൻസിറ്റീവ് ടെസ്റ്റ് ആണ് ലാക്മാൻ ടെസ്റ്റ്. അതുപോലെ ആന്റീരിയർ ഡ്രോയർ ടെസ്റ്റ്, പോസ്റ്റീരിയർ ഡ്രോയർ ടെസ്റ്റ്. ആന്റീരിയർ ഡ്രോയർ ടെസ്റ്റ് അത് ഇൻഡിക്കേറ്റ് ACL tear. പോസ്റ്റീരിയർ ഡ്രോയർ ടെസ്റ്റ് ഇൻഡിക്കേറ്റ് പോസ്റ്റീരിയർ ക്രൂഷിയേറ്റ് ലിഗമെന്റ് tear. അത് മൂന്നെണ്ണമാണ് മെയിൻ ഇമ്പോർട്ടന്റ്. പിന്നെ വാൾഗസ് സ്ട്രെസ് ടെസ്റ്റ് ഫോർ മീഡിയൽ കൊളാറ്ററൽ ലിഗമെന്റ്, വാരസ് സ്ട്രെസ് ടെസ്റ്റ് ഫോർ ലാറ്ററൽ കൊളാറ്ററൽ ലിഗമെന്റ്. ദെൻ പിന്നെ ഏറ്റവും ചോദിക്കാൻ ചാൻസ് ഉള്ളത് ടെന്നീസ് എൽബോ, ലാറ്ററൽ എപ്പിക്കോണ്ടൈലൈറ്റിസ്. അതെപ്പോഴും നമുക്ക് മാറിപ്പോകുന്നതാണ്. ലാറ്ററൽ ആണോ മീഡിയൽ ആണോ ടെന്നീസ് എൽബോ എന്നുള്ളത്. ലാറ്ററൽ ആണ്. അപ്പൊ അതിന്റെ ടെസ്റ്റ് കോസൻ ടെസ്റ്റ് ആണ്. അതെങ്ങനെ ചെയ്യുന്നതെന്ന് അറിയാലോ. പേഷ്യന്റ് നമ്മുടെ എക്സാമിനറെ എൽബോ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, എന്നിട്ട് പേഷ്യന്റിനോട് ഒരു ഇങ്ങനെ ഫിസ്റ്റ് വെക്കാൻ പറയാ. എന്നിട്ട് നമ്മളൊരു ഫോഴ്സ് കൊടുത്തിട്ട് ഈ റിസ്റ്റിനെ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറയാ. റിസ്റ്റ് എക്സ്റ്റൻഷൻ എഗെയിൻസ്റ്റ് ഫോഴ്സ് റെസിസ്റ്റൻസ്. അപ്പോ ലാറ്ററൽ എപ്പിക്കോണ്ടൈലിൽ പെയിൻ ഉണ്ടാവും. അതാണ് ലാറ്ററൽ എപ്പിക്കോണ്ടൈലൈറ്റിസ്. മീഡിയൽ അത് എക്സ്റ്റൻസർ മസിൽസിന്റെ എക്സ്റ്റൻസർ മസിൽ ടെൻഡിനോപ്പതിയാണ് ടെന്നീസ് എൽബോ. ഗോൾഫേഴ്സ് എൽബോ ആണെങ്കിൽ ഫ്ലെക്സർ മസിൽ ടെൻഡിനൈറ്റിസ് ആണ്. ഇപ്പൊ മീഡിയൽ എപ്പിക്കോണ്ടൈലൈറ്റിസ് ആണ്. ഓക്കെ, അത് രണ്ടുമാണ് ഓർത്ത് വെക്കേണ്ടത്, മാറിപ്പോകാതെ. പിന്നെ ഉള്ളത് ഡികർവേൻസ് ടെൻഡിനോസൈനോവൈറ്റിസ്. അതും ഇമ്പോർട്ടന്റ് ആണ്. അതിന്റെ ടെൻഡൻസ് ഏതാ ഇൻവോൾവ് ആയിരിക്കുന്നതെന്ന് ചോദിക്കും. അത് നമ്മുടെ റിസ്റ്റിന്റെ ബാക്കിൽ നമ്മുടെ ഡോസൽ ആസ്പെക്ട് ഓഫ് ദ ഹാൻഡില് 5 കമ്പാർട്ട്മെന്റ് ഓഫ് മസിൽസ് ഉണ്ട്. അതിൽ ആദ്യത്തെ കമ്പാർട്ട്മെന്റില് റേഡിയൽ സ്റ്റൈലോയിഡ് പ്രോസസിന്റെ റീജിയനിലാണ് അതിന് പെയിൻ വരുന്നത്. ഓക്കെ, അതിന്റെ ടെൻഡൻസ് ഇൻവോൾവ് ചെയ്യുന്നത് APL BPL എന്ന് ഓർത്ത് വെച്ചാൽ മതി. അബ്ഡക്ടർ പോളിസിസ് ലോങ്ങസ്, എക്സ്റ്റൻസർ പോളിസിസ് ബ്രേവിസ്. And a test also important, Finkelstein test. Then other topics ഓർത്തോയിൽ ഉള്ളത് ഇപ്പൊ ബാക്കിയെല്ലാം കോമൺലി എല്ലാത്തിലുമായിട്ട് ഷെയർ ചെയ്യുന്നതാണ്. ആർത്രൈറ്റിസ്, OAR അങ്ങനെയുള്ള സാധനങ്ങള്. പിന്നെ നോക്കാനുള്ളത് സ്പൈൻ്റെ കൈഫോസിസ്, സ്കോളിയോസിസ് അങ്ങനെയുള്ള. പിന്നെ ഡിസ്ക് പ്രൊലാപ്സ്, പിന്നെ പോർട്ട് സ്പൈൻ ഏതാ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഏതിലാ പോർട്ട് സ്പൈൻ വരുന്നത്? EB. വെരി ഗുഡ്, അത് ഇമ്പോർട്ടന്റ് ആണ്. ദെൻ കോഡൈക്യുന സിൻഡ്രോംസ്, ദെൻ നെർവ് ഇഞ്ചുറി. വെരി ഇമ്പോർട്ടന്റ് ആണ്, പക്ഷെ അത് നിങ്ങൾ അനാട്ടമിയിൽ പഠിക്കുന്ന സെയിം തന്നെയാണ്. അൾനാർ നെർവ്, മീഡിയൻ നെർവ്, റേഡിയൻ നെർവ്. ദെൻ അനദർ ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണ് എൻട്രാപ്മെന്റ് ന്യൂറോപ്പതി. അതിൽ കാർപ്പൽ ടണൽ സിൻഡ്രോം. അത് മെഡിസിനിലും എല്ലായിടത്തും ഇത് ഷെയർ ചെയ്യുന്നുണ്ട്, ഇപ്പൊ ഇവിടെ പറയുന്നില്ല, പക്ഷെ അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അതിന്റെ മസിൽ, ഏതൊക്കെ മസിലാ വീക്ക്നെസ് ഉണ്ടാകുന്നത്, സെൻസേഷൻ എവിടെ പോകുന്നുണ്ടോ പോവില്ലേ, അങ്ങനെയൊക്കെ. പിന്നെ പേജസ് ഡിസീസ്. ദെൻ പീഡിയാട്രിക് ഓർത്തോപെഡിക്സ് എന്ന് പറയുമ്പോൾ കുറച്ച് സാധനങ്ങളുണ്ട്. അത് ജസ്റ്റ് എന്താണെന്ന് അറിഞ്ഞിരിക്കണം. ഇൻ കേസ് ഒരു ക്വസ്റ്റ്യൻ വന്നാൽ കിട്ടാതിരിക്കരുത്. അതുകൊണ്ട് ജസ്റ്റ് എന്താണെന്ന് അറിഞ്ഞു വെക്കണം. ഡെവലപ്മെന്റൽ ഡിസ്പ്ലേഷ്യ ഓഫ് ഹിപ്പ്, കൺജനൈറ്റൽ ക്ലബ് ഫുട്ട്, പെർത്തേഴ്സ് ഡിസീസ്, സ്ലിപ്ഡ് ക്യാപിറ്റൽ ഫിമറൽ എപ്പിഫൈസിസ് ഒക്കെ ചിലപ്പോ there is a chance. Then going to the dermatology. This is the last topic. പ്രൈമറി, അപ്പൊ ഇതിനകത്ത് ചോദിക്കാൻ സാധ്യതയുള്ള പ്രൈമറി സെക്കൻഡറി സ്കിൻ ലീഷൻസ്.
അപ്പൊ അത് നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്ത് വെക്കണം. പ്രൈമറി ഏതാ, സെക്കൻഡറി ഏതാ, ബേസിക് സ്കിൻ ലീഷൻസ്. അപ്പൊ ഇതിൽ മെക്യൂൾ നേരത്തെ ചോദിച്ചിട്ടുള്ളതാണ്. ഏത് എക്സാമിന് ഓർമ്മയില്ല, ഞാൻ എഴുതിയിട്ടുള്ള എക്സാമിന് മെക്യൂൾ ഫ്ലാറ്റ് ആണോ റൈസ്ഡ് ആണോ എന്നൊക്കെ ഉള്ളത്. അപ്പൊ മാക്യൂൾ ഒരിക്കലും ഫ്ലാറ്റ് ആണ്, <1 cm. ഓക്കെ, റൈസ്ഡ് അല്ല. പാപ്യൂൾ എന്ന് പറഞ്ഞാൽ സ്മോൾ സോളിഡ് ബമ്പ് ആണ്, അത് <1 cm. അപ്പൊ പാപ്യൂളിന്റെ വലുതാണ് നോഡ്യൂൾ, സ്മോൾ റൗണ്ട് ഗ്രോത്ത് >1 cm. പ്ലേക്ക് ഓൾസോ റൈസ്ഡ് റഫ് ഏരിയ >1 cm വിത്ത് ഫ്ലാറ്റ് ടോപ്പ്. അത് മാക്യൂളിനെ കുറച്ചുകൂടെ റൈസ് ആക്കുന്നത്. >1 cm, മാക്യൂൾ <1 cm. ഓക്കെ, സെക്കൻഡറി സ്കിൻ ലീഷൻസും അതുപോലെ ജസ്റ്റ് ഒന്ന് നോക്കി വെക്കണം, ഏതാ പ്രൈമറി ഏതാ സെക്കൻഡറി എന്നൊക്കെ ഉള്ള. വെസിക്കിൾസ് എന്ന് പറഞ്ഞാൽ സ്മോൾ ബ്ലിസ്റ്റർ ഫിൽഡ് വിത്ത് ക്ലിയർ ഫ്ലൂയിഡ് <1 cm. ബുള്ളെ എന്ന് പറഞ്ഞാൽ >1 cm. പസ്റ്റ്യൂൾ സ്മോൾ ബംപ് ഫിൽഡ് വിത്ത് പസ്. Okay, then layers of the skin also important. For a question, which layer of the skin contain melanocyte? Stratum corneum, stratum basal, stratum granulosum, dermis. ഏതാണ് ആൻസർ? ഈ ഇതിൽ നോക്കാം. ബേസൽ. അപ്പൊ സ്കിന്നിന് മെയിൻ ആയിട്ട് 2 ലെയേഴ്സ് ആണ് ഉള്ളത്. ഒന്ന് എപ്പിഡെർമിസ്, മുകളിൽ താഴെ ഡെർമിസ്. എപ്പിഡെർമിസിന് തന്നെ 4 ലെയർ ഉണ്ട്. അപ്പൊ ഏറ്റവും മുകളിലത് സ്ട്രാറ്റം കോണിയം, അത് ഔട്ടർ മോസ്റ്റ് ഡെഡ് ഫ്ലാറ്റൻ കെരനൈസ്, ഡെഡ് സെൽസ് ആണ്. കെരട്ടനൈസ്ഡ് സെല്ല് ഡെഡ് ആണ്. ദെൻ സെക്കൻഡ് ലെയർ സ്ട്രാറ്റം ഗ്രാനുലോസം ആണ്. അതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കെരാട്ടോ ഹൈലിൻ ഗ്രാന്യൂൾസ് ഉണ്ടാവും. തേർഡ് ലെയർ ഇസ് സ്ട്രാറ്റം സ്പൈനോസം, ദാറ്റ് ഇസ് അതിനെ നമ്മൾ പ്രിക്കിൾ സെൽ ലെയർ എന്ന് വിളിക്കും. ആ ലെയറിലുള്ള ഒരു സെല്ലാണ് ലാംഗർഹാൻ സെൽ. അതും വെരി ഇമ്പോർട്ടന്റ് ആണ്, അത് ചോദിക്കാറുണ്ട് റിപ്പീറ്റഡ്ലി. ബിക്കോസ് എന്താണ് ലാംഗർഹാൻ സെൽസിന്റെ ഇമ്പോർട്ടൻസ്? ലാംഗർഹാൻ സെൽസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഡിഫറെന്റ് ആന്റിജൻ പ്രസന്റിങ് സെൽസ് ഇൻ ഡിഫറെന്റ് ഓർഗൻസ്. എന്തേ? ഹലോ, ഓക്കെ, ഇത് ഡെൻഡ്രൈറ്റിക് സെൽസ്, ലാംഗർഹാൻ സെൽസ് എന്ന് പറഞ്ഞാൽ ആന്റിജൻ പ്രസന്റിങ് സെൽസ് ആണ്. അപ്പൊ നമ്മൾ ഓരോരോ ഓർഗൻസില്, ഇപ്പൊ ലിവറിൽ കഫർ സെൽസ്, ആന്റിജൻ പ്രസന്റിങ് സെൽസ് അങ്ങനെ പഠിക്കത്തില്ലേ? അപ്പൊ അതിൽ സ്കിന്നിലെ ആന്റിജൻ പ്രസന്റിങ് സെല്ലാണ് ലാംഗർഹാൻ സെൽസ് എന്ന് പറഞ്ഞാല്. അപ്പൊ അതിന്റെ ഇമ്പോർട്ടൻസ് എന്ന് വെച്ചാൽ അതൊരു നമ്മുടെ സ്കിൻ ഡിറൈവ്ഡ് സെൽ അല്ല. അപ്പൊ അതൊരു ബോൺ മാരോ ഡിറൈവ്ഡ് സെല്ലാണ്. ബോൺ മാരോ എന്ന് വന്നിട്ട് മൈഗ്രേറ്റ് ചെയ്ത് ഇവിടെ നമ്മുടെ സ്കിന്നിന്റെ സ്ട്രാറ്റം സ്പൈനോസത്തിലുള്ള സെല്ലാണ് ലാംഗർഹാൻസ്. അത് ഡെൻഡ്രൈറ്റിക് സെല്ലാണ്. അത് ശരിക്കും വെച്ചാൽ നമ്മുടെ പുറത്തുനിന്ന് വരുന്ന ആന്റിജൻസ്, നമ്മുടെ ഇറിറ്റൻസ്, നമ്മുടെ ആ സാധനങ്ങളെയൊക്കെ പിടിച്ചെടുത്തിട്ട് ആന്റിബോഡി ഫോം ചെയ്യുന്ന ആ പ്രോസസ്സിന് പ്രസന്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സെൽസ് ആണ്. അപ്പൊ ഇത് ഡെൻഡ്രൈറ്റ്സ് ഉണ്ട്, അതിന് കുറച്ച് ബ്രാഞ്ചസ് ഉണ്ട്. അത് വെച്ചിട്ട് ആന്റിജനെ പിടിച്ചെടുക്കും, എന്നിട്ട് അത് നിയറസ്റ്റ് ലിംനോഡിലേക്ക് മൈഗ്രേറ്റ് ചെയ്യും, എന്നിട്ട് അതിനെ കൊണ്ടുപോയി T ലിംഫോസൈറ്റ്സിന് കൊടുക്കും. അപ്പൊ ഈ T ലിംഫോസൈറ്റ്സ് ആണ് ആന്റിബോഡീസ് പ്രൊഡക്ഷൻ ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ അത് ഇമ്മ്യൂണോളജിക്കലി ഇമ്പോർട്ടന്റ് സെൽസ് ആണ് ലാംഗർഹാൻ സെൽസ്. അത് സ്ട്രാറ്റം സ്പൈനോസത്തിലാണുള്ളത്. അത് ബോൺ മാരോ ഡിറൈവ്ഡ് സെല്ലാണ്. ഇപ്പൊ സ്കിന്നിന്ന് ഡിറൈവ് ചെയ്യുന്ന സെൽസ് എല്ലാം എവിടെ ഉള്ളത്? സ്ട്രാറ്റം ബേസയിലാണ്. സ്ട്രാറ്റം ജെർമിനേറ്റം, അതാണ് സ്കിന്നിന്ന് ജെർമിനേറ്റ് ചെയ്യുന്ന സെൽസ്. ഓരോ സെൽസിനെ ഉണ്ടാക്കി എടുക്കുന്ന ലെയറാണ് ബേസയിൽ, സ്ട്രാറ്റം ജെർമിനേറ്റം. അപ്പൊ അവിടെയാണ് നമ്മുടെ കെരാറ്റിനോസൈറ്റ്സും മെലനോസൈറ്റും മെർക്കൽ സെൽസും എല്ലാം ഉള്ളത്. ഓക്കെ, അപ്പൊ മെലനോസൈറ്റിന്റെ ഫംഗ്ഷൻ അറിയാം, ഇത് മെലാനിൻ പ്രൊഡക്ഷൻ. വാട്ട് ഇസ് മെർക്കൽ സെൽ? എന്താ മെർക്കൽ സെൽ? നെർവ് എൻഡിങ്സ് ആണ്. നമ്മുടെ ടച്ച് സെൻസേഷൻ ഒക്കെ നമുക്ക് കിട്ടുന്ന ആ ഒരു സെൻസേഷൻ ഉണ്ടാക്കുന്ന സെല്ലാണ് മെർക്കൽ സെൽ. കെരാറ്റിനോസൈറ്റ്സ്, മെലനോസൈറ്റ്, മെർക്കൽ സെൽസ് ഇൻ സ്ട്രാറ്റം ബേസയിൽ. ഓക്കെ, then eczematous dermatitis disorders. Most common site of atopic dermatitis in infant ഏതാണ്? extensor surface, flexure surface, face and scalp, groin, palm. Atopic dermatitis in infants? Extensor surface. Extensor. No, in adults it is extensor surface, but not in flexure surface. In kids, children, it is face and scalp. അത് ഓർത്ത് വെക്കേണ്ടതാണ്. അറ്റോപിക് ഡെർമറ്റൈറ്റിസ് ഇൻ ഇൻഫാൻസിൽ ഇറ്റ്സ് കോമൺ സൈറ്റ് ഇസ് ഫേസ് ആൻഡ് സ്കാൾപ്പ്. Then allergic contact dermatitis is which type of hypersensitivity? 1, 2, 3, 4. It is type 4. അത് ഓർത്ത് വെക്കണേ, അത് സ്ഥിരം ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്, കോണ്ടാക്ട് ഡെർമറ്റൈറ്റിസ്.
ഡെർമറ്റൈറ്റിസ്. ഇപ്പൊ സ്കിന്നിൽ നമുക്ക് പഠിക്കാനുള്ളത് ഒന്നുകിൽ ഈ ആദ്യത്തെ എക്സിമാറ്റസ് ഡിസോർഡർ, പിന്നെ പാപ്പിലോസ്കോമസ് ഡിസോർഡർ, ദെൻ വെസിക്കുലോ ബുള്ളസ് ഡിസോർഡർ, ദെൻ ആർട്ടിക്കേരിയൽ റാഷസ്. അങ്ങനെയാണ് സ്കിന്നിന്റെ ആ ഒരു ഇതിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. അപ്പൊ ഡെർമറ്റൈറ്റിസ് ഡിസോർഡേഴ്സിൽ ഏതൊക്കെയുള്ളത്? എക്ടോപിക് ഡെർമറ്റൈറ്റിസ്, കോണ്ടാക്ട് ഡെർമറ്റൈറ്റിസ്, നുമുലാർ എക്സിമ, ഡിസ്ഹൈഡ്രോട്ടിക് എക്സിമ, സെബോറിക് ഡെർമറ്റൈറ്റിസ്. ഇതെല്ലാം നമ്മുടെ എക്സിമാറ്റസ് ഡെർമറ്റൈറ്റിസിന്റെ അണ്ടറിൽ വരുന്നതാണ്. അപ്പൊ എക്ടോപിക് ഡെർമറ്റൈറ്റിസിൽ ഇമ്പോർട്ടന്റ് മീഡിയേറ്റഡ് ബൈ IgE ആണ്. കോമൺ സൈറ്റ് ഇൻ അഡൽട്ട് ആൻഡ് ഓൾഡർ ചിൽഡ്രൻ ഫ്ലക്ഷറൽ സർഫസ് ആണ്. സോറിയാസിസ് ആണ് എക്സ്റ്റൻസർ വരുന്നത്. ഇത് ഫ്ലക്ഷറൽ സർഫസ് ആണ് അഡൽട്സിലെ ഏറ്റവും മോസ്റ്റ് കോമൺ സൈറ്റ്. ബട്ട് ഇൻഫൻസിലാണെങ്കിൽ ഫേസ് ആൻഡ് സ്കാൽപ്പാണ്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ. അണ്ടർ 1 year ഇൻഫാൻസ്. അഡൽട്സിലും ഓൾഡർ ചിൽഡ്രനിലും ഓൾവേസ് ഫ്ലക്ഷറൽ സർഫസ്. ഇറ്റ് ഈസ് അസോസിയേറ്റഡ് വിത്ത് ആസ്മ, അലർജിക് റൈനൈറ്റിസ്. ദെൻ ഇൻ അക്യൂട്ട് സ്റ്റേജിൽ ഇറ്റ് ഈസ് ദർ ഇസ് ഊസിങ്, ക്രസ്റ്റിംഗ് ഒക്കെ ഉണ്ടാവും. ക്രോണിക് സ്റ്റേജിൽ ലൈക്കനിഫിക്കേഷൻ. അപ്പം അത് ചോദിക്കാറുണ്ട്. അപ്പൊ ക്രോണിക് ഇറ്റ്സ് ക്യാരക്ടറിസ്റ്റിക് ലീഷൻ ഇൻ ക്രോണിക് സ്റ്റേജ് ഇൻ എക്സിമ, ലൈക്കനിഫിക്കേഷൻ ആണ്. അതൊരു സെക്കൻഡറി സ്കിൻ ചേഞ്ച് ആണ്. ഓക്കെ, ദെൻ കോണ്ടാക്ട് ഡെർമറ്റൈറ്റിസ്. Then contact dermatitis, there are 2 types under allergic contact dermatitis, irritant contact dermatitis. But allergic contact dermatitis, it is type 4 hypersensitivity mediated reaction ആണ്, mediated through T lymphocyte. Okay, and diagnostic test patch test ആണ്. അത് ഓർത്ത് വെക്കണേ, അത് ചോദിക്കുന്നതാണ് കേട്ടോ. Then irritant contact dermatitis എന്ന് പറഞ്ഞാൽ ഡ്യൂ ടു അതർ ഇറിറ്റൻസ്, ഏതെങ്കിലും ഒരു ഇറിറ്റൻസ് നമ്മൾ ടെമ്പററി എക്സ്പോസ് ആകുമ്പോൾ നമുക്ക് അലർജി ഉണ്ടാവും. അപ്പൊ അതിന്റെ എക്സ്പോഷർ മാറ്റിക്കഴിഞ്ഞാൽ അത് മാറും. നോർമലി ഒക്കുപേഷണൽ കോണ്ടാക്ട് ഡെർമറ്റൈറ്റിസ് നമ്മളിപ്പോ തന്നെ നമ്മുടെ ഡോക്ടേഴ്സ് ഒക്കെ ചിലർക്ക് ഗ്ലൗ യൂസ് ചെയ്താൽ അലർജി ഉണ്ടാവും. പിന്നെ സിമെന്റ് എക്സ്പോഷർ അങ്ങനെയൊക്കെ. ദെൻ നുമുലാർ എക്സിമ ചോദിക്കാറുണ്ട്. അത് കോയിൻ ഷേപ്ഡ് എക്സിമാറ്റസ് ലീഷൻ ആണ്, ഡിസ്കോയിഡ് എക്സിമ എന്നും പറയും. പിന്നെ ഡിസ്ഹൈഡ്രോട്ടിക് എക്സിമ അനദർ 1 type of എക്സിമ ആണ്, എഫക്ട്സ് പാംസ് ആൻഡ് സോൾസ്. അതിന്റെ പർട്ടിക്കുലാരിറ്റി എന്ന് പറഞ്ഞാൽ ഡീപ് സീറ്റഡ് ഇന്റൻസ്ലി ഇച്ചിങ് വെസിക്കിൾസ് ഉണ്ടാവും. അപ്പൊ അതിന്റെ വേറൊരു പേരെന്താണ്? another name for ഡിസ്ഹൈഡ്രോട്ടിക് എക്സിമ, പോംഫോലിക്സ്. കേട്ടിട്ടില്ലേ? ഞാനിവിടെ എഴുതിയിട്ടില്ല. അപ്പൊ അനദർ നെയിം പോംഫോലിക്സ് ആണ്, അത് ചോദിക്കാറുണ്ട്. സെബോറിക് ഡെർമറ്റൈറ്റിസിൽ ചോദിക്കുന്ന അതിന്റെ ഓർഗാനിസം ചിലപ്പോൾ ചോദിക്കും, മലസീസിയ ഫർഫർ. ഓക്കെ, അത് സിബോറിക് ഏരിയാസിലായിരിക്കും. അങ്ങനെയാണ് അത് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്. പിന്നെ കുട്ടികൾ ഇൻഫാൻസിൽ സെബോറിക് ഡെർമറ്റൈറ്റിസ് ഉണ്ടാവും. അതിന്റെ പേരാണ് ക്വാഡിയോക്യാപ്. ദെൻ നെക്സ്റ്റ് പാപ്പിലോസ്കോമസ് ഡിസോർഡേഴ്സ് ആണ്. പാപ്പിലോസ്കോമസ് ഡിസോർഡേഴ്സ്, then one Auspit sign is seen in which one? Lichen planus, psoriasis, pityriasis rosea, scabies. ഏതാണ് ആൻസർ? Psoriasis. Then Kopner's phenomena is seen in All of the above. all of them. ഇതിലെല്ലാത്തിലും ഉണ്ടാവും. അപ്പൊ ഈ പാപ്പിലോസ്കോമസ് ലീഷൻസിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് സോറിയാസിസ്, ലൈക്കൻ പ്ലാനസ്, പിറ്റീരിയാസിസ് റോസെ. ഇപ്പൊ സോറിയാസിസ് എല്ലാവർക്കും അറിയുന്നതാണ്. അത് കുറച്ചധികം പറയാനൊന്നുമില്ല. എന്നാലും ഓർത്ത് വയ്ക്കാനുള്ളത് മോസ്റ്റ് കോമൺ ടൈപ്പ് പ്ലേക്ക് സോറിയാസിസ് ആണ്, ക്രോണിക് പ്ലേക്ക് സോറിയാസിസ് ആണ്. അത് മോസ്റ്റ് പ്രെഡിലക്ഷൻ ടു എക്സ്റ്റൻസർ സർഫസ് ആണ്, സ്കാൽപ്പിലൊക്കെയാണ്. ദെൻ അടുത്ത നെക്സ്റ്റ് ടൈപ്പ് ഗട്ടേറ്റ് സോറിയാസിസ് ആണ്. അത് ഓർത്ത് വെക്കണം. ഡ്രോപ്പ് ലൈക്ക് ലീഷൻസ് ആണ്. ഇൻ യങ് ചിൽഡ്രൻ ആൻഡ് യങ് അഡൽട്സിലാണ് അത് കോമൺ ആയിട്ട് വരുന്നത്. ഇറ്റ് ഇസ് ട്രിഗേർഡ് ബൈ സ്ട്രെപ്റ്റോകോക്കൽ ഇൻഫെക്ഷൻ, ഗ്രൂപ്പ് എ സ്ട്രെപ്റ്റോകോക്കൽ. അതും ചോദിക്കാറുണ്ട് കേട്ടോ. പിന്നെ പെസ്റ്റുലാർ സോറിയാസിസ് ഉണ്ട്, എറിത്രോഡെർമിക്. ഇത് സോറിയാസിസിന്റെ വെറൈറ്റീസ് ആണ്, 4 എറിത്രോഡെർമിക് സോറിയാസിസ് ശരിക്കും പറഞ്ഞാൽ ഒരു ഡെർമറ്റോളജിക്കൽ എമർജൻസി ആണ്. അത് 90% ഓഫ് ദ ബോഡി എഴത്തിമ ആൻഡ് സ്കെയിലിംഗ് ഉണ്ടാവും. അതിന്റെ കോംപ്ലിക്കേഷൻ എന്ന് വെച്ചാൽ ഹൈപ്പോതെർമിയ ഉണ്ടാവും, ഇലക്ട്രോലൈറ്റ് ഇംബാലൻസ് ഉണ്ടാവും, ഹൈ ഔട്ട്പുട്ട് കാർഡിയാക് ഫെയിലിയർ ഉണ്ടാവും. അപ്പൊ എന്താണ് ഇതൊക്കെ കുറച്ച് സൈൻസ് സോറിയാസിലുള്ള ഓസ്പിറ്റ് സൈൻ ആണ്. ഓസ്പിറ്റ് സൈൻ എന്ന് പറഞ്ഞാൽ ബ്ലീഡിംഗ് പോയിന്റ്സ്. അപ്പൊ നമ്മൾ ഈ സ്കെയിൽസ് റിമൂവ് ചെയ്ത് കഴിയുമ്പോൾ ഒരു ബ്ലീഡിംഗ് പോയിന്റ്സ് കാണാൻ പറ്റും. അതാണ് ഓസ്പിറ്റ് സൈൻ. കോപ്നർ ഫെനോമെന എവരിബഡി നോസ്. ദെൻ നെയിൽ ചേഞ്ചസ് ഇമ്പോർട്ടന്റ് ആണ്. ഏതൊക്കെയാണ് സോറിയാസിസിന്റെ നെയിൽ ചേഞ്ചസ് ഏതൊക്കെയാണെന്ന് ചോദിക്കാറുണ്ട്. അത് നെയിൽ പിറ്റിംഗ് ഉണ്ടാവും. അതിനാണ് മോസ്റ്റ് ക്യാരക്ടറിസ്റ്റിക് നെയിൽ ഫൈൻഡിങ് എന്ന് പറഞ്ഞാൽ നെയിൽ പിറ്റിംഗ് ആണ്. പിന്നെ ഒണിക്കോലൈസിസ് ഉണ്ടാവും.
സബ്ബങ്ക്യൂൾ ഹൈപ്പർ കെറട്ടോസിസ് ഉണ്ടാവും, പിന്നെ ഓയിൽ ഡ്രോപ്പ് ഓർ സാൽമൺ ബാസൈൽ. ഓക്കെ, ഓണിക്കോലൈസിസ് സ്പ്ലിറ്റിംഗ് ഓഫ് നെയിൽ ഫ്രം ദ നെയിൽ ബെഡ്. ഇത് ഓർത്തു വെക്കണേ. Then psoriatic arthropathy affect 7% of the patient with the psoriasis. Then അത് പല ടൈപ്പ് ആർത്രോപ്പതി ഉണ്ട്. അത് തന്നെ 3-4 ടൈപ്പ് ഉണ്ട്. ഇപ്പൊ ഡിസ്റ്റൽ ഈ സ്മോൾ RA പോലെ സ്മോൾ ജോയിന്റ്സ് ഓഫ് ദ ഹാൻഡ്സിനെ എഫക്ട് ചെയ്യുന്നുണ്ട്, ലാർജ് ജോയിന്റ്സ് ഉണ്ട്, ആർത്രൈറ്റിസ് മ്യൂട്ടിലൻസ് ഉണ്ട്. അതിൽ ഓർക്കേണ്ട കാര്യം എഫക്ട് ഇത് പ്രെഡിലിക്ഷൻ ടു ഡിസ്റ്റൽ ഇന്റർഫലാഞ്ചൽ ജോയിന്റ് ആണ്. RAയിലാണെങ്കിൽ പ്രോക്സിമൽ ഇന്റർഫലാഞ്ചൽ ജോയിന്റ് ആണ്. അത് ഡിഫറൻഷിയേറ്റ് ചെയ്യണം രണ്ടും തമ്മിൽ. അത് ചോദിക്കാറുണ്ട്, ഓർത്തിരിക്കണം. അപ്പൊ നമുക്കത് പി അല്ല എന്ന് ഓർത്താൽ മതി. സോറിയാസിസ് പി, പ്രോക്സിമൽ അല്ല, പി അല്ല, ഡി ആണ്. ഓക്കെ, ഡിസ്റ്റൽ ഇന്റർഫലാഞ്ചൽ ജോയിന്റ്. അടുത്ത രണ്ട് പൈപ്പലോസ്കോമസ് ലീഷൻ ആണ്. ലൈക്കൻ പ്ലാനസ്. ടൈം ആയോ? കഴിഞ്ഞോ? ലൈക്കൻ പ്ലാനസിന്റെ ഇമ്പോർട്ടന്റ് ഫീച്ചർ എന്ന് പറഞ്ഞാൽ അറിയാലോ, പർപ്പിൾ പോളിഗോണൽ ഇന്റൻസ്ലി പ്യൂറൈറ്റിക് ലീഷൻസ് ആണ്. വിക്കാം സ്ട്രൈ എന്ന് പറഞ്ഞാൽ ഫൈൻ വൈറ്റ് ലേസി ലൈൻസ് അതിനകത്ത് ഉണ്ടാവും. ഇതിന്റെ പ്രെഡിലിക്ഷൻ ഫ്ലെക്സർ സർഫസിലാണ് വരുന്നത്, റിസ്റ്റ് ആംഗിൾസിലൊക്കെ. ഓക്കെ, ഓറൽ മ്യൂക്കോസയില് ഡാർക്ക് പിഗ്മെന്റേഷൻ വിക്കാം സ്ട്രൈസ് ഉണ്ടാവും. പിറ്റീരിയാസിസ് റോസ എന്ന് പറഞ്ഞാൽ ഒരു സെൽഫ് ലിമിറ്റിംഗ് ഡിസീസ് ആണ്. ഒരു 2 months ഒക്കെ 6 to 8 weeks നിന്നിട്ട് തന്നെ പോകും. അപ്പൊ അതിന്റെ ഫസ്റ്റ് ലീഷൻ എന്ന് പറഞ്ഞാൽ ഹെറാൾഡ് പാച്ച് ആണ്. ഒരു സിംഗിൾ ഓവൽ എറിത്തിമാറ്റഡ് ലീഷൻ ആദ്യം വരും, എവിടെയെങ്കിലും റൗണ്ട് ഒരു പാച്ച് ഉണ്ടാവും. അത് കഴിഞ്ഞൊരു 1 to 2 weeks കഴിയുമ്പോൾ ഫുൾ ഇറപ്ഷൻസ് വരും. അത് നമ്മുടെ ബോഡിയിൽ ഇങ്ങനെ ക്രിസ്മസ് ട്രീ അപ്പിയറൻസിലായിരിക്കും ഉണ്ടായിരിക്കുന്നത്. ദെൻ വെസിക്കുലോ ബുള്ളസ് ലീഷൻ, അത് പെംഫിഗസും ബുള്ളസ് പെംഫിഗോയിഡും ആണ് രണ്ടെണ്ണം ഉള്ളത്. അത് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പഠിക്കണം. അപ്പം അതിന്റെ ഇത് വെസക്കിൾസ് ബുള്ളേസ് ഉണ്ടാകുന്നത് എവിടാന്നുള്ളത്. അപ്പം പെംഫിഗസിൽ മോസ്റ്റ് കോമൺ പെംഫിഗസ് വൾഗാരിസ് ആണ്. അതിന്റെ ബുള്ളെ ഇൻട്രാ എപ്പിഡെർമൽ ആണ്, എന്ന് വെച്ചാൽ എപ്പിഡെർമിസിനകത്ത് വളരെ സൂപ്പർഫിഷ്യൽ ആണ്. അതുകൊണ്ട് തന്നെ ബുള്ളെ ഫ്ലാസിഡ് ആയിരിക്കും. അത് പെട്ടെന്ന് റപ്ചർ ചെയ്ത് ഇറോഷൻ. അപ്പൊ നമ്മളൊരു പെംഫിഗസ് പേഷ്യന്റിനെ കാണുമ്പോൾ അത് ബുള്ളെ പോലെ നമുക്ക് കാണത്തില്ല, കാരണം ബിക്കോസ് അത് ഓൾവേസ് എപ്പോഴും തന്നെ റപ്ചർ ആയി പോകും. അപ്പൊ അതിന് മ്യൂക്കോസൽ ഇൻവോൾവ്മെന്റ് ഉണ്ടായിരിക്കും. അപ്പൊ നിക്കോൾസ്കി സൈൻ പോസിറ്റീവ് ആണ്. വെച്ചാൽ നമ്മളൊന്ന് ലാറ്ററൽ പ്രഷർ സ്കിന്നിൽ കൊടുക്കുമ്പോൾ തന്നെ സ്കിൻ ഡിറ്റാച്ച് ചെയ്ത് വരും. അതാണ് നിക്കോൾസ്കി സൈൻ. പിന്നെ ചോദിക്കുന്ന അതിന്റെ ഇതൊരു ഓട്ടോഇമ്യൂൺ കണ്ടീഷൻ ആണ് പെംഫിഗസ്. പിന്നെ അതിനകത്ത് ചോദിക്കുന്നത് അതിന്റെ ടാർഗറ്റഡ് പ്രോട്ടീൻ ചോദിക്കും. അപ്പം ഓട്ടോ ആന്റിബോഡീസ് എഗെയിൻസ്റ്റ് ഡെസ്മോഗ്ലിനിൻ 1 and 3. 1 സ്കിൻ ഇൻവോൾവ്മെന്റ്, 3 മ്യൂക്കോസൽ ഇൻവോൾവ്മെന്റ്. അത് ഓർക്കണം. എഫക്റ്റീവ് സ്ട്രക്ചർ ഡെസ്മോസോംസ് ആണ്. ദെൻ ബുള്ളസ് പെംഫിഗോയിഡ് ആണ് അതർ വൺ. അതിന്റെ കൂടെ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത് അത് ശരിക്കും സബ് എപ്പിഡെർമൽ ആണ്, എന്ന് വെച്ചാൽ എപ്പിഡെർമിസിന്റെ താഴെയാണ്. മറ്റത് ഇൻട്രാ എപ്പിഡെർമൽ, എപ്പിഡെർമിസിന്റെ ഉള്ളിലാണ്. ഇത് എപ്പിഡെർമിസിന്റെ താഴെ ആവുമ്പോൾ കുറച്ചും കൂടി തിക്നെസ് ഉണ്ടാവും. ടെൻസ് ബുള്ളയാണ്, അത്ര പെട്ടെന്ന് റപ്ചർ ആയി പോകത്തില്ല. പിന്നെ ഇതിന് മ്യൂക്കോസൽ ഇൻവോൾവ്മെന്റ് ആബ്സെന്റ് ആയിരിക്കും, നിക്കോൾസ്കി സൈൻ ആബ്സെന്റ് ആയിരിക്കും. സ്ട്രക്ചർ അഫക്റ്റഡ് ഹെമി ഡെസ്മോസോംസ് ആണ്. നമ്മുടെ പെംഫിഗസിൽ ഡെസ്മോസോംസ് ആയിരുന്നു, ഇവിടെ ഹെമി ഡെസ്മോസോംസ് ആണ്. Then another one question, for a 5-year-old presents with multiple superficial eruptions covered with honey-colored crust over lower phase of 3 to 4 duration, what is mostly diagnosis? ഏതാണ്? Impetigo. That is impetigo is very characteristic. One is honey-colored crust. Okay, അത് characteristic of impetigo ആണ്. Superficial pyoderma ആണ്. ഓക്കെ, ഓർഗാനിസം ഏതാണ്? സ്റ്റെഫൈലോകോക്കസ് ഓറിയസ് ആകാം, മേ ബി സ്ട്രെപ്റ്റോകോക്കസും ആകാം. മോസ്റ്റ് കോമൺ സ്റ്റെഫൈലോകോക്കസ് ഓറിയസ് ആണ്. ഓക്കെ, ഇൻവെന്റിഗോ. അപ്പൊ അതിൽ സ്ട്രെപ്റ്റോകോക്കസ് പയോജൻസ് ആണ്. ഇനി ഓർഗാനിസം ആണെങ്കിൽ അതിനകത്തൊരു കോംപ്ലിക്കേഷൻ ഉണ്ടാകുന്നത് ഏതാണ്? സ്ട്രെപ്റ്റോകോക്കസ് പയോജൻസിന്റെ കോംപ്ലിക്കേഷൻ ഏതാണ്? ഇമ്മ്യൂണോളജിക്കൽ കോംപ്ലിക്കേഷൻ കിഡ്നിയെ ബാധിക്കാൻ സാധ്യതയാണ്. ഗ്ലോമർലോനെഫ്രൈറ്റിസ്. യെസ്. സ്ട്രെപ്റ്റോകോക്കസ് പയോജൻസ് may leads to glomerulonephritis. അതൊരു കോംപ്ലിക്കേഷൻ ആണ്. ദെൻ ബുള്ളസ് ഇംപെറ്റിഗോ, അത് കുറച്ചുകൂടി, അത് സ്റ്റെഫൈലോകോക്കസ് ഓറിയസിന്റെ ആണ്, കുറച്ചൊരു ബുള്ളസ് ടൈപ്പ് ലീഷൻ ആയിരിക്കും. അത് സ്റ്റെഫൈലോകോക്കസിന്റെ ഓറിയസിന്റെ എക്സ്ഫോളിയേറ്റീവ് ടോക്സിൻ ആണ് അത് ഉണ്ടാക്കുന്നത്. ഓക്കെ, കുറച്ചുകൂടി വലിയ ബുള്ളാസ് ആയിരിക്കും കാണുന്നത്. ദെൻ എക്തിമ എന്ന് പറഞ്ഞാല് കുറച്ചുകൂടി ഡീപ്പർ ഇൻഫെക്ഷൻ ആണ്. അൾസറേഷൻ, തിക്ക് ക്രസ്റ്റ് ഉണ്ടാവും. ചിലപ്പോൾ അത് ഹീൽ ചെയ്യുമ്പോൾ കുറച്ച് സ്കാർസ് ഉണ്ടാവും. ഇമ്പറ്റിക്കോ ഒന്നും ഒരു സ്കാർസ് ലീവ് ചെയ്യത്തില്ല.
എക്തിമ കുറച്ചുകൂടി ഡീപ്പാണ്. പിന്നെ ഈ ഓരോ ടേംസും ചിലപ്പോൾ ചോദിക്കാറുണ്ട് കേട്ടോ. ഫോളിക്കുലൈറ്റിസ് എന്താ, ഫറങ്കിൾ എന്താ, കാർബങ്കിൾ എന്താ എന്നൊക്കെ ഉള്ളത്. ഇപ്പം ഫോളിക്കുലൈറ്റിസ് എന്ന് പറഞ്ഞാൽ ഇൻഫെക്ഷൻ ഓഫ് ഹെയർ ഫോളിക്കിൾ ആണ്. ഫറങ്കിൾ എന്ന് പറഞ്ഞാൽ ഒരു കുറച്ചും കൂടി ഹെയർ ഫോളിക്കിളിന്റെ ഡീപ്പ് ഇൻഫെക്ഷൻ ആണ്, ബോയിൽ. അതും സ്റ്റെഫൈലോകോക്കസ്. ഈ സൂപ്പർഫിഷ്യൽ പയോഡെർമാസ് മോസ്റ്റ്ലി കോസ് ചെയ്യുന്നത് സ്റ്റെഫൈലോകോക്കസ് ഓറിയസ് ആണ് കേട്ടോ. പിന്നെ കാർബങ്കിൾ മൾട്ടിപ്പിൾ ഇന്റർകണക്റ്റഡ് ഫറങ്കിൾസിനെയാണ് നമ്മൾ കാർബങ്കിൾ എന്ന് വിളിക്കുന്നത്. പിന്നെ അടുത്ത ഒരെണ്ണാണ് ഡിഫറൻഷിയേറ്റ് ചെയ്യാനുള്ള സെല്ലുലൈറ്റിസും എറിസിപ്പെലസും. ഇപ്പൊ സെല്ലുലൈറ്റിസ് എന്ന് പറഞ്ഞാൽ ഇൻഫെക്ഷൻ ഓഫ് സബ്ക്യൂട്ടേനിയസ് ടിഷ്യൂ. ഇപ്പൊ ഡെർമിസിന്റെ താഴെയാണ്, സബ്ക്യൂട്ടേനിയസിന്റെ താഴെ സബ്ക്യൂട്ടേനിയസ് ടിഷ്യൂന്റെ ഇൻഫെക്ഷൻ ആണ്. അത് സ്ട്രെപ്റ്റോകോക്കസ് പയോജൻസും സ്റ്റെഫൈലോകോക്കസ് ഓറിയസും ഉണ്ടാക്കും. എറിസിപ്പെലസ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ സൂപ്പർഫിഷ്യൽ ഇൻഫെക്ഷൻ ഓഫ് അപ്പർ ഡെർമിസ്, ഡെർമിസിൽ വരുന്നതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിനകത്ത് ഷാർപ്ലി ഡിമാർക്കേറ്റഡ് റൈസ്ഡ് ബോർഡർ ഉണ്ടാവും. അപ്പൊ ക്വസ്റ്റ്യനിൽ അങ്ങനെ തന്നെ ഉണ്ടാവും. അത് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് എറിസിപ്പെലസ്. ഷാർപ്ലി ഡിമാർക്കേറ്റഡ് റൈസ്ഡ് ബോർഡർ ഉണ്ടാവും. ഇപ്പം ഫേസിലും ലോവർ ലിംബിലും വരും. ഇപ്പൊ ഫേസിൽ വന്നാൽ ഇത് സെല്ലുലൈറ്റിസ് ആണോ എറിസിപ്പെലസ് ആണോ എന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്യാനുള്ള ഒരു ഫീച്ചറാണ് മില്യൻസ് ഇയർ സൈൻ. ഓക്കെ, എറിസിപ്പെലസ് എപ്പോഴും കോസ്ഡ് ബൈ സ്ട്രെപ്റ്റോകോക്കസ് പയോജൻസ് ആണ്. അതും ഓർത്ത് വെക്കണേ. ബാക്കിയുള്ളതൊക്കെ സ്റ്റെഫൈലോകോക്കസ് ഓറിയസ് ആണ്, പക്ഷെ നമ്മുടെ എറിസിപ്പെലസ് ഫോം ചെയ്യുന്നത് സ്ട്രെപ്റ്റോകോക്കസ് പയോജൻസ് ആണ് ഓർഗാനിസം. മില്യൻസ് ഇയർ സൈൻ എന്ന് വെച്ചാല് ഈ എറിസിപ്പെലസ് ആണെങ്കിൽ അത് ഇയറിൽ പിന്നെ എഫക്ട് ചെയ്യും. എന്തുകൊണ്ടാ? ഇറ്റ് ഇസ് എ സൂപ്പർഫിഷ്യൽ ഇൻഫെക്ഷൻ ഡെർമിസിന്റെ അവിടെ. അപ്പൊ പിന്നെ നമ്മുടെ ഇയർ ലോബ് അല്ലെങ്കിൽ ഔട്ടർ ഈ പിന്നയുടെ ഭാഗത്ത് അത് ശരിക്കും സ്കിൻ മാത്രമേ ഉള്ളൂ. സബ്ക്യൂട്ടേനിയസ് ഫാറ്റ് ഒന്നും സബ്ക്യൂട്ടേനിയസ് ടിഷ്യൂ അവിടെ ഇല്ല. മറ്റേ കാർട്ടിലേജ് കവേർഡ് ബൈ സ്കിൻ ആണ്. അപ്പൊ എറിസിപ്പെലസ് അതിലേക്ക് സ്പ്രെഡ് ആകും, ഇയറിലും സ്പ്രെഡ് ആകും. ദാറ്റ് സ്കിൻ, അത് ഡെർമൽ ഇൻഫെക്ഷൻ ആണ്. എന്നാൽ സെല്ലുലൈറ്റിസ് സ്പിന്ന സ്പെയർഡ് ആയിരിക്കും. സെല്ലുലൈറ്റിസിൽ സ്പിന്നയിലേക്ക് ബാധിക്കത്തില്ല, ബിക്കോസ് അവിടെ സബ്ക്യൂട്ടേനിയസ് ടിഷ്യൂ ഇല്ലാത്തതുകൊണ്ട്. അതാണ് മില്യൻസ് ഇയർ സൈൻ. ദെൻ സൂപ്പർഫിഷ്യൽ ഫംഗൽ ഇൻഫെക്ഷൻ, ദാറ്റ് ഇസ് ടീനിയ വെർസിക്കോളർ വേഴ്സസ് ടീനിയ കോർപ്പോറിസ്. എന്താണ് ടീനിയ വെർസിക്കോളർ എന്ന് പറഞ്ഞാൽ സൂപ്പർഫിഷ്യൽ ഈസ്റ്റ് ഇൻഫെക്ഷൻ ആണ്. അത് വെച്ചാൽ വെറും ഹൈപ്പോ പിഗ്മെന്റഡ് അല്ലെങ്കിൽ ഹൈപ്പർ പിഗ്മെന്റഡ് ബ്രൗൺ മെക്യൂൾസ്, ഒന്നുകിൽ ഹൈപ്പോ പിഗ്മെന്റഡ് ഏരിയ അല്ലെങ്കിൽ ചെറിയൊരു ഹൈപ്പർ പിഗ്മെന്റഡ് ഏരിയ. ജസ്റ്റ് അങ്ങനെ മെക്യൂൾ ആണ്, റൈസ്ഡ് അല്ല, ഒൺലി ഡിസ്കളറേഷൻ മാത്രമേ ഉള്ളൂ. ചെറിയ ഇച്ചിങ് ഉണ്ടാവും, ചെറിയ സ്കെയിൽസ് ഉണ്ടാവും. അപ്പൊ അത് കോസ്ഡ് ബൈ മെലാസിസിയ സ്പീഷീസ് ആണ്. അപ്പൊ അതിൽ നമ്മള് KOH എല്ലാ സൂപ്പർഫിഷ്യൽ ഫംഗൽ ഇൻഫെക്ഷന്റെ ടെസ്റ്റ് ആണ് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് ടെസ്റ്റ്. അതിൽ മൗണ്ട് ചെയ്യുമ്പോഴത്തേക്ക് ഷോർട്ട് കർവ്ഡ് ഹൈഫേ വിത്ത് ക്ലസ്റ്റേഴ്സ് ഓഫ് ഈസ്റ്റ് സെൽസ്. അപ്പൊ അതിനെ നമ്മൾ സ്പാഗറ്റി ആൻഡ് മീറ്റ് ബോൾ അപ്പിയറൻസ് എന്നാ പറയുന്നത്. ഹൈഫേസ് ഉണ്ടാവും, ഇടയ്ക്കിടയ്ക്ക് ചെറിയ ചെറിയ മീറ്റ് ബോൾസ് പോലെ ഈസ്റ്റ് സെൽസും ഉണ്ടാവും. ഹൈഫേ സ്പാഗറ്റി പോലെ, മീറ്റ് ബോൾസ് പോലെ ഈസ്റ്റ് ക്ലസ്റ്റേഴ്സ് ഓഫ് ഈസ്റ്റ് സെൽസ്. അപ്പൊ സ്പാഗറ്റി ആൻഡ് മീറ്റ് ബോൾ അപ്പിയറൻസ്. അപ്പൊ യങ് അഡൽട്സിലും അഡോളസെൻസിലും ഒക്കെയാണ് ഉണ്ടാവുന്നത്. അപ്പം കൂടുതലും നമ്മൾ വെയിലൊക്കെ ടാൻസ് സ്കിൻ നമ്മൾ എക്സ്പോസ് ടു സൺലൈറ്റ് വരുമ്പോഴത്തേക്കാണ് കുറച്ച് കൂടുതൽ അറിയാൻ പറ്റുന്നത്. കാരണം ബാക്കി സ്കിന്നൊക്കെ ടാൻ ആവും, ഈ ഒരു ഏരിയ ഇതുള്ള ഏരിയ ടാൻ ആവത്തില്ല. ദെൻ ടീനിയ കോർപ്പോറിസ് ഇറ്റ്സ് കോസ്ഡ് ബൈ ഡെർമറ്റോഫൈറ്റ്. ഓക്കെ, ഇപ്പൊ ടീനിയ എന്ന് വെക്കുമ്പോൾ വെർസിക്കോളറും ഇതും കൂടെ കൺഫ്യൂസ് ആവും. ബൈ കോസറ്റീവ് ഓർഗാനിസം ചോദിക്കുമ്പോൾ നമ്മൾ മാറ്റി എഴുതും. അപ്പൊ അതാണ് അവിടെ ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, Tinea corporis is dermatophyte. It is caused by Trichophyton rubrum, Epidermophyton, and Microsporum. Most commonly Trichophyton rubrum. So, ഇതിന്റെ characteristic lesion circular ring-shaped lesions ആണ് with raised active border and center clearing. അത് ഭയങ്കര particular ആണ് ചോദിക്കും. ഇതിൽ KOH preparation നോക്കുമ്പോൾ septate branching fungal hyphae കാണാൻ പറ്റും. Then 25-year-old male presented with severe itching all over body, especially interdigital spaces of fingers, worse at night and after taking bath. Examination reveals tiny burrows. Which is diagnosis? Scaries. Yeah, definitely. എല്ലാവർക്കും അറിയാം. ഇപ്പൊ ബറോസ് ഇത് സ്ഥിരം ചോദിക്കുന്നതാണ്. ബറോസ് അതിന്റെ ക്യാരക്ടറിസ്റ്റിക് ലേഷൻ ഇന്റർഡിജിറ്റൽ സ്പേസ് ഓഫ് ഫിംഗേഴ്സ് ആണ് ക്യാരക്ടറിസ്റ്റിക് സൈറ്റ്. Then alopecia. Alopecia അറിയാലോ, നമ്മുടെ ലോസ് ഓഫ് ഹെയർ. അത് സ്കാറിങ് അലോപേഷ്യ ഉണ്ട്, നോൺ സ്കാറിങ് ഉണ്ട്. ഇത് ചോദിക്കും. Which one is scarring alopecia? Which one is non-scarring alopecia? The difference എന്ന് പറയുമ്പോൾ സ്കാറിങ് അലോപേഷ്യ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ പെർമനന്റ് ഡിസ്ട്രക്ഷൻ ഓഫ് ഹെയർ ഫോളിക്കിൾ ഉണ്ടാവും.
പിന്നെ ഇപ്പൊ ഹെയർ അവിടെ തിരിച്ചു വരത്തില്ല. അതാണ് അതിന്റെ പ്രത്യേകത. അതിന് മെയിൻ ഒരെണ്ണം ഡിസ്കോയിഡ് ലൂപ്പസ് ആണ്. SLE ഡിസ്കോയിഡ് ലൂപ്പസ് എറിത്തമാറ്റോസിസ്. Then lichen planopilaris is a type of lichen planus. Then Kirion. Kirion അറിയാലോ അല്ലെ എല്ലാവർക്കും. സിവിയർ ഇൻഫ്ലമേറ്ററി ഫോം ഓഫ് ടീനിയർ ക്യാപിറ്റിസ് ആണ് കീരിയോൺ എന്ന് പറയുന്നത്. അതല്ലാതെ തന്നെ ചോദിക്കാറുണ്ട് കേട്ടോ കീരിയോൺ എന്താന്ന്. പിന്നെ ബേൺസ്, ട്രോമ, റേഡിയേഷൻ. പിന്നെ നോൺ സ്കാരിങ് ആണ് ബാക്കിയുള്ളതെല്ലാം. ഹെയർ ഫോളിക്സ് അവിടെ ഇൻടാക്ട് ആയിരിക്കും, അതുകൊണ്ട് റിവേഴ്സിബിൾ ആണ്. മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വൺ അലോപേഷ്യ എറേറ്റ. അലോപേഷ്യ എറേറ്റയുടെ ക്യാരക്ടറിസ്റ്റിക് ഫൈൻഡിങ് എന്ന് പറഞ്ഞാൽ എക്സ്ക്ലമേഷൻ മാർക്ക് ഹെയർ ആണ്. അത് അല്ലാതെ തന്നെ ചോദിക്കാറുണ്ട്. എക്സ്ക്ലമേഷൻ മാർക്ക് ഹെയർ ഇസ് സീൻ ഇൻ അലോപേഷ്യ എറേറ്റ. ദെൻ ടീലോജൻ എഫ്ലൂജിയം, ആൻഡ്രോജനിക് അലോപേഷ്യ, ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി, ഇതെല്ലാം നോൺ സ്കാറിങ് അലോപേഷ്യയിൽ പെട്ടതാണ്. Then cutaneous association of systemic diseases. Okay. അത് കുറച്ച് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. അതെന്ന് വെച്ചാൽ ഫസ്റ്റ് വൺ എക്കാന്തോസിസ് നൈഗ്രിക്കൻസ്. ഏതിലൊക്കെയാ അറിയാലോ എല്ലാവർക്കും. ഇൻസുലിൻ റെസിസ്റ്റൻസ്, ദെൻ GI ഗ്യാസ്ട്രോ ഇൻറ്റെസ്റ്റൈനൽ മാലിഗ്നൻസീസിലൊക്കെ വരും. ദെൻ വിറ്റിലിഗോ, ഓൾവേസ് അസോസിയേറ്റഡ് വിത്ത് ഓട്ടോഇമ്യൂൺ തൈറോയിഡ് ഡിസീസ്. വിറ്റിലിഗോ എവിടെ ഉണ്ടോ നമ്മൾ തൈറോയിഡ് നോക്കണം. തൈറോയിഡ് TSH ഒക്കെ നോക്കണം. Then necrobiosis lipoidica, അത് റിപ്പീറ്റഡ്ലി ചോദിക്കുന്നതാണ്. ഡയബറ്റിസ് മെലിറ്റസ്. Then causes of erythema nodosum, sarcoidosis. Mostly erythema nodosum is idiopathic ആണ്. Then sarcoidosis, inflammatory bowel disease, streptococcal infection like TB. No, sorry, streptococcal infection, then TB. Then pyoderma gangrenosum, അതിന്റെ കോസസ്. അത് മോസ്റ്റ് ക്യാരക്ടറിസ്റ്റിക്കലി അസോസിയേറ്റഡ് വിത്ത് ഇൻഫ്ലമേറ്ററി ബൗൾ ഡിസീസ്. Then rheumatoid arthritis-ലും ചിലപ്പോൾ ഹെമറ്റോളജിക്കൽ മാലിഗ്നൻസീസിലും കാണാം. Then ഇതെല്ലാം ന്യൂറോക്യൂട്ടേനിയസ് മാർക്കേഴ്സ് ആണ്. കഫേഓലെ മെക്യൂൾസ് ഏതിലാ വരുന്നത്? ന്യൂറോഫൈബ്രമാറ്റോസിസില്. ആക്സിലറി ഫ്രെക്ലിംഗ് is a very characteristic of neurofibroma. Then tuberous sclerosis-ന്റെ അസോസിയേഷൻ ഏതൊക്കെയാണ്? ഫേഷ്യൽ ആൻജിയോഫൈബ്രോമ, ഷാഗ്രീൻ പാച്ച് ആൻഡ് പെരിയങ്കിൾ ഫൈബ്രോമ. അത് മൂന്നും ട്യൂബറസ് സ്ക്ലെറോസിസ്. ഇതൊക്കെ ചോദിക്കുന്നതാണ് കേട്ടോ, എന്തായാലും ബൈഹാർട്ട് ചെയ്ത് വെക്കണേ. ദെൻ പോർട്ട് വൈൻ സ്റ്റെയിൻ, സ്റ്റേർജ് വെബർ സിൻഡ്രോം അറിയാലോ, ഫേസിൽ വരുന്ന റെഡ് സ്റ്റെയിൻ. ദെൻ ടെലാഞ്ചറ്റേഷ്യ ഇൻ അറ്റാക്സിയ ടെലാഞ്ചറ്റേഷ്യ ആൻഡ് ഹെമറേജിക് ടെലാഞ്ചറ്റേഷ്യ. ഓക്കെ, ദിസ് ഇസ് ദ എൻഡ് ഓഫ് ദ ക്ലാസ്. ടൈം ആയെന്ന് തോന്നണം അല്ലേ കറക്റ്റ് ആയിട്ട്? ഓക്കെ, കുറച്ച് ഫാസ്റ്റ് ആയി എന്നറിയാം എല്ലാവർക്കും. കുറെ ഷിഫ്റ്റിംഗ് ഫ്രം വൺ സബ്ജക്ട് ടു അനദർ ഭയങ്കര ഹെക്ടിക് ആണ്. ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്ത് കേട്ടാൽ കുറച്ചൊക്കെ മനസ്സിലാവുമായിരിക്കും. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ആർക്കെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിച്ചോളൂ, ഇല്ലെങ്കിൽ നമുക്ക് അവസാനിപ്പിക്കാം.